യോഹന്നാന്റെ സുവിശേഷം The Gospel of John, 6-ാം അധ്യായം 6th chapter, 15-ാം വാക്യം മുതൽ വായിക്കാം. from 15th verses onwards. 15 മുതൽ 21-ാം വാക്യം വരെ. 15th to 21. അവർ വന്ന് തന്നെ രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്ത് ഇറങ്ങി പടക് കയറി കടലിനക്കരെ കവർന്നുഭൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റടിക്കാൻ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടു പേടിച്ച് അവൻ അവരോട്, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. യേശുവിനെ പടകിൽ കയറ്റിയപ്പോൾ When they put Jesus on the boat, പടക് ലക്ഷ്യത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. you can see that the boat went direction. യേശുവില്ലാതെ യാത്ര ചെയ്തപ്പോൾ When they were out of Jesus, ഈ ലോകത്തിലെ ശക്തികൾ, the worldly powers കാറ്റും കടലും തിരമാലയും എല്ലാം അവർക്ക് നേരെ ആഞ്ഞടിക്കുന്നതായിട്ട് കണ്ടു. and the wind and and all the seas, everything was against them. ഒരു കാര്യം നാം ഓർക്കണം, One thing we have to understand, നമ്മളോട് ഈ ലോകത്തിനോ പിശാചിനോ ലോകത്തിൻ്റെ ശക്തിക്കോ യാതൊരു സ്നേഹവുമില്ല. the worldly powers don't have any love for us, എന്നാൽ അവർ സ്നേഹം കാണിക്കും, but they will show their love നമ്മളെ അകപ്പെടുത്താൻ വേണ്ടി, just to captivate us. നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി മോഹന വാഗ്ദാനങ്ങൾ ചെയ്യും. They will give us good promises just to destroy us. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ സമയത്ത് ചിന്തിച്ചപ്പോൾ Recently when I was thinking സിംസോനെ എങ്ങനെ ദലീല അവൻ്റെ മടിയിൽ ഉറക്കി how the Delilah has made Simpson വളരെ സ്നേഹപ്രകടനങ്ങൾ കാണിച്ച് showing her love, അവൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും ദാഹങ്ങളെല്ലാം തീർക്കാൻ അവൾ സന്നദ്ധരായിരുന്നു. she has given all the pleasures of his flesh. അവളുടെ ഇടപെടലും സംസാരവും കേട്ടപ്പോൾ വളരെ മാധുര്യമായി തോന്നി. Her interactions were very sweet, പക്ഷേ അവളുടെ മനസ്സിൽ ഇന്ന് തന്ത്രത്തെ ഗ്രഹിപ്പാനുള്ള അഭിഷേകം അവനില്ലാതെ പോയി. but to understand the deceiveness in her heart, she didn't have that. അവൻ അഭിഷക്തനായിരുന്നു, He was an anointed person, പക്ഷേ ആ അഭിഷേകത്തിൻ്റെ ശക്തി കുറേ കാലങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. but the power of anointing was losing. അതുകൊണ്ട് ഈ വിഷയങ്ങളെ തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല. This way he couldn't understand these things. അവളുടെ ആ സ്നേഹവും വാത്സല്യവും സ്വന്തം മാതാവിനെ പോലെ മടിയിൽ ഉറക്കാൻ തക്കവണ്ണം തയ്യാറായവൾ. Her affection, her love, and everything was great. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള തന്ത്രങ്ങളെ അവൻ മനസ്സിലായില്ല. He couldn't understand the deceiveness behind that. മനസ്സിലാക്കി കൊടുക്കാനുള്ള പരിശുദ്ധാത്മാവ് ആ സമയത്ത് അവൻ്റെ മേലില്ല. The Spirit of God also was not with him. കുറേ കാലങ്ങൾ അവൻ അഭിഷേകത്തിൻ്റെ പ്രവൃത്തിയും ജീവിതവും ചെയ്തെങ്കിലും Many days he was living according to the anointing. പക്ഷെ കാലക്രമേണ അത് കുറഞ്ഞു പോയി. When day by day it was just. ഇപ്പോൾ അവൻ ചിന്തിക്കുന്നത് എനിക്ക് അതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അസംതൃപ്തിയിൽ. He had that satisfaction that I have these things. അതാണല്ലോ അവസാന കാലങ്ങളിൽ സഭയ്ക്കുണ്ടാകുന്നൊരു അനുഭവം. That is experience in the last days സഭയെന്ന് പറഞ്ഞാൽ വേലക്കാരും വിശ്വാസികളും. for the workers and the believers. ചിലപ്പോൾ ഞാൻ ഈ വേലക്കാരെന്ന് പറയുന്നത് ചിലർക്ക് പിടിക്കുന്നില്ല. Some people don't like when I say workers. പക്ഷെ അത് പറയാതിരിക്കാൻ ഒക്കില്ല, കാരണം വേലക്കാരായ ഞങ്ങളും ഇതേപോലെ തന്നെയാണ്. Even the workers also like this. സാധാരണ വേലക്കാരെല്ലാം വിശ്വാസികളെ ഒരുപാട് കുറ്റം പറയലെങ്കിൽ അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. Workers used to blame the believers many times. പക്ഷെ എൻ്റെ മനസ്സാക്ഷിയിൽ എനിക്ക് വേലക്കാരോട് ഇഷ്ടമാണ്. But in my consciences I have a love with the workers. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസികളെക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി ഇഷ്ടം വേലക്കാരോടാണ്. More than the believers I like the workers. കാരണം Because എന്നെപ്പോലെ like me, സ്വന്തം പിതാവിനെയും മാതാവിനെയും സകല സാഹചര്യങ്ങളും വിട്ടിട്ട് they forsake their parents and everything. കർത്താവിൻ്റെ വേലയ്ക്ക് വരുന്ന വേലക്കാർ They come for the ministry of the God. നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ്. They are precious than you. കാരണം ആ മനസ്സോടുകൂടിയാണ് അവർ ഇറങ്ങി വരുന്നത്. With that mind only they are coming. അതാണ് എനിക്കും അവരോടുള്ള സ്നേഹം. That's why I also have more love. കാരണം ഞാനും അതുപോലെ വന്നവനാണ്. I also came like that. പക്ഷെ പിന്നീട് But afterwards, ഈ വേലക്കാരെ പിശാച് ഇതുപോലെ ചതിക്കുകയായിരുന്നു. but the Satan deceived the workers. അവരറിയുന്നില്ല. They didn't understand. ശിംശോനെ പോലെ ഞങ്ങൾ പലപ്പോഴും Like Samson, ഞങ്ങളുടെ വർഷപ്പഴക്കത്താൽ because of a yearly അല്ല ചില സ്ഥാനങ്ങളൊക്കെ വരുമ്പോൾ because when we get some promotions and ഞങ്ങൾ ഏതാണ്ട് ആയെന്നൊരു സംതൃപ്തി ഞങ്ങളിൽ ഉണ്ടാകുകയാണ്. we get a satisfaction that we made. ഇനി എന്തു വന്നാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നൊരു ചിന്തിക്കുക. Nothing will happen to us. കർത്താവ് ഞങ്ങൾ പോകുമെന്ന് മൗഢ്യമായിട്ട് വിശ്വസിക്കത്തക്കവണ്ണം പിശാച് അവരുടെ ഹൃദയങ്ങൾ കൊടുക്കുകയാണ്. We think that we will get into the second coming of Jesus. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ഭരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കും. We can make authority over other people. പക്ഷെ ഞങ്ങളെ മാത്രം കണ്ടുപിടിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. The Satan will not allow us to examine us. അതിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? Because of the മറ്റുള്ളവരെ കർത്തൃത്വം ചെയ്ത് we rule other people.
ഞങ്ങൾ തന്നെ ഒരു വേറൊരു സ്വപ്നലോകത്തിലേക്ക് പോവുകയാണ്. We are going to a fantasy world. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ അച്ചായ അപ്പച്ച എന്ന് വിളിച്ച് വളരെ ആദരവ് കാണിക്കുന്നു. When you are calling us Achaya and Apacha, അതിൽ രണ്ട് കൂട്ടരുണ്ട്. there are two peoples. വെറും നിങ്ങൾ ഈ കാലത്തിൽ ഈ ചതിവും വഞ്ചനെല്ലാം പഠിച്ചിട്ട് In these days, you learn all this deceit. നല്ല ഷോപ്പിംഗ് വന്നാൽ അപ്പച്ച എന്ന് പറയും. They will speak to us like Apacha, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ബന്ധവും കാണത്തില്ല. but there will be no relationship in your heart. എന്തെങ്കിലും കാര്യം സാധിക്കാൻ വരുമ്പോൾ Just for some എത്ര ഭക്തി കാണിക്കുന്ന വിശ്വാസം കണ്ടിട്ടുണ്ട്. they will show many fear. ഒന്ന് മുട്ടുമ്പോൾ നിൽക്കും, അപ്പച്ച പ്രാർത്ഥിച്ചോട്ടെ. They will bow down. പക്ഷെ പ്രാർത്ഥിച്ചാലും ആരാ കേൾക്കണ്ടേ? After prayer, also who has to hear? പ്രാർത്ഥന കേൾക്കേണ്ട ദൈവമല്ലേ? The God has to hear the prayer. അപ്പോൾ ആ ദൈവത്തോട് നമ്മൾ നിരപ്പാകാതെ We have to reconcile with പ്രാർത്ഥിക്കുന്ന ഞാനും പ്രാർത്ഥിക്കുന്ന നിങ്ങളും സേവല്ലേ? both the prayer people and ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. this understanding we have to have. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. I know exactly. അതുകൊണ്ട് ഞങ്ങളുടെ വേലക്കാരും വഞ്ചിക്കപ്പെടരുന്നുള്ളതായ ആത്മഭാരത്തോടു കൂടിയാണ് ചിലത് തുറന്നു പറയുന്നത്. Because of the spiritual burden that our workers should not get destroyed. അവരോട് സ്നേഹം കൂടുതലുണ്ടാണ്. Because I have loved ഞാൻ ഉൾപ്പെടെ. ഇത് പറയുമ്പോൾ എനിക്ക് തന്നെ കുറ്റബോധം വരുമല്ലോ. when I speak, I have the guilt. ഇവിടെ പ്രസംഗിക്കുന്ന ഞാൻ കൊള്ളരാത്തവനായി പോയാലുള്ള അനുഭവം എനിക്കറിയാം. I know the experience. If I അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യം നല്ല ബോധവാനാണ്. I understand these things. അപ്പോൾ അതുകൊണ്ട് ഈ മാനുഷിക സ്നേഹവും കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ ജഡസ്നേഹവും എന്നല്ല നമുക്ക് ആവശ്യം. Though this kind of love is not necessary. നമ്മൾ ഇവിടെ വലിയ ഐക്യത കാണിച്ചിട്ട് കാര്യമില്ലെന്നേ. It is nothing to make a fellowship here. ഒരാളിനോട് പറഞ്ഞ വേലക്കാരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. I will not allow that if you speak about the workers. വേലക്കാരന് നമ്മുടെ കുടുംബസ്വത്താണ്. The workers are our നാളെ ഈ മനുഷ്യൻ വേലയിൽ നിൽക്കുമെന്നുള്ളത് എങ്ങനെ ചിന്തിക്കും? how we know that this person will stay in ഞാൻ പിന്നെ മദ്രാസിലായിരിക്കുമ്പോൾ when I was in Madras, ഇതുപോലെ ഒരു സഹോദരനെ കണ്ടു. I saw a brother. ഭയങ്കര തീക്ഷ്ണതയോട് സംസാരിക്കും. He is very zealous. ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും, എന്നെക്കാളും നല്ല ഭക്തിയും അല്ലെങ്കിൽ വൈരാഗ്യമുള്ള മനുഷ്യനാണെന്ന് വിചാരിച്ചു. I thought he is a very godly person. പക്ഷെ തൻ്റെ ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി കാണിച്ച കാട്ടങ്ങളാണ്. It is just to make some benefit for. എന്നെ ഒരുപാട് ഉപദേശിക്കും. He will instruct. എന്നേക്കാൾ ഒരു 7 വർഷത്തെ വേലയിൽ സീനിയോറിറ്റി ഉണ്ട്. He is a senior for 7 years. അപ്പോൾ നമ്മൾ കൂടുതൽ ബഹുമാനിച്ചിരുന്നു. I honor him. പക്ഷേ ഒരു ദിവസം താൻ വെളുപ്പിനെ അവിടുത്തെ പാർശ്വമായിട്ട് വഴക്കുണ്ടാക്കി കുറേ ദിവസങ്ങളായിട്ട് പ്രയാസമായി പെട്ടിയെടുത്തുകൊണ്ട് പോയി. He just went away with his own day. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഈ പറഞ്ഞതൊക്കെ എന്താ? What he was speaking all these days. പറച്ചിലൊരു ഭാഗത്തുള്ള ചിലത് നടക്കും, പക്ഷേ അനുഭവം വ്യത്യാസമുണ്ട്. Just speaking is one side. അപ്പോൾ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലെ ശരിയായ ലൈഫ് എന്ന് പറയുന്നത്. The main life is the experience. അതുകൊണ്ട് ഈ പറച്ചിൽ ആർക്കും പറയാം, Everybody can speak. പക്ഷെ അവനവൻ്റെ ലൈഫ് സൂക്ഷിക്കണം നമ്മളല്ലേ. We have to preserve our own life. അതുകൊണ്ട് പറയുന്നതിനേക്കാൾ നമ്മുടെ വ്യക്തിത്വത്തിലാണ് നമുക്ക് പ്രാധാന്യം. Then speaking, it is about our individuality. ആരെന്തും പ്രസംഗിക്കട്ടെ, Whoever speaks, നമുക്ക് ആവശ്യമുള്ള നമ്മൾ എടുത്താൽ മതി. we just take whatever we need. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നു. I am speaking here. ഇവിടെ 5 വയസ്സ് മുതൽ From 5 years. 80 വയസ്സ് വരെയുണ്ട്. The peoples are here and up to 80. രക്ഷിക്കപ്പെടാത്തവരുണ്ട്, The peoples who are not saved. രക്ഷിക്കപ്പെട്ടവരുണ്ട്, Even the saved people. സ്നാനപ്പെട്ടവരുണ്ട്. എത്രയോ വ്യത്യസ്തമായ മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത്. Many types of peoples are here. അപ്പം ഇവർക്കെല്ലാം വേണ്ടത് ദൈവത്തിനറിയാം. The God knows whatever is necessary for them. ഒരുപക്ഷെ എനിക്കറിയത്തില്ല. But I don't. I may not know. ഞാനൊരു പക്ഷേ നല്ല മനോഹരമായൊരു പ്രസംഗം തയ്യാറായിക്കൊണ്ട് വരും. I may not prepare a very beautiful. കേൾക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാകത്തക്കൊണ്ടുമായിരിക്കും ഞാൻ തയ്യാറാകുന്നത്. I may prepare something very good. പക്ഷേ ആ പ്രസംഗം ഒരു പർട്ടിക്കുലർ എൻ്റെ മനസ്ഥിതിക്കനുസരിച്ച് ഒരു പ്രത്യേക ആൾക്കാർക്ക് മാത്രമേ അത് പ്രയോജനപ്പെടുത്തുള്ളൂ. That message is only for one group of people. പക്ഷേ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നവരെല്ലാം അറിയാവുന്നതുകൊണ്ട് But the Holy Spirit knows everyone here. എല്ലാ വ്യക്തികൾക്കും വേണ്ടതായ മെസ്സേജുകൾ അതിനകത്ത് കയറിക്കൊണ്ടിരിക്കും. The God will make message for every people. അപ്പോൾ നമ്മൾ പല പ്രാസംഗന്മാരും ചെയ്യുന്ന പോലെ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് പ്രസംഗിക്കുന്നെങ്കിൽ Like many preachers, if I preach only what I have written, നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആർക്കും പ്രശ്നമില്ല. we can just make it. പക്ഷേ ഹൃദയങ്ങളെ വിവേചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനറിയാം The Holy Spirit which discerns. കൂടി വരുന്ന ജനങ്ങൾക്ക് ഏതെല്ലാം മെസ്സേജ് കൊടുക്കണം. So what we have to give the message. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യത്തിനും എൻ്റെ സൗകര്യത്തിനും അല്ല, അത് ആദ്യം മനസ്സിലാക്കണം. Convenience and my convenience. അവിടെ സമയം നോക്കിയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. It's not about the time. കാരണം ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയാണ്. Because for God 1000 years is one. എന്നാൽ ചില ക്രമീകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. But we need some arrangement. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ സമയത്തിൽ But in the Holy Spirit, നമ്മുടെ നടത്തിപ്പും നമ്മുടെ സമയം കൂടെ അതിനകത്ത് കുഴക്കരുത്. we cannot make confused with the Holy Spirit. അതിന് വേറെ അടി വാങ്ങിക്കേണ്ടി വരും, Then we have to get വേറെ ശിക്ഷ ഉണ്ടാകേണ്ടി വരും. another punishment. പിന്നെ Again, നമുക്ക് ആവശ്യമുള്ളെടുത്ത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ if you go to a supermarket, നമ്മളെന്താ ചെയ്യുന്നത്? what we do? നമുക്കെന്ത് വേണം അവിടെ പോയി ചോദിച്ച് അത് വാങ്ങിച്ചുകൊണ്ട് വരും. Whatever we need, we just take it. ചില പിള്ളേർ പറയുന്നത് ഇതെനിക്ക് വേണ്ട ഇതെനിക്ക് വേണ്ട ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നില്ല. Some children will say, I don't want ഇവിടെ this. നിനക്ക് വേണ്ടതല്ല, അത് വേണ്ടവരൊന്നും എടുത്തോളും. Some
people will like എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരാധന എന്ന് പറഞ്ഞ കുർബാനയല്ല. the service is not like your family. കത്തോലിക്കരുടെ മറ്റു യാക്കോബുകാർ കുർബാന എഴുതി വെച്ച് 3/4 മണിക്കൂർ അവസാനിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല ഇത്. It is not like a kurbana like a Catholic people. പിന്നെ നിങ്ങളിൽ പല വെറൈറ്റീസ് ഉള്ള ആളുകളുണ്ട്. But you are very varieties. വേലക്കാരിലും വിശ്വാസികൾ ഈ പറഞ്ഞ പോലെ Even the workers and believers. ഡ്രസ് കോഡ് മാത്രമേ നമ്മളെ ഒന്നാക്കുന്നുള്ളൂ. The dress code is making only unity. കളർ പോലും ഒന്നാക്കുന്നില്ല. Even the colors are not same. ഇപ്പം ഞങ്ങളുടെ ഒരു കറുത്തതാണ്. We are പണ്ട് ഞാൻ വെളുത്തായിരുന്നുള്ളൂ. പണ്ട് വെളുത്തായിരുന്നു. in the olden days I was എന്നെ കൂടെ കറുപ്പിച്ചെടുത്തു. and now when God made me dark. അതെനിക്ക് വളരെ സന്തോഷമായി. I'm very happy. കാരണം നമ്മളുടെ കൂടുതൽ പേരും കറുപ്പാണ്. Many people are here are dark. അപ്പം മജോറിറ്റി കറുപ്പായതുകൊണ്ട് എനിക്കും കറുപ്പ് കൂടിയോണ്ട് എനിക്ക് സന്തോഷമായി. The majority people are അപ്പം dark. So കളറിൽ യൂണിറ്റി കൂടുതലുണ്ട്. there is a unity in the color. പലരും പല കളർ. Many people are many ഗോതമ്പ് കളറുണ്ട്. weak complexion. പക്ഷെ പ്രതിരോധ ശക്തി കറുപ്പിനാണ് നല്ലത്. But the people's അല്ല dark color are the പ്രതിരോധം immunity. The people's are immune. ഇമ്മ്യൂണിറ്റി പവർ കറുപ്പിനാണുള്ളത്. Immunity power is അപ്പം എന്നെയും കുറെ ദീർഘായുസ് ഉണ്ടാക്കാൻ വേണ്ടി കൂടാണ് എന്നെ ഈ കറുപ്പിച്ചത്. ഇതാ maybe God has given this immunity. സായിപ്പന്മാരും മതാന്മാരും ഒന്ന് വെയിൽ കിടന്ന് ശരീരം കറുപ്പിക്കത്തില്ല. വൈറ്റമിൻ ഡി കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയല്ലേ? The western people used to get tanned. ശരിയല്ലേ? ആ ഡോക്ടർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഡിക്ക് വേണ്ടി അവർ കറുപ്പിക്കുകയാണ്. For the vitamin D they make tanning. അപ്പോൾ ഞാനോ നിങ്ങളോട് പറയുന്നു, കറുത്തവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ. The dark people are blessed. നിങ്ങൾ നോക്കി, വെളുത്തവർക്കാണ് ഏറ്റവും പെട്ടെന്ന് ഷുഗർ കയറി പിടിക്കുന്നത്. The fair people used to get the sugar very quickly. അവർക്ക് റെസിസ്റ്റൻസ് പവർ കുറവാണ്. Even the sisters also. തന്നെയല്ല ഈ വെളുത്ത് കഴിയുമ്പോഴേ When we get the fair, ഒരുപാട് പ്രശംസ കിട്ടും. there will be many praise. ഒരു കറുത്ത കുഞ്ഞും വെളുത്ത കുഞ്ഞും കൂടെ കിടന്നാൽ When there are two children are here, ആൾക്കാർ ആദ്യമേ വെളുത്ത കുഞ്ഞിനെ എടുക്കത്തുള്ളൂ. the people will take the fair. അതിനെ പൊക്കിക്കൊണ്ട് നടക്കും. They'll take the fair. ഈ കറുത്ത കുഞ്ഞ് വിഷമിച്ച് കിടക്കും. The dark child will be worried. അപ്പോൾ അതിന് പ്രതിരോധം കൂടുക. അങ്ങനെ തന്നെ But because of the immunity is ഇല്ലയോ? increased. നിങ്ങളാണ് തന്നെ ഒരു കല്യാണ പർപ്പസിന് പോകുമ്പോൾ When we go to a marriage, നിങ്ങളുടെ സ്വന്തക്കാരിൽ കുറച്ച് പേഴ്സണാലിറ്റി ഉള്ളവരെ ആദ്യം കൊണ്ടുപോകത്തുള്ളൂ. so we bring the people with personality. നമ്മളെപ്പോലുള്ളവർ വിളിക്കും ഇല്ല. They will not call us. കാരണം കാഴ്ചയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ വെളുത്തവരുണ്ട്, അല്ല ചുവന്നവരുണ്ട് എന്നൊക്കെ പറയും. So for the sight, they will say that we have fair people in our family. ഞാനിവിടെ തിരിക്കുമ്പോഴേ When I was in one place, ഒരച്ചായൻ മോന് കല്യാണം ആലോചിക്കാൻ വന്നു. when a child was arranging wedding for his son, ഞാൻ മോനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ഉദ്ദേശം? and I asked the son, what is your thought? അതിപ്പോൾ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു പെണ്ണ് വേണം, അത്രേ ഉള്ളൂ. I just need a girl understanding. ഇതൊന്നും വലിയ കാര്യമില്ല ചേ. Nothing is. വരുന്നവൾ ഗുണമല്ലെങ്കിൽ ജീവിതമേ തകരാറില്ല. The girl coming is not good. The whole life. ദൈവത്താൽ വരട്ടെ. So let it come from God. അപ്പം ഞാൻ ചുമ്മാ കളറ് What about the color? അതിപ്പോൾ ഏത് കളറായാലും എന്തുവാ അകവല്ലേ ശരി. ഇത് അമ്മവും പറയുന്നത്. The son says whatever the color is not a problem. അപ്പനും മക്കളും എല്ലാം മൊത്തം കറുത്തതാണ്. All these people are very dark. അപ്പൻ എന്നോട് പറഞ്ഞു, ഒരു വെളുത്ത പെണ്ണിനെ പാസ്റ്ററെ എനിക്ക് സംഘടിപ്പിച്ചെടുക്കണം. The father says I need a fair girl. ഞാൻ ചോദിച്ചാൽ എന്തിനാ? Why? അല്ല എല്ലാവരും കറുത്തല്ലേ, അപ്പം പിള്ളേർ ജനിക്കുമ്പം വെളുത്ത പിള്ളേർ വേണമല്ലോ എന്നാണ്. Everybody is dark, so if we get a fair girl, we can ഇങ്ങനെയുള്ള get children. ഇങ്ങനെയുള്ള വിവരക്കേടും ഉണ്ട്. This kind of അതുകൊണ്ട് ഞാനോ നിങ്ങളോട് പറയുന്നു, കറുത്ത നിറമുള്ള നിങ്ങൾ ഭാഗ്യവാന്മാർ, all you people are dark are blessed. വെളുത്തവരെക്കാളും. But then the fair people. പക്ഷേ നിങ്ങൾക്ക് വൈരാഗ്യ ബുദ്ധി വരരുത്. ഞാൻ കറുത്തു പോയില്ലെന്നുള്ള കോംപ്ലക്സ് വരരുത്. You do not have the inferiority complex. കാരണം നിങ്ങളുടെ ശരീരത്തിനാണ് ലോങ് ലൈഫ്. There's a long life for you people. നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രതിരോധം ഉണ്ടാകും. You have more immunity. എന്നാടാ ശരിയല്ലേ? അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ഒരു വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. No need to worry about it. പിന്നെ മനുഷ്യൻ കൂടുതൽ വെയിലത്ത് കിടന്ന് അധ്വാനിച്ചാൽ കറുത്തു പോകും. The people who are working under the sun will get dark. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വളർന്നതായ മനുഷ്യര് The people in the African ആ continent, കൊടൂരമായ ചൂടിലും because of the heat of the sun, വന്യമൃഗങ്ങളുള്ള പോരാട്ടത്തിലും with the struggle with the wild, പ്രകൃതി അവരെ കറുപ്പാക്കി മാറ്റി. the natural medium dark people. നിങ്ങൾ ഈ പെരയ്ക്കകത്ത് പണ്ടൊക്കെ നമ്മളെ പെരയിലെ പൂവരസിൻ്റെയൊക്കെ തൂണ് കുഴിച്ചിട്ട് ചെറിയ ഷെഡ് ഉണ്ടാക്കും. In the olden days, they will make a hut by putting the pillars. വെയിൽ കൊള്ളാതെ വളരുമ്പോൾ When it will come out, ഈ പൂവരസിൻ്റെ ചെടിയുടെയൊക്കെ ഇല വിളറിയിരിക്കും these trees will be very withered. അല്ലേ? പക്ഷെ അത് വെയിലത്ത് വരുമ്പോൾ കളർ മാറും. When it comes to the sun, it will have a എന്ന് പറഞ്ഞ പോലെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ആ മഞ്ഞിനകത്തും തണുപ്പിനകത്തും മാത്രം ജനിച്ച ആൾക്കാരൊക്കെ വളരെയിരിക്കുന്നുണ്ട്. European people under no sun will get a fair skin. അതുകൊണ്ട് ഈ കളറിലൊന്നും വലിയ കാര്യം എടുക്കരുത്. There is no meaning in the color. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ലുക്കിലല്ല കാര്യം. It is not about the look. റാഹേലും ലേയാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? Like Rachel and Leah, അതുകൊണ്ട് സ്പിരിറ്റിനാണ് പ്രാധാന്യം. it is about the spirit. ആ സ്പിരിറ്റാണ് നമ്മുടെ ജീവിതത്തിലെ ആശീർവാദം. The spirit is a blessing. അതുകൊണ്ട് കല്യാണം ആലോചിക്കുമ്പോൾ വെളുത്തവും ചുമന്നതും തപ്പി നടക്കരുത്. So in the marriage proposal, don't എന്ന് വെച്ചുകൊണ്ട് വെളുത്തതിന് കുഴപ്പമൊന്നുമില്ല. നല്ല വെളുത്തവരൊക്കെ നല്ല മനുഷ്യരുണ്ട്. even the good people are there in the fair, നമ്മുടെ ശമൂലണ്ണനും വെളുത്തമാണ്. like Samuel brother.
എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. I like him very much. നമ്മൾ എന്ത് പറഞ്ഞാലും ഓടി നടന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. Whatever we say, he will run. കർത്താവിൻ്റെ വേലയെക്കുറിച്ച് ഭയങ്കര എരിവാണ്. He is very zealous about the ministry of God. അപ്പോൾ ഇത് കളറൊന്നുമല്ല വിഷയം. It's not about skin color. നമ്മുടെ സോളമൻ അയ്യ നല്ല ശുദ്ധ കറുപ്പാണ്. Even our Solomon Ayya is very dark. പക്ഷേ അതേ കൊച്ചു പിള്ളേരുടെ മനസ്സാണ്. But he has children's heart. നമ്മൾ എന്ത് വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല. Whatever we പുള്ളിക്ക് എപ്പോഴും കർത്താവിൻ്റെ വേല നല്ല രീതിയിൽ ചെയ്യണം. he wants to do the ministry അപ്പോൾ of God. ഇതിനൊന്നും വലിയ കാര്യമില്ല. മനസ്സിലായോ? Not about the color. ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ പോകണം, എനിക്ക് വെളുത്ത ചെറുക്കനെ കിട്ടണം കേട്ടോ, ചുമന്ന ചെറുക്കനെ കിട്ടണം, അങ്ങനൊന്നും പ്രാർത്ഥിക്കരുത്. Do not pray like that. ദൈവത്താൽ വരട്ടെ, Let it come from God. അതാണ് അനുഗ്രഹം. That is the blessing. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതുകൊണ്ട് ഈ വെളുത്തവരുടെ കൂടുതൽ പിള്ളേരോട് കൂടുതൽ സ്നേഹം വരുമ്പോൾ അവരെ എടുത്തിങ്ങനെ ലാളിച്ച് അതെല്ലാം പലതും പഴയായിപ്പോകും. So the fair children, they get more love and they കൂടുതൽ പരീക്ഷയും അങ്ങനെയുള്ളവർക്ക് വരും. get more trials. അതുപോട്ടെ, ആവശ്യങ്ങളൊക്കെ പോട്ടെ. I'm going to tell you. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു കാര്യം ശ്രദ്ധിച്ചോണം, In our life, one thing we have to be നമ്മുടെ ഫ്യൂച്ചറാണ് നമുക്ക് ആവശ്യം. we have to think about our അവർ future. ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂന്നാണ്. She made love by seeing his future. നമുക്കൊരു ഭാവികാലമാണ് നമുക്ക് We ആവശ്യം. have a future. ആ ഭാവികാലം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ To have a blessed നമ്മൾ future, ശരിയായ അടിസ്ഥാനത്തിൽ വളരണം. we have to grow in the right form. ഇപ്പോൾ ചെറുപ്പക്കാർക്കെല്ലാം ഒരു സംശയം വരും, In the youngsters have a doubt. ഇവർ കൂടുതൽ ഇപ്പോൾ ഈ നെറ്റിൽ യൂട്യൂബിൽ കൂടെ അല്ലേ നോക്കുന്നത്. They are mainly seeing through the YouTube and net. ഈയിടെ അടുത്ത സമയത്തിൽ The recent times, ഒരു 4 തലമുറയായ പെന്തിക്കോസിലെ ഒരു കുടുംബത്തിൽ in Pentecost, they were in 4 വളരെ generations. വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി, A girl is very educated. താനും ഈ പെൺകുട്ടി He herself, ഒരു പിന്മാറ്റ ശക്തിയുള്ള വേറൊരു പെൺകുട്ടിയായിട്ട് വലിയ കൂട്ടായി. she became a friendship with another girl who has a backsliding spirit. അപ്പോൾ അവിടെ ഇരുന്ന സുവിശേഷ വേലക്കാരി ഇവരെ രണ്ടുപേരും നിങ്ങൾ സുവിശേഷ വേലയ്ക്കുള്ളവരാന്ന് പറഞ്ഞു. And that worker there said that you are for the ministry. ഒരു പക്ഷേ അവർ തെറ്റായ വഴികളിലേക്ക് പോകാതെ ദൈവത്തോട് അടുക്കാൻ വേണ്ടിയായിരിക്കും ആ സഹോദരി പറഞ്ഞത്. Maybe she told that they should not go away from the church. ഈ ഒരു ചാൻസ് കേട്ടപ്പോൾ When they had this, ഈ പെൺകുട്ടി, അതും പെന്തിക്കോസാണ്, നമ്മുടെ കൂട്ടത്തായിപ്പെട്ട, this girl who is also a Pentecost girl, അതെന്ത് ചെയ്തു, what she done, കോപിച്ചിട്ട് got angry. വേറൊരു വേറൊരു ഇതിൽപ്പെട്ട ഒരുത്തിനുമായിട്ട് ഓടിപ്പോയി. And this girl ran away with another person. ഓടിപ്പോയി. പക്ഷെ ഇവരുടെ കൂട്ടായ്മ ആ പെൺപിള്ളേരും കൂടെ വലിയ ഐക്യമായിരുന്നു. These two girls are very friendship. അവൾ പോയതിനു ശേഷം After she went, ഈ ഒന്നാമത് പറഞ്ഞ പെൺകുട്ടി the first girl, തൻ്റെ അപ്പനോട് പറയുകയാണ്, she told her, യേശു കറക്റ്റാണ്, യേശു കറക്റ്റാണ്. Jesus is correct. പക്ഷെ യഹോവ എന്ന് പറയുന്നത് But Yahweh, Jehovah, അനേകരെ കൊല്ലാൻ കൽപ്പിച്ചതാണ്. he asked to kill many people. അത് യഥാർത്ഥ ദൈവമല്ല. He's not good God. നോക്കണം. അപ്പോൾ ഇത്രയും 4 തലമുറയായ പെന്തിക്കോസിൽ വളരുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവമാണ് ഈ പറയുന്നത്. This is the experience of a girl who lives in 4 generations in the Pentecost. അയാളുടെ അപ്പനാണ് നല്ല വിശ്വാസിയാണ്. Her father is a very good. വല്യപ്പനും വല്യമ്മയും പഴയ നല്ല വിശ്വാസിയാണ്. Even the grandfather, grandmother is also good. അവരുടെ അപ്പനും വിശ്വാസിയാണ്. In their fathers also good. എന്താ കാരണം? What is the reason? നമ്മൾ എവിടെയാണ് വളരുന്നത്, Where we are living. അവിടെയാണ് നമ്മുടെ വളർച്ചയുടെ റിസൾട്ട് വരുന്നത്. The result is from where we are living. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ Isaiah 5th chapter. ഫലവത്തായ ഒരു കുന്നിന്മേലാണ് ഈ മുന്തിരിവള്ളി നട്ടത്. This branch of the vine is upon the mountain. വേലികെട്ടി Fence, good fence. എല്ലാം ഭംഗിയായി ചെയ്തു. Everything was very good. പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരി. വായിച്ച വാക്യം, അവസാനത്തെ വാക്യം, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. എന്റെ പ്രിയതമന്റെ ഇല്ല, ലാസ്റ്റ് വായിര്. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. It is sour. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ച് ശ്രദ്ധിച്ചു നോക്കി. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിന്റെ എത്രാം വാക്യം മുതൽ? 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ Isaiah 5th chapter and 2 ഫലവത്തായ കുന്നിന്മേന്ന് പറഞ്ഞാൽ ഈ മനോഹരമായ ഒരു കൂട്ടായ്മയെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുമല്ലോ. I used to say about this fellowship many times. ശ്രദ്ധിച്ചോണം, ഈ വളരെ മനോഹരമായ കൂട്ടായ്മയാണെന്ന് എനിക്ക് ഒരു ആക്ഷേപം പറയാനില്ല. This is a very beautiful fellowship. I ഞാൻ don't have any problem with that. കത്തോലിക്ക സഭയുമായിട്ട് വളരെ പരിചയപ്പെട്ടൊരു മനുഷ്യരാണ്. I am a person familiar with the Catholic Church. വലിയ പണ്ഡിതന്മാരായിട്ടുള്ള മനുഷ്യരുമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. I interacted with the many people. അതിൻ്റെ ചരിത്രങ്ങളും ക്രിസ്തീയ സഭാ ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. I studied about the history of the Christian Church. ഇതെല്ലാം പഠിച്ചെങ്കിലും After I studied all these things, സത്യം മനസ്സിലാക്കിയപ്പോൾ when I understood the truth, ഈ പെന്തിക്കോസ്ത് മിഷന്റെ കൂട്ടായ്മയാണ് ഇന്നുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ വചനപ്രകാരം പോകുന്ന ഒരു നല്ല കൂട്ടായ്മ എന്ന് മനസ്സിലാക്കിയാണ് I understood that this Pentecostal assembly is the main, the excellent thing. 78 ഈ കൂട്ടായ്മയിൽ വരികയും In the 88 I came in, 81 വേലയ്ക്ക് വരികയും ചെയ്തു. and 89 I came to this. നോക്കണം, മറ്റ് വിഭാഗത്തിൽ ജനിച്ച് എനിക്കിതിനെക്കുറിച്ച് ഇന്നും വലിയ പ്രശംസയുണ്ട്. I have a proud about this church. ഞാനിത് വീണ്ടും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I am telling all this time. ഇതിൽ ശ്രേഷ്ഠമേറിയ മാർഗ്ഗം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? This is a more excellent
fellowship. ഇതിൽ ശ്രേഷ്ഠമേറെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. We cannot see more, but പക്ഷെ ഇതിനോട് തുല്യമായി ജീവിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. and I can see some people living like this. ഇതുപോലെ തന്നെ പ്രതിഷ്ഠിച്ച് ജീവിക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. Some consecrated people I used to see. നല്ല വിശുദ്ധരായ വിശ്വാസികളെ മറ്റു പല സംഘടന സഭയിലും കണ്ടിട്ടുണ്ട്. In some churches I used to see some ഇനി saints. വിശുദ്ധരായ മനുഷ്യരെ ഞാൻ ഹിന്ദുസിൽ കണ്ടിട്ടുണ്ട്. Even I have seen the saint people. നല്ല മനുഷ്യരെ ഹിന്ദുസിലും സമുദായത്തിൽ കണ്ടിട്ടുണ്ട്. I have seen many good people in Hindu. അവർ പറയുന്ന വാക്യം എന്താ? What they used to say? യേശു പറഞ്ഞില്ലേ, നന്മ ചെയ്യുന്നവർ. Jesus said, who യോഹന്നാന്റെ സുവിശേഷം in John's gospel, എത്ര അധ്യായം അവിടെ പറയുമ്പോൾ നന്മ ചെയ്യുന്നവർ the people are so good. നിത്യജീവനായിട്ടും ഉയർത്തു വരുമെന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത് ലാലിലും കണ്ടൊരു വാക്യമുണ്ട് ഇല്ലയോ? അപ്പം നന്മ ചെയ്യുന്നവർ നിത്യജീവനായിട്ടും The people are so good come for the തിന്മ ചെയ്യുന്നവർ the people are evil. ശിക്ഷാവിധിക്കായിട്ട് ഉയർത്തു വരുമെന്നാണ്. They will come for the punishment, eternal punishment. അതിൻ്റെ 5-ാം അധ്യായം വായിച്ച മനുഷ്യർ 26-ാം വാക്യം ആദ്യമായി. അഞ്ചിൻ്റെ 26 അല്ല മല്ലില്ല 25 മരിച്ചവർ ആമേൻ 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 ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കും. തോട്ട് വൈര് പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അടുത്തത്, അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകി. ന്യായവിധി നടത്തുവാൻ ക്രിസ്തുവിന് അധികാരം കൊടുത്തിട്ടുണ്ട്. The Christ has authority to execute judgment. അടുത്തത് വായിക്കാം. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഇതാണ് ബേസ്. നാഴിക വരും. This is the base. ശ്രദ്ധിച്ചോണം, നന്മയും തിന്മയും. Good and evil. അപ്പം നന്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. God created man to do the good. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ Ephesians 2:10. വായിച്ചേ. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ അപ്പൊ ഈ ബേസ് ആരും മറന്നു പോകരുത്. We should not forget. അതുകൊണ്ടാണ് ഏത് ജാതിയിലും In any discrimination. വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ In Acts 10. കൊർന്നല്യോസിനോട് ദൈവം പറഞ്ഞു, ഏത് ജാതിയിലും In any case, അവനെ ഭയപ്പെട്ട് the people fear. നീതി പ്രവർത്തിക്കുന്നതിന് അവൻ അംഗീകരിക്കുന്നു. If we do the വായിച്ചേ. righteousness, God will accept. ഏത് ജാതിയിലും നോക്കണം, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും God has no partiality. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അംഗീകരിക്കുന്നു. I will accept. അതുകൊണ്ടാണ് That's why അന്ത്യന്യായവിധിയിൽ വരുമ്പോൾ, the eternal judgment, പുത്രന്റെ ന്യായവിധി സമയത്ത് വരുമ്പോൾ, the son's judgment, അവിടെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ Matthew Gospel 25th ഒരു വെള്ള സിംഹാസനത്തിൽ ചെമ്മരിയാടും കോലാടുകളെയും നിർത്തുകയാണ്. there is a white judge throne. ഞങ്ങളൊക്കെ സമുദായത്തിലിരിക്കുമ്പോൾ When I was in the, ഈ സിയോനും യെരൂശലേമും ഈ പറഞ്ഞതൊന്നും അവിടെ പഠിപ്പിക്കാറില്ല. they will not teach about the Zion and New Jerusalem. അവരുടെ പ്രധാന ഉദ്ദേശം ഇതാണ്, നന്മ ചെയ്യുന്നവർക്ക് വലതുഭാഗത്ത് നിൽക്കാം, Do good and go to the right. അവരെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. God will take them to the heaven. തിന്മ ചെയ്യുന്നവരെ നരകത്തിൽ പോകും. The people who are doing evil will go to ഇത് വളരെ വ്യക്തമായിട്ട് അവർ പഠിപ്പിച്ചിരുന്നു. They are teaching like this very clearly. ഇത് പല മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. Religions are saying, ഇസ്ലാം മതം പഠിപ്പിക്കുന്നുണ്ട് Islam people are saying ഒരു ഭാഗം. one side. പക്ഷേ ഈ കള്ള എഴുത്തുകാരെല്ലാം കയറിയാണ് ഇതെല്ലാം കൂടുതൽ എഴുതി വെച്ചിരിക്കുന്നത്. ഏതാ എല്ലാ മതങ്ങളിലും In every religion, കള്ളക്കോലെഴുത്ത് കൊണ്ട് എഴുതിയ ഉപദേഷ്ടാക്കന്മാരാണ് ഇതിനെല്ലാം മോശമാക്കി തീർത്തത്. some people have destroyed this writing കാരണം അവരുടെ പാപങ്ങൾ നിലനിൽക്കാൻ വേണ്ടി, because just to make their പാപത്തിൽ നിലനിന്ന് തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി because they have to keep their position. ഓരോ കാലങ്ങളിലും നേതാക്കന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചു പോയിക്കൊണ്ടുണ്ട്. Many times the leaders are doing like this. ചില വേർപെട്ട സഭകൾ തന്നെ Some of the churches, രക്ഷിക്കപ്പെട്ടാൽ if you get saved, പിന്നെ എന്ത് പാപം ചെയ്താലും നശിക്കുകയാണെന്ന് പ്രസംഗിച്ചവരുണ്ട്. you will not lose your salvation, whatever the sin you അവർ do. നരകത്തിൽ പോകത്തില്ല. They will not go to the കാരണം hell. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ നരകത്തിൽ പോകത്തില്ല. അല്ല, പിന്നെ നരകത്തിൽ പോകത്തില്ല. Once you got saved, you will not go to the hell. അതിനൊരു ഒരു സഭക്കാരൻ പ്രസംഗിച്ചത്, One person preached like this. നോഹയുടെ പെട്ടകത്തിൽ കയറി ഇരിക്കുന്ന The person who is in the Noah's മനുഷ്യനും മൃഗങ്ങളും എല്ലാം the man and വലിയ ഓളത്തിരമാലകൾ വരുമ്പോൾ when they make this, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയും. they will actually go അപ്പോൾ this ചില side, മുട്ടി that തട്ടി എന്നൊക്കെ വരും. side, and they will make some fight in between. തൻ്റെ പാപത്തെ നീതീകരിക്കാനായി പ്രസംഗിച്ചത്. Just he says this. ഇങ്ങനെ കാലാകാലങ്ങളിൽ ചില ഉപദേഷ്ടക്കന്മാർ എല്ലായിടത്തും CPM-ൽ പോലും ചില പുള്ളികൾ
ഇങ്ങനെ അധിക പ്രസംഗം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. Some people are the CPM also speaking ഈ like പ്രസംഗമല്ല, വേറെ രീതിയിൽ some other kind of. ഞങ്ങൾ മാത്രം, Only we. ഞങ്ങൾ സിയോനിൽ 154 ഞങ്ങളുടെ സുവിശേഷ വിലക്കാർ, We go to the Zion 140. ഇങ്ങനെയുള്ള അധിക പ്രസംഗം പ്രസംഗിക്കുന്നവർ TPM കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen them in the TPM also. പലർക്കും അതൊക്കെ ഇഷ്ടമാണ്. കാരണം ബോധിച്ച പോലെ തോന്നിയ വഴി പോവുകയും ചെയ്യാം, They can go their way. ഇങ്ങനെ സംതൃപ്തി ജീവിക്കുക. They can live in this act. അങ്ങനെയാണ് പല മതങ്ങളും. And many religions are. അതുകൊണ്ടാണ് TPM മതം ഉണ്ടാകാൻ പാടില്ല, TPM മതത്തെ ഞാൻ വെറുക്കുകയാണ്. I hate the TPM religion. പക്ഷേ TPM മാർഗം, I like the way of TPM. കർത്താവും അപ്പോസ്തലന്മാരും ഇതിലെ പഴയ വിശുദ്ധന്മാരും കാണിച്ചു തന്ന ഈ മാർഗത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. The Lord apostles have showed the new way. മതത്തിന്റെ വക്താക്കളായി വരുന്ന പാസ്റ്റർമാരോട് ഞാൻ യോജിക്കുകയില്ല. I am not joining. അത് ഇന്നല്ല, അന്നും ഇന്നും എന്നും Any time. നാളെ അത് തന്നെയാണ്. Tomorrow also. ഈ മതം സ്ഥാപിച്ചു വരുന്ന പാസ്റ്റർമാരായാലും മദർമാരായാലും ഒരു അണുവിട പോലും ഞാൻ അവരോട് യോജിക്കത്തില്ല. The people who establish religion, I will not accept them. നിങ്ങളുടെ മാർഗം സത്യം, The way is correct. ആ മാർഗം വെളിപ്പെടുത്തേ, Show that way. അതാണ് ആവശ്യം. That is what. അതുകൊണ്ട് ഈ യുദ്ധം അവസാനം വരെ ഉണ്ടാകും This fight കേട്ടോ. will be until the end. ഇത് ആത്മീയ യുദ്ധമാണ്, This is spiritual. വ്യക്തിപരമായിട്ടുള്ള യുദ്ധമല്ല. Battle. It is not an individual battle. കഴിഞ്ഞ ദിവസം 2 സഹോദരന്മാർ വന്നു, 2 പാസ്റ്റർമാർ വന്നു. Recently 2 pastors came here. ഇവരെല്ലാം സാക്ഷികളാണ്, ഞാൻ കേട്ടുകൊണ്ടിരുന്നു. Everybody is hearing here. അവർ മതമാണ് പറയുന്നത്. They are speaking about the religion. ഞാൻ പറഞ്ഞു, നിങ്ങൾ മതം പറയാതെ നിങ്ങൾ മാർഗം പറ. I asked them, don't speak about the religion. നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടിയെന്ന് വെച്ചുകൊണ്ട് ആ മതം നിങ്ങൾക്ക് സ്ഥാപിക്കാൻ ഒക്കത്തില്ല. Because of the position you can establish. നാളെ ഒരു ഫോൺ കാർഡ് വരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് മാറേണ്ടി വരും. Tomorrow you will get God, you have to change. അപ്പോൾ നിങ്ങളുടെ വില ഇല്ലാതാകും. There will be no എന്നാൽ value. നിങ്ങൾ സത്യം പഠിപ്പിച്ചാൽ, If you teach truth, യേശുക്രിസ്തുവിനെ ഉയർത്തിയാൽ, if you exalt Jesus, നിങ്ങൾ പോയാലും even if you നിങ്ങൾ കൊളുത്തി വെച്ച വിളക്ക് ഇവിടെ കാണും. the light you show, അല്ല നിങ്ങളുടെ അധികാരവും കാണിച്ച് you show your അപ്രമാദത്വവും കാണിച്ച് and you are ruling. വിറപ്പിച്ചുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. If you make them tremble, nothing will happen. അങ്ങനെ വിറയ്ക്കുന്നവരല്ല ക്രിസ്തുവിലുള്ളവർ. The people is not like അത് ഈ അജ്ഞരായ മനുഷ്യരെ ഇങ്ങനെ വിറപ്പിക്കുക. trembling the normal people. ഇപ്പൊ നമ്മൾ കണ്ടില്ല, ഗവർണറെ നമ്മുടെ പിള്ളേർ വിറപ്പിക്കാൻ പോയി. അതാ The children's made the governor. നമ്മുടെ SFIക്കാർ പിള്ളേർ പാവങ്ങൾ, ഈ SFI. തലവന്മാരെ ഇറക്കി വിടുന്ന ഈ പിള്ളേരെ. Even the chief. ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടു, ഈ എന്തുവാ ഈ കൊച്ചു കുരങ്ങൻ്റെ ജയശങ്കർ പറയുന്നത് കേട്ടു, ഞാൻ കേട്ടു. ജയശങ്കർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പറയും, പുള്ളി പറഞ്ഞു കൊച്ചു കുരങ്ങൻ്റെ കൈയിട്ട് പായസം കുടിക്കുകയെന്ന്. Just taking the ഈ food. പല നേതാക്കന്മാരും കാണിക്കുന്ന വഷളത്തരമാണിത്. Some leaders are showing this. അത് നമ്മുടെ ആത്മീയ ഗോളത്തിലുണ്ട്. In this happens in spiritual. നമ്മുടെ പാസ്റ്റർമാരെന്ന് പറയുന്നവരും ചില മദർമാർ പറയുന്നവരും കാണിക്കുന്ന ഈ വർഷത്തോട് എനിക്ക് കൂട്ടിക്കാൻ ഒക്കത്തില്ല. Some pastors and mothers also doing this. I cannot. എന്താണ് ഈ കൊച്ചു കുരങ്ങൻ്റെ കൈ ഇടുന്നത്? What is this monkey taking the food? അറിയാവോ? What is that? ശമലണ്ണൻ അറിയാവോ? അയ്യായിക്ക് അറിയാവോ? അറിയാവോ? സംഭവം അറിയാവോ? ഇല്ല, എന്നാ പറയാം. അതായത് ഈ പായസം ഒരിക്കൽ കുരങ്ങന്മാർ, നമ്മുടെ കുമ്പളിലുണ്ടല്ലോ ഇഷ്ടംപോലെ കുരങ്ങന്മാർ, ഈ കുരങ്ങന്മാരെല്ലാം കൂടെ കൂടി No, monkeys united. തേക്കടി കവല എവിടെയെങ്കിലും ഒരു കവലയിൽ പോയി നിൽക്കുമ്പോൾ അവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. Some people are cooking the ആ paisa. ഒരാൾ One person. കുരങ്ങന്മാരിലിങ്ങനെ വെള്ളം ഊരിക്കൊണ്ടിരിക്കുക. And all these monkeys are watching. ഇതിങ്ങനെ തിളച്ചിങ്ങനെ വെന്തുകൊണ്ടിരിക്കുക, വെന്ത് തിളച്ചു. Boiling. വലിയ കുരങ്ങന്മാർക്കറിയാം The big monkeys knew. ഇതിനകത്ത് കൈയിട്ടാൽ കൈ വെന്ത് പോകും. When you put the hand into that, they will get boiled. പക്ഷേ ഈ മണമെല്ലാം കയറി പെരുമാർക്ക് ഈ ആർത്തി കൂടി. The child monkeys, they get. അല്ല, ചൈൽഡല്ല, ചൈൽഡ് സാരമില്ലടോ, ഈ പ്രായമുള്ളവർക്കായി പ്രശ്നം. അതാ ഈ ചൈൽഡൊക്കെ പിന്നെ മര്യാദക്കാരാ. ആ വായിരേ പറ. The adult monkeys. എല്ലാം ചൈൽഡിൻ്റെ പുറത്തല്ലേ കുതിര കയറുന്നത്. ഞങ്ങളെല്ലാം പൂർണ്ണരും ബാക്കി ചൈൽഡുകളാണ് കേട്ടോ മക്കളെ. നിങ്ങളെ ഈ പരുവത്തിലാക്കുന്നത് ഞങ്ങളെപ്പോലുള്ള സീനിയേഴ്സാണ് ഈ തോന്നിവാസം കാണിക്കുന്നത്. എന്നിട്ട് പിള്ളേരെ കുതിര കയറുക. ശരി പറഞ്ഞു. They are upon the children now. അപ്പോൾ ഈ വലിയ കുരങ്ങന്മാരെന്ത് ചെയ്യും? These adult ഈ ആർത്തി കയറിയിട്ട് because of this curiosity. യവന്മാർക്ക് ഇത് തിന്നാൻ അറിയും, പക്ഷെ അറിവുണ്ട് കൈയിട്ടാൽ ബന്ധു പോകുന്നറിയാം. And they knew that if you put the hand, it will get. അതുകൊണ്ട് എന്ത് ചെയ്യും? And what they will do? അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പം At the end, വലിയ കുരങ്ങൻ the big monkey കൊച്ചു കുരങ്ങൻ്റെ കൈ അങ്ങോട്ട് പായസത്തിനകത്തിട്ടു. put the young monkey and put his hand inside. എന്നിട്ട് താൻ ഒരു നക്കങ്ങാക്കി. He just licked it അതാണ് ഈ പരിജ്ഞാനം ഇല്ലെന്ന് പറയുന്നത്. because he didn't understand. പക്ഷെ കൊച്ചു കുരങ്ങനെ ഇതറിയത്തില്ലല്ലോ. The little monkey don't know this. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, If I ഞാൻ ചുള്ളിയോടിരിക്കുമ്പം when I was in Chullu, അവിടെ കുരങ്ങന്മാർ ഭയങ്കര ശല്യം. ഞാൻ എന്ത് നട്ടാലും ഇവന്മാർ വാഴക്കൊലയിൽ അടിച്ചോണ്ട് പോകും. the monkeys used to take away the bananas. അവസാനം ഞാൻ ഒരാളുടെ നിന്നൊരു ഗണ്ണ് വാങ്ങിച്ചു. I bought a gun from ഈ the person. ഇതുണ്ടല്ലോ, എയർ ഗൺ. I got a air gun. ആദ്യം ഞാൻ എനിക്ക് പരിചയമില്ല, ഞാൻ വെടിവെച്ചു. I just fired at them. കുരങ്ങന്മാരൊക്കെ ഒരടി അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ് പോകുന്നത്. And just monkeys are going just a little അപ്പോൾ bit away. ഗണ്ണ് എന്നാണ് ശരിയായിട്ട് പ്രാക്ടീസ് വേണമെന്ന് പറഞ്ഞു. And he told that you have to practice. അപ്പോൾ ഞാൻ ഒരു ഹോളുണ്ട്, In the top I have a അവിടെ ഒരു ഡോട്ട് വരച്ചിട്ട് I put a dot there.
ഒരാഴ്ച കൊണ്ട് ഞാനത് പ്രാക്ടീസ് ചെയ്തെടുത്തു. I was practicing. കൃത്യമായിട്ട് അടിക്കാൻ പഠിച്ചു. I understood how to make a സ്പോട്ടിൽ അടിക്കാൻ ഞാൻ ട്രെയിൻ ചെയ്തെടുത്തു. to fire exactly at the spot. ഞാൻ ഈ കുരങ്ങന്മാർ വരുമ്പോഴേ When the monkeys come, ഈ തോക്ക് കാണിക്കുമ്പോഴേ വലിയ കുരങ്ങന്മാരുടെ ഓടും. when I show this gun, the big monkeys will run. പക്ഷെ കൊച്ചു കുരങ്ങന്മാരിങ്ങനെ വായും പൊളിച്ച് ചോദിക്കും, ഇതെന്തുവായി കാണിക്കുന്നത്? Small monkeys will just, അവർക്ക് അറിയത്തില്ല ഇതുകൊണ്ട് കാണുന്നു. ഇതുവരെ അടി കൊണ്ടിട്ടില്ല. they don't know what it is. ഇതുവരെ അടി കൊണ്ടാത്തതുകൊണ്ട് അവർക്ക് നോക്കുമ്പോൾ ഇത് പുതിയ സംഭവം. Because they don't ഞാനവരെ അടിക്കത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നിഷ്കളങ്കരാണ്. because they are innocent. പക്ഷേ ഇതിനെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വലിയവന്മാരെ വേണം കൊടുക്കാൻ. The big monkeys has to get them. ഇതൊട്ട് ചാകത്തുമില്ല, ഒരടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊക്കോളും. വേദന കൊണ്ട് അലറിക്കൊണ്ട് പോകും. Just run away. അങ്ങനെ പിന്നെ കുരങ്ങന്മാർ വരാതായി. And the monkeys will not അപ്പോൾ ഈ അറിവ് ഈ വലിയ കുരങ്ങനുണ്ട്. this knowledge, the കൈ വെന്തു പോകുന്ന അറിയാവുന്നതുകൊണ്ട് you know this hand will bang. കൊച്ചു കുരങ്ങൻ്റെ കൈ ഇട്ടുകൊണ്ട് പായസം You put the small monkey's hand inside the food, നാക്കിലിങ്ങനെ നക്കിയപ്പോഴേ just lick it, കൊച്ചു കുരങ്ങന് വേദന കൊണ്ട് പൊളിയാണ്. because the small monkey has, അവൻ അറിഞ്ഞോ അറിയാതെ അവൻ്റെ നഖം ആ നാക്കിലോട്ട് അങ്ങ് അള്ളി പിടിച്ചിട്ട് ഒരു മാന്തങ്ങ് മാതി. when it actually put his fingers and take his tongue out. വലിയ കുരങ്ങിന് എത്ര ദിവസം പോകണം ഇനി ഭക്ഷണം കഴിക്കാൻ? Also the big ഈ monkey, വലിയ കുരങ്ങന്മാരായ നേതാക്കന്മാർ വിചാരിച്ചോണം, കൊച്ചു കുരങ്ങന്മാരെ നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ നിന്റെ അണ്ണാക്ക് കീറിപ്പോവും, നാക്ക് കീറിപ്പോവും. അറിയാതാണേലും മറ്റുള്ളവർ നാളെ നിനക്കെതിരായി മാറും. leaders should understand that if you use the young people, ഇഞ്ഞുകൊണ്ടായിരിക്കില്ല. not because you are knowing it, ചിലർ അറിഞ്ഞുകൊണ്ടും ചിലർ ഈ പറഞ്ഞ പോലെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. some people is knowing and some people is അത് unknowing. നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് Even we also ഈ understand മതം പ്രചരിപ്പിക്കുന്ന നടത്തി വേലക്കാരോട് ഞങ്ങൾ അംഗീകരിക്കാത്തത്. the people preaching the religion, I will not join. അത് കുറച്ച് പേരൊക്കെ അറിയത്തുള്ളൂ. Only some people, പലരും ഒന്നും അറിയാതെ പോവുകയാണ്. many people don't know. പലർക്കും ഒന്നും അറിയത്തില്ല. Many people don't know this. അവരിങ്ങനെ ഒരു ഒഴുക്കിൻ്റെ കൂടെ പോകുന്നത് മാത്രമേ ഉള്ളൂ. Just go with the crowd. പക്ഷേ ജീവനുള്ള മീനെ But the life, ഒഴുക്കിനെതിരെ എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും. it will go against the, അതുകൊണ്ട് പ്രായമുള്ളവരും even the old people. ഇച്ചിരി ഓവർ ബുദ്ധിയുള്ളവരും Some people could കൊച്ചു കുരങ്ങന്മാരുടെ കൈ മിസ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കരുത്. they want to misuse the hand. അവസാനം നിന്റെ നാക്ക് കീറിപ്പോകും. But afterwards, your tongue will be ഇത് ഓർമ്മയിലിരിക്കട്ടെ. അത് രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, even the political. സഭാ നേതാക്കന്മാരായാലും പെന്തിക്കോസിലെ പാസ്റ്റർമാരും വളരെ ജാഗ്രതയായിരിക്കണം. You have to be very careful. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ Here we read, കർത്താവിനെ അവർ പടകിൽ കയറ്റി. they bring Jesus. നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. We have examined whether Jesus is ആ, on board. അതിന് മുമ്പായിട്ട് നമ്മൾ മറ്റൊന്ന് ചിന്തിച്ചല്ലോ. We have examined ഇപ്പം some, വിഷയങ്ങൾ മാറി വരുന്നതിൻ്റെ കാരണം because the things are coming. ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല പ്രസംഗിക്കുന്നത്. I'm not speaking according to. എനിക്ക് വേണം ഓരോ വിഷയം കൃത്യമായിട്ട്. ഞാനിവിടെ ഇസ്രായേൽ യുദ്ധത്തിന് കണ്ടില്ലേ, കൃത്യമായിട്ട് 2 മണിക്കൂർ വിഷയം മാത്രം പറഞ്ഞു പോയത് കണ്ടില്ലേ. I was just speaking about. പലപ്പോഴും അങ്ങനെ സംസാരിക്കാം. പക്ഷേ ഇരിക്കുന്ന ആളിൽ വ്യത്യസ്തമായതുകൊണ്ട് When the peoples are here, ഇവർക്കെല്ലാം ആവശ്യമായ ആലോചനകൾ കൊടുത്തു വിടേണ്ടത് ആളുണ്ട്. always to give a counsel for അത് പരിശുദ്ധാത്മാവിനറിയാം. the God, the Holy അപ്പോൾ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറും. So the topic will. നിങ്ങൾക്കുള്ളത് നിങ്ങൾ എടുക്കുക. Whatever you need, നിങ്ങൾ എടുത്ത് തൃപ്തരായെങ്കിൽ if you get satisfied, സ്ഥലം വിട്ടോണം. ഏതാ just go. പിന്നെ നിങ്ങൾ ഇരുന്ന് മുഷിയേണ്ട ആവശ്യമില്ല. No need to be get. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ You go to the supermarket. നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തിട്ട് Whatever things you need, you take. അവിടെ വരുന്നവരെല്ലാം എടുത്തതിന് ശേഷമല്ലല്ലോ പോകുന്നത്. Not you are waiting for all. അതുകൊണ്ട് എനിക്ക് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ അവസാനം വരെ പ്രസംഗം കേട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. I don't want it. പക്ഷേ എനിക്ക് ലീഡിങ് കിട്ടുന്നിടത്തോളം ഞാൻ പ്രസംഗിക്കും. As long as I get a leading from the Holy കേൾക്കാൻ Spirit, ചെവിയുള്ളൊരു കേൾക്കണം, അല്ലാത്തൊരു അവരുടെ ആവശ്യം കഴിയുമ്പോൾ എഴുന്നേറ്റ് പൊക്കോണം. അതിന് ഒരു തടസ്സങ്ങളും ഇല്ല. പക്ഷേ നിങ്ങൾ ചിലർക്ക് വേണ്ടി but some of you people, ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള സമയം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. I don't want to waste other people's time. അത് ഫ്രീ ഉണ്ടല്ലോ. You have the. നിങ്ങളുടെ ആവശ്യം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പൊക്കോണം. Once you get your food, പിന്നെ ഇരുന്ന് മുഷിയാൻ പോരുത്. don't to ഈ be, മുഷി വരുന്നതിൻ്റെ കാരണം നമുക്കതുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. because we don't have the connection with the topic. കഥകളി കാണാൻ പോകുന്നവന് When you go to the Kathakali dance, പണ്ട് ഞാൻ എന്നെ വിളിച്ചുകൊണ്ടിരുത്ത് കഥകളിക്ക് പോയി. I also went with some person Kathakali. മങ്കമ്പ് അത് ഞങ്ങൾ നെടുമുടിയിൽ ഷോപ്പൊക്കെ ഉള്ള സമയത്താണ്. When we have the shop in Nettumudi, എൻ്റെ കൂട്ടുകാരൻ ഒരു ശശിധരൻ my friend Shashidharan, നായരാണ്. he's a Nayak. അവന് ഞാൻ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. We were very good friends. അപ്പം ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ So before this, ഇങ്ങനെ ചില സ്ഥലത്ത് ടൂറിന് പോകും, സിനിമയ്ക്ക് പോകും, പിന്നെ ക്ഷേത്രങ്ങൾ 1-2 ഉത്സവത്തിന് ഇവനെ വിളിച്ചുകൊണ്ട് പോയി. we used to go to this kind of. കഥകളി കാണാമെന്ന് പറഞ്ഞു. And we go to the Kathakali. എല്ലാം പറഞ്ഞു ശരിയാ, കാണാനേ എനിക്കറിയത്തുള്ളൂ. I only know to see that. ഇവിടെ കഥകളിക്കാർ നിന്നുകൊണ്ട് When the Kathakali peoples, ഇങ്ങനെ കാണിക്കുന്നു. they will show some. നമ്മൾ കേട്ട് നമ്മളെ കൊച്ചിനെ കാണിക്കുന്ന പോലെ ഇരിക്കും. We will like that mocking us. ആദ്യം എനിക്ക് ദേഷ്യം വന്നു. In the beginning, ഇവിടെ ഇത് കാണിക്കാനാണ് ഇവൻ എന്നെ കൊണ്ടുവന്നത്. why he is bringing his to be me? നോക്കണം. ഇവൻ ഇച്ചിരിയൊക്കെ അറിയാം, മുദ്രയൊക്കെ കുറിച്ച് അറിയാവന്. He knew the mudra. ഇവൻ വളരെ ആസ്വദിച്ചിരിക്കുക. He was just enjoying that. ഞാൻ പിന്നെ എൻ്റെ സമയം കളയാൻ വേണ്ടി To waste my time, ഞാൻ ഏതായാലും സമയം ഉണ്ടല്ലോ. I have the ഈ time. കഥകളിക്കാരൻ്റെ ഇവിടെ പച്ചക്കുത്തുണ്ട് കുറേ, 2 സൈഡും ഇങ്ങനെ The പച്ചക്കുത്ത്. person has some green dots in the face. എന്നാൽ ഇതൊന്ന് എണ്ണി തിട്ടപ്പെടുത്താം എത്ര ഉണ്ട്. I just count that green dot. അപ്പോൾ ഞാൻ ഈ പച്ചക്കുത്ത് ഇങ്ങനെ എണ്ണാൻ നോക്കും. I was trying to
count the dots, 5-8 ഉണ്ട്. 5-8 things are there. ഞാൻ 1, 2, 3 എണ്ണുമ്പോൾ ഇങ്ങനെ മാറ്റിക്കളയും. Once you read 2 or 3, then you will change. ഞാൻ ആ 2-2.5 മണിക്കൂർ ഇരുന്നുകൊണ്ട് ഇങ്ങേരുടെ പച്ചക്കുത്ത് കാണാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് നടന്നില്ല. I was waiting to completely count that. അതുകൊണ്ട് നിങ്ങളും സഭായോഗത്തിനും മീറ്റിങ്ങിനും പെന്തക്കോസ്തി വരുന്നത് When you come to the service, സഭാ ശുശ്രൂഷകരുടെയോ വിശ്വാസികളുടെ പച്ചക്കുത്ത് എണ്ണാൻ വേണ്ടി ആരും പ്രിയപ്പെട്ടവർ വരരുത്. വെറുതെ സമയം കളയാവുന്നുള്ളേ ഉള്ളൂ കേട്ടോ. അതുകൂടെ പറഞ്ഞേക്കാം. you will waste the time. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, After that, I have to ask, എൻ്റെ ശശി നീ ഉള്ളവരെ ആസ്വദിച്ച് കണ്ടല്ലോ, എനിക്കൊന്നും മനസ്സിലായെന്ന് പറഞ്ഞു. you enjoyed seeing this? അതോട് തനിക്ക് മുദ്ര അറിയാൻ വേണ്ടിയിട്ടാണ്. Because you didn't know the mudra. അപ്പോൾ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും അതുമായിട്ടൊരു ബന്ധം നമുക്ക് വേണം. Whenever you go, you need to have a connection with that thing. ഇപ്പോൾ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലല്ലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. Even though ഞാൻ യേശു പടയിൽ കയറി അങ്ങനെ ചെയ്തിങ്ങനെ 3 ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ആത്മീയർക്ക് ഇച്ചിരി മനസ്സിലാകും, അല്ലാത്തവർക്കൊന്നും മനസ്സിലാകാനാണ്. other people don't understand, you can say that Jesus comes into the boat. ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ സന്തതികൾ നിങ്ങളോട് ചോദിക്കുന്നത്, യഹോവ ഒരു ഗോത്രത്തിൻ്റെ ദൈവമാണ്, അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം. Tribal God. കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. Because you're not explaining it. നിങ്ങളുടെ കിട്ടുന്ന കാശ് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് പലരും നിൽക്കുന്നത്. Because you just want your money. ഇവിടെ ജനത്തെ പഠിപ്പിക്കേ, You have to land the people. ജനത്തെ വിഷയം പഠിപ്പിക്കേ. You will teach the people. തിരുവല്ല കൺവെൻഷൻ പാസ്റ്റർ MT തോമസ് പറഞ്ഞ പോലെ ഇവിടെ അനുഭവങ്ങളും അതിനും അറിയാവുന്നവൻ പഠിപ്പിക്കും. You just teach. വലിയ പ്രസംഗവും വേളം ഉണ്ടാക്കാതെ പഠിപ്പിക്കുമ്പോൾ സമയമെടുക്കും. Just teach. But ശാന്തമായി ടീച്ച് ചെയ്യുമ്പോൾ സമയമെടുക്കും. you will teach in quietness. It will take കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കും, whoever wants to listen, they can listen. അല്ലാത്തവർ എഴുന്നേറ്റ് പോയിക്കോട്ടെ. Otherwise, they can go. അതല്ലേ എൻ്റെ ശരി. That is what അതുകൊണ്ട് കേൾക്കാൻ താല്പര്യമുള്ളവരും പഠിക്കാൻ താല്പര്യമുള്ളവരും ഞങ്ങൾക്ക് മുഖ്യം. we want the people who want to land. അവരെന്ത് ചെയ്യും? ഞങ്ങൾ പോയാലും Even though we go, നിങ്ങളെ അവർ പുറകെ they പഠിപ്പിച്ചോളും. will teach you. അതുകൊണ്ട് ഞങ്ങൾ സമയമെടുക്കും. It will take some time അറിയാവുന്നവർ സമയമെടുക്കും. to understand. You അനുഭവങ്ങളോട് പറയുമ്പോൾ അതിന് കൂടുതൽ സമയം എടുക്കേണ്ടി വരും. take time when we speak with the experiences. അതുകൊണ്ട് അത് സമയമൊന്നും ഇവിടെ വിഷയമാകത്തില്ല. So the time is not a matter. ഇതൊരു പീരീഡേ ഉള്ളൂ. It is just a small period. ചിലർ സഭായം നടത്തുന്ന കണ്ടിട്ടില്ലേ, Some people doing service. സമയം നോക്കിക്കൊണ്ടേയിരിക്കും. They will take watching the watch. 10:30 Till 30. ഇനി 1 മണിക്കൂർ സാക്ഷി. 1 hour for testimony. എന്തോ സാക്ഷി പറയാൻ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോയി സുവിശേഷം അറിയിക്കും, പ്രാർത്ഥിക്കും, ആത്മാക്കളെ നേടും, ഇതെല്ലാം സാക്ഷി പറയും. ഇപ്പം എന്തോ സാക്ഷി പറയാനാണ്. What testify this time? പിന്നെ സാക്ഷി പറഞ്ഞില്ല സ്വർഗത്തിൽ പോകത്തില്ല If you are not saying testimony, you will not go to. എന്നും പറഞ്ഞുകൊണ്ട് ഫോഴ്സ് ചെയ്യുമ്പോഴേ നടത്തിപ്പുകാർ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എഴുന്നേറ്റ് സാക്ഷി They കൊടുക്കും. will force and they will do the testimony. അപ്പോഴും 1/2 മണിക്കൂറേ ആയുള്ളൂ. Then only ഇനി 1 മണിക്കൂറുള്ള സാക്ഷിയുണ്ട്. 1 hour also testimony. ഇങ്ങനെ വെറുതെ സമയം കളയാവുന്നല്ലേ ഉള്ളൂ. They will waste the time like this. പിന്നെ 1 മണിക്കൂർ കൃത്യമായിട്ട് പ്രസംഗിക്കണം. 1 hour he has to preach. ഇത് നിങ്ങളുടെ ചിലരുടെ മെത്തേഡ്. It is your method. അതങ്ങനെ ചെയ്തു. You have to do like this. അതുകൊണ്ട് ആത്മാവിൻ്റെ ലീഡിങ്ങിലും അറിയാവുന്ന വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടെ കയറി കൊത്താൻ വരരുത്. If you are under the direction of the Holy Spirit, അത് നിന്റെ ജോലിയല്ല. നിനക്കുള്ള നീ ചെയ്യും, എനിക്കുള്ള ഞാൻ ചെയ്യാം. it's not your work. അതാണ് ശ്രദ്ധിക്കേണ്ടത്. That you have to understand. അവിടെ കസേരയുടെ ബലത്തിലും Because of the position, സീനിയോറിറ്റി ബലത്തിലൊക്കെ പറയാൻ പോയാൽ the seniority, അത് അപകടമാണെന്നാണ് ഞങ്ങൾ ഈ പറയുന്നതിൻ്റെ കാരണം. it will be a disaster. ദൈവത്തിൻ്റെ സ്തോത്രം. Praise be to God. കുമളിയിൽ വീണ്ടും ഒരു സമയം കൂടെ വരാൻ ടൈമില്ല. I don't have time to come back to Kumli. ഇനിയിപ്പോൾ എത്രയോ സഭകളിൽ പോകേണ്ടതായിട്ടുണ്ട്. I go to many churches. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കുള്ള സമയങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ തരുന്നെങ്കിൽ If I am giving your food, അത് അറിയാവുന്നവർക്കറിയാം. if you ഇതകത്ത് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ if there is no software in ഞാൻ കഥകളി കണ്ടതുപോലെ നിങ്ങൾക്ക് പോകാനൊക്കത്തുള്ളൂ. like I see that നിങ്ങൾ പിന്നെ ആത്മീയ വചനങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടി വരത്തില്ല. you have to understand the spiritual things. പ്രസംഗിക്കുന്നതിൻ്റെ പച്ചക്കുത്തെണ്ണാൻ നോക്കും, Only they count the dots of, ഇല്ലെങ്കിൽ പാട്ട് പാടുന്നവരുടെ സൗന്ദര്യം നോക്കാൻ പോകും, and they will go to the, ഇല്ലെങ്കിൽ സാക്ഷി പറയുന്നവൻ്റെ ക്രമക്കേട് കേൾക്കാൻ പോകും. and they will do the testimony people. ഇതിനാ ചിലർ വരുന്നേ. That's why people's coming. അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? What we can do. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്നാൽ മുദ്ര അറിയാവുന്നവൻ When the people know that 2.5 മണിക്കൂർ ആ കഥ മുഴുവൻ കേട്ട് ആസ്വദിച്ചിട്ട് after learning all this 2.5 hours, അവൻ എന്നോട് കഥ പറഞ്ഞു തന്നു. and he will taught me the story. ഇത് കീജവധം മറ്റേ വധം എല്ലാം സിനിമാ കഥ പറയുന്ന പോലെ പറഞ്ഞു തന്നു. Spoken about many. അവൻ ആക്ഷനിൽ ഇതെല്ലാം പഠിച്ചു. He knew the actions. അപ്പോൾ അറിയാവുന്നവരിത് ഗ്രഹിക്കുക, അല്ലാത്തവരിത് ബുദ്ധിമുട്ടായിട്ട് വരും. The people who understand will understand this. വചനങ്ങൾ അറിയാവുന്നവർക്ക് ഇത് കേൾക്കെ വളരെ ആവേശം വരും. If you know the word of God, you will get curiosity. അതുകൊണ്ടല്ലേ നമ്മൾ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ പ്രസംഗിച്ചാലും Even though we preach for 2 or 2.5 hours, എത്രയോ മനുഷ്യർ വെളിയിൽ കേൾക്കുന്നു. many people are hearing that. അവരത് അനുഗ്രഹമായിട്ട് പ്രാപിച്ച് തിരിച്ചു വിളിക്കുന്നു. They are calling back by their നിങ്ങളിൽ പലർക്കും പ്രയോജനപ്പെടുന്നുണ്ട്. You are also getting blessed by ചിലർക്ക് ഇത് മനസ്സിലാകുന്നില്ല. Some people don't understand this. അതുകൊണ്ടാണ് Because ഈ അകത്ത് ആ സോഫ്റ്റ്വെയർ വേണം. we need to software പുതുതായി ജനിക്കുക, being born, വെള്ളത്താലും ആത്മാവിലും ജനിക്കുക. being born of God. അവർക്കിത് അനുഗ്രഹമായിട്ട് മാറും, അല്ലാത്തവർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് വരും. These people will get blessed. അതാണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെ വാക്കുകൾ പലർക്കും ഇടർച്ചയായി മാറി, കാരണം ഗ്രഹിക്കുന്നില്ല. The word of God becomes an hindrance for many. അവർ പലരും വിട്ടുപോയി. Many people left Jesus. ഇവിടെ നമ്മൾ വായിച്ചല്ലോ, Here we see ആ നല്ല സ്ഥലത്താണ് നട്ടത്. God is put us in a very, യെശയ്യാ 5-ാം അധ്യായത്തിൽ ഫലവത്തായ കുന്നിന്മേലാണ്. it is in a good mountain.
ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. It's a very blessed. ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു മാർഗം തന്നെയാണ്. It's an excellent congregation in the world. ഇവിടുത്തെ സിസ്റ്റവും നടത്തിപ്പും എല്ലാം വളരെ ശ്രേഷ്ഠമാണ്. The system and പക്ഷെ എന്തുകൊണ്ടാണ് ഇതിൽ പലരും ഈ പറഞ്ഞ പോലെ കാട്ടുമുന്തിരിങ്ങ കഴിക്കുന്നത്? why many people are giving sour fruits? വൈൽഡ് ഗ്രേപ്സ്. Wild grapes. വൈൽഡ് ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ Wild grapes mean എലീശയുടെ കാലത്തിൽ in the time of Elijah, എല്ലായിടത്തും ക്ഷാമമാണ്. there is famine. ദേശം മുഴുവൻ ക്ഷാമം, Famine everywhere. ഭക്ഷണമില്ല. There is no food. അപ്പൊ എലീശയുടെ ശിഷ്യന്മാര് What Elijah says. ഭക്ഷണം ഉണ്ടാക്കാൻ പോയി. They went for the food. കാട്ടിൽ പോയി തപ്പി എന്തെങ്കിലും കിട്ടുമെന്ന്. They searched for the അപ്പോൾ മലയാളത്തിൽ വായിക്കും പേച്ചൂര എന്നാണ്. പേച്ചൂര there's some wild thing. ഏതോ ഒരു സാധനം കണ്ടെന്നാ പറഞ്ഞത്. The wild green thing. അതിന് ശരിയായ ട്രാൻസ്ലേഷൻ കൊടുക്കാൻ പറ്റാതെ കൊണ്ടാണ് അങ്ങനെ എഴുതിയത്. They just made this like ഇംഗ്ലീഷിൽ വൈൽഡ് ഗ്രേപ്സ് എന്നാണ്. wild grapes. കാട്ടുമുന്തിരിങ്ങ കണ്ടു. അപ്പൊ പായസത്തിന് മുന്തിരിങ്ങ വേണമല്ലോ. They need some പായസത്തിന് മുന്തിരിങ്ങ വേണം. so they need the grapes. അപ്പൊ ഇവൻ ചെന്നപ്പോ മുന്തിരിങ്ങ ഇങ്ങനെ കായ്ച്ചു കിടക്കാണ് കാട്ടില്. See the grapes. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. The disciples said the God is prepared for us. കാട്ടുമുന്തിരിങ്ങ കണ്ടിട്ടുള്ളവർ കൈയുർത്തിക്ക്. കാട്ടുമുന്തിരി കണ്ടിട്ടുള്ളവര് ഞാൻ കണ്ടിട്ടുണ്ട്. I have seen the wild grapes. ആലപ്പുഴ കഴിഞ്ഞ് പോകുമ്പോൾ In after അവിടെ പാതിരാമണൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. there's a place called Padiramana. ഒരിക്കൽ ഞങ്ങളെ ഒരു സഹോദരൻ അവിടെ കൊണ്ടുപോയി. One brother has brought me there. ഒരു വിശ്വാസി സഹോദരൻ One believer brother. ഞങ്ങളോട് നിൽക്കുമ്പോൾ When I was there, ഒരു സ്പീഡ് ലാഞ്ചിങ് കൊണ്ടുവന്നു. there is a സ്പീഡ് ബോട്ട്. ഞങ്ങളുടെ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ പാസ്റ്റാന്ന് മനസ്സിലായി. When they look at us, they രണ്ടുമൂന്ന് വിശ്വാസികളുണ്ട്. some of the believers with us. സ്വത്രം പറഞ്ഞു വന്നു. They just went അദ്ദേഹം ഒരു ഈടോ ബാഗ്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സഹോദരനാണ്. saved from a Indian background. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഇടപെട്ടു. Very happy. ഞാൻ ചെന്താ പണി He asked what? ടൂറിസ്റ്റുകളെ അക്കരയ്ക്ക് കൊണ്ടു അല്ലെങ്കിൽ ആ പാതിരാമണൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. He has taken tourists to the other side. ഞാൻ പറഞ്ഞു അവിടെ എന്താ ഉള്ളത്? And he asked why. ഒരുപാട് ഔഷധ ചെടികളുണ്ട്. Many herbs are there. പല പൂർവികമായ പല ഔഷധ ചെടികളുണ്ട്. Ancient herbal plants. വേറൊന്നും അവിടെ ഇല്ല. There is nothing there. നമുക്ക് പോകാമെന്ന് പറഞ്ഞു. And he brought us also. ശരി, പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ബോട്ടെ കയറി. We also went in the boat. എന്നോട് പാസ്റ്ററിനെ ഓടിക്കാൻ പറഞ്ഞു. And he asked me to. ഞാൻ പറഞ്ഞു എനിക്ക് പ്രാക്ടീസ് ഇല്ല. I don't have the. അത് ഞാൻ ഏറ്റു. I will teach you. പുള്ളിക്കാരനെ കൊണ്ട് അത് കുറെ പരിശീലിപ്പിച്ചു. And he trained me. പിന്നെ ഞാൻ നല്ല സ്മാർട്ടായിട്ട് ഓടിച്ചു പോയി. And with the smartness I ride. പാതിരാമണലിൽ ചെന്നു. I went to the Padiramanal. ഞാൻ നോക്കി മുന്തിരിങ്ങ. Those are grapes. ഞാൻ ചോദിച്ചു ഇതെന്തുവാ? I asked what it is. അത് കാട്ടുമുന്തിരിങ്ങയാണ്. These are wild grapes. എനിക്ക് വലിയ സന്തോഷം തോന്നി. I'm very happy. പറിക്കാൻ പാടില്ലെന്നാ പറഞ്ഞ്. Because he told me. പിന്നെ പാസ്റ്റർക്ക് വേണമെങ്കിൽ പറിച്ചു തരാം. If you want, I will take it. ശകലം പറിച്ചു തന്നു. He just given little. ഞാനത് മൊബൈലിലെടുത്തു. I take it. അന്നാണ് കാട്ടുമുന്തിരിങ്ങ കാണുന്നത്. I have seen the നല്ല കറുത്ത ഒറിജിനൽ മുന്തിരി പോലെ ഇരിക്കും. It will look like a very black good grapes. കണ്ടാൽ അതുപോലെ തന്നെ. It will be same looking like this. ഇങ്ങനെയാണ് ശിഷ്യന്മാർ പോയി കാട്ടുമുന്തിരിങ്ങ പറിച്ചത്. The same way the disciples got the. പായസക്കലത്തിലിട്ട് They put it in the. ഒരു വലിയ സന്തോഷത്തോടെ വലിയ പായസം വെക്കാനായി തോന്നി. They are making very good food. പക്ഷെ ടേസ്റ്റ് ചെയ്തവന് മനസ്സിലായി Last when they tasted it, ഇത് മരണമാണ്, this is death. ഇത് വിഷമാണ്, There is a poison. കാട്ടുമുന്തിരിങ്ങ. There is wild grapes. അവർ വിളിച്ചു പറഞ്ഞു അയ്യോ മരണം മരണം മരണം, They കലത്തിനകത്ത് മരണം. shouted death in the അതുകൊണ്ടല്ലോ അപ്പസ്തോലത്തിലേതാ 2 രാജാക്കന്മാർ in 2 Kings 4-ാം അധ്യായം ഇതിലാ 4th chapter. 4:40 അവസാനമായില്ലേ കലത്തിൽ. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു. നോക്കണം 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ In 2 Kings 4:40. അവർ പായസം കുടിക്കുമ്പോൾ വായിച്ചേ. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു ദൈവപുരുഷനായുള്ളവേ കലത്തിൽ മരണം. കലത്തിൽ മരണം. There is death in the pot. ഇത് അറിഞ്ഞുകൊണ്ടാണോ? Knowing this? അല്ല. ഇതുപോലെയാണ് പ്രിയരെ ഈ പരിജ്ഞാനമില്ലാത്തതും കാട്ടുമുന്തിരിങ്ങ ഏതാ നല്ല മുന്തിരിങ്ങ ഏതാ തിരിച്ചറിയാത്തതും കൊണ്ട് Because people don't have the understanding. കണ്ടാൽ ഒരുപോലിരിക്കും. It will be same looking. പക്ഷെ എങ്ങനെ അറിയാം? How we can understand? ഇല അതിന്റെ ഇലകൾക്ക് The വ്യത്യാസമുണ്ട്. leaves are different. ആ ഇലകളുടെ വ്യത്യാസം അറിയാത്തവർ The difference of the leaves. ഇത് പറിച്ചിട്ടാൽ കലത്തിൽ മരണമുണ്ടാകും. If you put it inside the pot. ഇതാണ് സുവിശേഷ വേലക്കാർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. Even the workers has to അത് understand. സെൻട്രൽ പാസ്റ്റർ ആയാലും അസിസ്റ്റന്റ് പാസ്റ്റർ ആയാലും ചെറിയാങ്കുഞ്ഞിനെ പോലുള്ള ലോക്കൽ പാസ്റ്റർ ആയാലും ശരി, ഉപദേശിമാർക്ക് ഈ തിരിച്ചറിവില്ലെങ്കിൽ അവർ ചെയ്യുന്ന ശുശ്രൂഷ കൊണ്ട് കലത്തിൽ സഭയ്ക്ക് മരണമാണ് ഉണ്ടാകുന്നത്. These pastors has to discern this. ഇത് പറയുന്നത് ഞാനൊരു വ്യക്തിയെ ഉപദേശമല്ലോ, It's not about ഇത് പല അനുഭവങ്ങളുണ്ട് പറയുകയാണ്. because of very experience. ചിലരങ്ങനെ അറിയാതെ തന്നെ വഞ്ചിക്കപ്പെട്ട് സുവിശേഷ വേല ചെയ്യുകയാണ്. Many people are getting deceived. അവർ ചെയ്യുന്നത് നല്ല ഉദ്ദേശത്തോടാണ് ചെയ്യുന്നെങ്കിലും Doing with a good heart. അവസാനം മരണമാണ് റിസൾട്ട്. At the end there will be. അതുകൊണ്ടാണ് പല സഭകൾക്കും നമ്മൾ കാണുന്നുണ്ട് That's why in many churches we see ചില സുവിശേഷ വേലക്കാരുടെ സുവിശേഷ വേലയ്ക്ക് അവസാനം in the end of some of അവർ മരണം ബദറിപ്പോകും. they are putting death അവർ ട്രാൻസ്ഫർ ആകുമ്പോഴും എന്ത് ചെയ്യും? before they get transferred. ട്രാൻസ്ഫർ ആകുന്ന സമയത്താൽ ഓടി കിടന്ന് വീടുകളിൽ പോയി മരണം ബദറിക്കൊണ്ട് പോകും. And before the transfer they go to the families and they put the death. നല്ല കാര്യം പറയാൻ അവർക്ക് അറിയത്തില്ല. They will not say the good. കാരണം അടുത്ത സമയത്തൂടെ ആ വേല നശിപ്പിക്കണം. They are going to destroy the
ministry. അതുകൊണ്ട് അവർ മാറ്റമായി കഴിഞ്ഞാൽ വിസിറ്റിങ്ങിന് പോകக்கூടാതെന്നാണ്. After the transfer, they should not go the visiting. പക്ഷേ ഈ മരണത്തിൻ്റെ ശുശ്രൂഷ വഹിച്ചിരിക്കുന്നവർ When they do the ministry of മാറ്റമായാലും എന്ത് ചെയ്യും? even though വിശ്വാസികളുടെ വീടുകളൊക്കെ പോയി they will go to the families, ഇനി ഇരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് they will tell bad ആ ശുശ്രൂഷയിൽ പോലും അവരുടെ മനസ്സിനെ കെടുത്തി കളയുന്നവരുണ്ട്. they make their mind, ഇരിക്കുമ്പോഴും അതെ, even though when they are here, നോക്കണം, ഇതാണ് മരണം വിതറുന്നത്. this is how they are sharing. അപ്പം ഇതിനെ അനുവദിച്ചു കഴിഞ്ഞാൽ, If you allow this, ഇത് ശരിയായിട്ട് വിവരിച്ചു കൊടുത്തില്ലെങ്കിൽ if you are not explaining this, അവരും വഞ്ചിക്കപ്പെടും, നിങ്ങളും വഞ്ചിക്കപ്പെടും. even both of you, അല്ല, ഞാൻ കാരണം പിണക്കമുണ്ടായിട്ടല്ല, it's not I have the problem with it. ഞാൻ ആരോടും പിണക്കമുണ്ടായിട്ടല്ല. I don't have any conflict. ചില തെറ്റിദ്ധാരണകൾ, മുൻവിധികൾ. Some misunderstandings. ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരാൾ വന്ന് വളരെ വഴക്കുണ്ടാക്കി. In recent place of time, one person come to me and ഇവിടുത്തെ പ്രസംഗത്തിൻ്റെ കട്ട് ഷോട്ട് ഞാൻ ചെയ്ത് he made a cut short of one ഞാൻ message. തന്നെ വാട്സപ്പിൽ ഇട്ടെന്നാണ്. I put it in the WhatsApp. ഞാൻ പറഞ്ഞു വാട്സപ്പ് ഞാൻ ഉപയോഗിക്കാറില്ല, I don't use WhatsApp. അങ്ങനെ സംഭവം ഞാൻ ചെയ്തിട്ടില്ല, I never did that. എനിക്കറിയത്തുമില്ലായിരുന്നു. I don't know about this. പക്ഷെ പുള്ളി സമ്മതിക്കത്തില്ല. He didn't accept this. നമ്മുടെ ഒരു സഹോദരനാണ്, Some of our brother, പുള്ളിക്കാരനാണ്. so worker brother, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, I don't know. ഞാനങ്ങനെ ചെയ്യാറില്ല. എനിക്ക് നേരെയുള്ള കാര്യമുള്ളൂ, ആരോടും നേരെ പോയി പറയാമെന്നല്ല. ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വെക്കുന്ന പണിയൊന്നും എനിക്കില്ല. I will just speak face to face. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, I just told പറയാനുള്ള നേരിട്ട് പറഞ്ഞു, എൻ്റെ പ്രശ്നം തീർന്നു, എനിക്കിനി യാതൊരു പ്രശ്നവുമില്ല. I hope. I just, അങ്ങനെയല്ലേ ബൈബിൾ പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പോയി പറയുക. if you have a problem, just അത് വാട്സപ്പിൽ കൂടെയും ഫോണിൽ കൂടെ അല്ല പറയേണ്ടത്. not to the WhatsApp or the phone. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ പ്രശ്നം തീർന്നു. I told you, ഇനി നിങ്ങൾ ഏതെങ്കിലും ചോദിച്ചുകൊണ്ടാണെന്ന് എനിക്കെന്നാട്ട്, if you have that in your, അത് നിങ്ങളുടെ പോളിസി. that is your policy. എൻ്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് തുറന്ന് പറഞ്ഞു, എഴുതി തന്നു, ക്ലിയർ. I spoke to you very clearly, directly my problem, and it's clear. അവരപ്പടി சொன்ன ഇവരിപ്പടി சொன்னതെന്ന് എനിക്കത് കേൾക്കേണ്ട He ആവശ്യമില്ല. told like this, he told like this. എൻ്റെ കാര്യം എന്നോട് ചോദിക്കും, ഞാൻ പറയാം. If I have a problem, I will tell you. അപ്പോൾ നിങ്ങളിങ്ങനെ ഇട്ടു, ഞാൻ ഇട്ടില്ല, I didn't. അത് വിശ്വസിക്കത്തില്ല. He did not believe that. പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യമോ And some other. ഞാൻ പറഞ്ഞു, അതും എനിക്കറിയില്ല. I also don't. നിങ്ങൾ തന്നെയാണ് You are the only person. എന്ന് പറഞ്ഞു ചൂടാവുന്നു, He got angry ആക്ഷൻസ് എടുക്കുന്നു. and taking actions. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കേ, Please be there. ശാന്തമായിട്ടിരിക്കേ. Please be quiet. സാധിക്കുന്നില്ല. He couldn't understand. He couldn't do that. പിന്നെ ഒരാളെ കൂടെ വന്ന ഒരാളെ ആശ്വസിപ്പിച്ചു. The other person comforted him. ഇതൊക്കെ മനുഷ്യനല്ലേ. The human being. അപ്പോൾ നമ്മൾ ആ റൈറ്റ് വേ കൂടെ പോയില്ലെങ്കിൽ, If you are not going to the right way, ശരിയായ യാഗമല്ലെങ്കിൽ if you are the correct, കണ്ടമാനം കോപം വരും, കായിന് വരുന്ന പോലെ കോപം വരും. you will get the sacrifice. പിന്നെ കോപിച്ചിങ്ങനെ വിറപ്പിച്ചുകൊണ്ട് ഒരാളെ ഒതുക്കാൻ നോക്കുക, പാവങ്ങൾ ചിലപ്പം ഒതുങ്ങും, അല്ലാതെ ആരും ഒതുങ്ങും. Because of the angriness, you cannot make anyone subdue. ഇത് വല്ല ഈ കാലത്ത് വർക്കൗട്ട് ആവുമോ? It will not work out in this. അതിൻ്റെ എല്ലാം കാലം കഴിഞ്ഞ് ഇവർ അറിയുന്നില്ല. They don't understand that time. ഇന്നും ചിലർ ഭരിക്കുന്ന 1948 മുമ്പുള്ളതുപോലെ ജീവിക്കുന്നതാണ്. ഞാൻ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ്. People are thinking that we are living in before. അതും കഴിഞ്ഞപ്പോൾ 2000 കഴിഞ്ഞു, Now 2000 also. Y2K കഴിഞ്ഞു. Y2K also. ഇല്ലോ, ഇതൊന്നും ചിലർക്ക് അറിയത്തില്ല. People are understanding this. പഴയ മോഡലിലാണ് ഇപ്പോഴും പോകുന്നത്. They are going in the old model. എന്നിട്ട് മറ്റുള്ളവരെ ശപിക്കുക, They are cursing others. എന്നിട്ട് വാൺ ചെയ്യുക. They are warning others. അതൊന്നും ഈ കാലത്ത് സൂട്ടബിൾ അല്ല. It will not in this time. ചില കർത്താവ് പോലും മനുഷ്യന് കൊടുത്തിട്ട് ഇതാ ജീവനും മരണവും ഗുണവും ദോഷവും നിനക്ക് കിട്ടുള്ളൂ എടുത്തു. God has given both good and evil and asked him to choose. ഈ അടുത്ത സമയത്ത് The recent time. അമേരിക്കയിൽ നിന്നൊരു സഹോദരൻ എന്നെ വിളിച്ചു. One person from America called me. ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. I called him. കുറച്ച് നാളായിട്ട് നമ്മൾ കോണ്ടാക്ട് ഇല്ലെങ്കിൽ എനിക്ക് വലിയ ഹേമം തോന്നി, എന്തോ താനൊരു പരിശോധന കൂടെ പോകുന്നു, ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. I got a leading and I called him. തിരിച്ചെന്നെ വിളിച്ചു. And he called me back. അച്ഛാ ഞാൻ ആകെ തകർന്നിരിക്കുക. I am broken. നല്ല സഹോദരൻ. He very good person. ഞാൻ ചോദിച്ചു എന്തിനാ? What happened to you? എൻ്റെ 2 മക്കള് Two of my ആൺമക്കളാണ്. sons. അവരെന്നോട് ഭയങ്കരമായിട്ട് എതിരാണ്. They are against me. പപ്പ തെറ്റായ ഡയറക്ഷനിലൂടെ പോവുകയാണ്. And he told us that you are going in the wrong direction. ഈ ബൈബിളും അതിനുമൊക്കെ തെറ്റാണ്. The word of God is പപ്പായോട് ദൈവം സംസാരിക്കുന്നു പറഞ്ഞു, അത് തെറ്റാണ്, അങ്ങനെയൊന്നും സംസാരിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ സൈക്കോ പ്രോബ്ലമാണ്. just a psychological problem. നിങ്ങൾ ശരിയായ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. You have to show it to a psychiatrist. അങ്ങനെ സൈക്കാട്രിസ്റ്റ് ഒക്കെ നിങ്ങൾ ശരിയാകാതെ ഇനി ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോട് യാതൊരു ബന്ധവുമില്ല. I don't have any relationship with you. അപ്പം You go to a psychiatrist. ഈ സഹോദരനാണെങ്കിൽ This brother, സ്വന്തം അപ്പനും അമ്മയും his father, നല്ലൊരു മർത്തോമാ കുടുംബത്തിൽ നല്ല ക്രിസ്തീയ പാരമ്പര്യമുള്ള ഒരു ഭക്തിയുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. they are from a very good. അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും കാണപ്പെട്ട ദൈവങ്ങളായി ജീവിച്ചവരാണ്. They are very cautious people. അങ്ങനെ കണ്ട് ജീവിച്ചവരാണ്. Like this, പക്ഷേ മക്കള് ജനിച്ച് അമേരിക്കയിൽ പോയി but the people, ലോകജ്ഞാനം കയറി കഴിഞ്ഞപ്പോൾ they get the worldly knowledge. നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ്, He told that what you അത് സൈക്കോ പ്രോബ്ലമാണ്, psychiatric, അങ്ങനെ ദൈവം ഇല്ല, there is no God. ദൈവം ആരോട് സംസാരിക്കത്തില്ല, God will not speak to anybody. ബൈബിളെല്ലാം തെറ്റാണ്. What the word of God is wrong. എന്നാൽ ഈ പിള്ളേർക്ക് അറിയാവോ, But this, ഈ പറഞ്ഞ ഇവരുടെ അപ്പൻ this person, the ഈ father, പിള്ളേരുണ്ടാകുന്നതിന് മുമ്പാണോ എന്ന് എനിക്ക് സംശയം, before the people,
his sons. താനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് When he was studying in the Alappuzha Medical SFIയുടെ College, നേതാവായിരുന്നു. he was the chief of the SFI. SFI നമുക്കറിയാലോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ലേ. He is the communist അത് party. ദൈവമില്ലെന്നാണ് ആദ്യം കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിക്കുന്നത്, ഒപ്പിടുന്നത്. The first thing the communist people will say, ബേസ് അതാണ്. കാരണം ദൈവത്തിനെതിരാണെന്ന് വരുത്തി തീർത്തെങ്കിലേ ഈ ജനങ്ങൾ അവരെ വിശ്വസിക്കത്തുള്ളൂ. so this is the base of the. ഇതാണ് കമ്മ്യൂണിസത്തിൻ്റെ ബേസ്. This is the communism's base. ഇത് പിണറായി വിജയനും അച്യുതാനന്ദനും ഒന്നും ഉണ്ടാക്കിയതല്ല. Not ഇത് കാറൽ മാർക്സ് ഏംഗൽസ് ഉണ്ടാക്കിയതാണ്. Karl Marx and Engels. വിദേശികളുടേതാണ് കമ്മ്യൂണിസം. Communism is of the Western peoples. ചില പറയത്തില്ലേ ക്രിസ്തീയ മതം, ക്രിസ്തുമാർഗം വിദേശികളുടെയാണ്. The Christian religion is of the എടാ, ഇന്ത്യയിൽ ആരാ എന്താ സ്ഥാപിച്ചിരിക്കുന്നത്? What is Indians as എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? വളരെ കുറച്ച്. ഇപ്പോഴല്ലേ മറ്റതെല്ലാം യഹൂദനും വിദേശികളും അല്ലേ കണ്ടുപിടിച്ചത് മുഴുവനും. all the inventions from Jews and other people. അപ്പം നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. Whatever we need, we take. അപ്പോൾ എന്ത് ചെയ്തു? What they did. അങ്ങനെ അവിടെ നേതാവായി കളിച്ച് പ്രസംഗിച്ച് ഒരു ലവ് മാരേജും കഴിഞ്ഞ് പുള്ളിക്കാരൻ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. When he entered into the life after the politics. ജീവിതം കമ്മ്യൂണിസം അല്ലല്ലോ, ജീവിതം തന്നെയല്ലേ. The life is not communism. It is. പക്ഷെ തനിക്ക് ജീവിക്കാൻ ശരിയായിട്ട് മറന്നുപോയി. He couldn't live a proper life. കുടുംബജീവിതമായി When the family life comes. കുഞ്ഞുങ്ങളുണ്ടോന്ന് എനിക്കറിയില്ല. I don't know when he got. ആ സമയത്ത് That time താൻ വളരെ നിരാശനായി. he became depressed തൻ്റെ പ്രാക്ടീസ് എല്ലാം മുടങ്ങിപ്പോയി. and his practice has a problem. താൻ അപ്പോഴും ആ പഴയ SFIയുടെ ഇതുപോലെ ക്ലിനിക്കിൽ തുടങ്ങിയെങ്കിലും ഓട്ടോറിക്ഷക്കാരോടൊക്കെ സംസാരിച്ചിങ്ങനെ തമാശ പറഞ്ഞങ്ങനെ പോകുന്നതാണ് പുള്ളിക്ക് ഇഷ്ടം. When he started the clinic, he was just meeting with the auto people and he was just moving. ക്ലിനിക്കിൽ ആൾ വരുന്നില്ല. The people are not coming. ഒരുപക്ഷെ ദൈവത്താവുന്നതായിരിക്കും. Because of the പൈസയില്ല, there's no money. കടം കയറി. There is a debt. തൻ്റെ വൈഫ് വേറൊരു കൾച്ചറിൽ ജീവിച്ചതാണ്. And his wife was living in നോക്കണം, agriculture. മാനേജ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ട്. He couldn't manage both. താൻ എന്ത് ചെയ്തു? സ്വയം മരിക്കുവാൻ വേണ്ടി To die. ഇൻടോക്സിക്കേഷൻ ഇത് കുത്തിവെച്ച് പതുക്കെ ഇത് ഗ്രാജുവലി എടുത്തത് Slow death. സ്ലോ ഡെത്ത്സ്. For the slow death, he put poison. അപ്പോൾ ആരും അറിയത്തില്ലല്ലോ. അതിനുവേണ്ടി മയക്കുമരുന്ന് അത് ഇത്തിരി വീര്യം കൂടിയത് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. He put the drugs into his veins. താൻ അങ്ങനെ മൈൻഡ് അപ്സെറ്റായി, And he got the mind upset. വളരെ നിരാശനായി, He became depressed. മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്തിൽ Ready to do the suicide. ഞങ്ങൾ 3-4 സഹോദരന്മാർ, Or 2 or 3 of us. ദൈവം ഞങ്ങളെ അങ്ങോട്ട് അയച്ചു. The God has sent us തൻ്റെ ക്ലിനിക്കിന് നേരെ to his. ഞങ്ങളിത് ജീപ്പ് നിർത്തി. വലിയ കോളാമ്പി വെച്ചിരിക്കുന്ന ജീപ്പായിരുന്നു. There's a big mic there. ആ സമയത്ത് ഈ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്, In this Idukki district. ഇരട്ടയാർ. Near Attaya. ഒരൊറ്റ മനുഷ്യരില്ല. There was no persons. അന്ന് ശമൂരട്ടി ആദ്യമേ പറഞ്ഞു, As Samuel said, അവിടെ ചെന്ന ഒറ്റ മനുഷ്യൻ ഈ സമയത്ത് കാണത്തില്ല. 6 മണി കഴിഞ്ഞാൽ ആരും കാണത്തില്ല, എല്ലാവരും പോകും. after 6:30, no person will be there. പിന്നെ എന്തിനാ അവിടെ പോയി പരസ്യവും നടത്തുന്നത്? We are doing open meeting there. പക്ഷേ ഞങ്ങളുണ്ടായിരുന്ന പാപ്പച്ചൻ പാസ്റ്റർ എന്നോട് പറഞ്ഞു, റിയാമിഞ്ഞ് പോവാം. ഞാൻ പറഞ്ഞു പോവാം. Pastor, we can go. അങ്ങനെ ഞങ്ങളോട് ചെന്നു. And we went there. എന്നോട് പാപ്പച്ചൻ പാസ്റ്റർ പറഞ്ഞു, ശരി ആരുമില്ല, Papajan Pastor told me, എന്നാലും വന്ന സ്ഥിതിക്ക് because we come here, ഒരു ചെറിയ മീറ്റിംഗ് നടത്തി പോവാം. we conduct a small meeting. അങ്ങനെ Like that. എന്നോട് പറഞ്ഞു, ചെറിയാങ്കുഞ്ഞ് തന്നെ ഇറങ്ങിക്കോ. You yourself. ഞാനെന്ന് ഈ പറഞ്ഞ കർത്താവിൻ്റെ കാര്യത്തിൽ ഭയങ്കര ശുഷ്കാതിയോട് That time നിൽക്കുന്നു. I was very zealous in the God's word. 24 മണിക്കൂർ പോരാന്ന് പറഞ്ഞ് നടക്കുന്ന സമയമാണ് കർത്താവിൻ്റെ വേലയ്ക്ക്. I was very zealous in the Lord. എത്ര മീറ്റിംഗ് പ്രസംഗിച്ചാലും യേശുവിനെ പറ്റി പറയാൻ എനിക്ക് ഇഷ്ടമാണ്. I can preach in many ways. അവിടെ പാപ്പച്ചൻ ഭാഷ എന്നെ സെലക്ട് ചെയ്തു. ചെറിയാങ്കുഞ്ഞ് ഇറങ്ങുക, He told me, ഒരു ചെറിയ കോറസ് പാടുക, you sing a chorus, 3 മിനിറ്റ് 5 മിനിറ്റ് സംസാരിക്കുക, and speak. ജസ്റ്റ് പ്രാർത്ഥിച്ച് കയറിക്കോ, ഞങ്ങൾ ആരും ഇറങ്ങുന്നില്ല. Just prayer and you can come. അന്നൊക്കെ ഇങ്ങനെ ഈ ചെറിയ മഞ്ഞ് പോലെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. That time there was a mist coming. ഞാൻ ഇറങ്ങി മൈക്കിൽ കൂടെ ഒരു കോറസ് പാടി 3-5 മിനിറ്റ് പ്രസംഗിച്ചു, പ്രാർത്ഥിച്ചു, കയറുകയും ചെയ്തു. And I went down and through the mic I made a prayer and said. പക്ഷേ എന്തിനു വേണ്ടിയാണെന്നുള്ളത് ദൈവത്തിനറിയാം. Only God knew. ഈ കോളാമ്പി This mic, ഈ പറഞ്ഞ ഡോക്ടറുടെ ക്ലിനിക്ക് നേരെയായിരുന്നു. it was towards the doctor's clinic. ഞങ്ങളാരും അറിഞ്ഞില്ല. Nobody knew this. പിറ്റേ ദിവസം കട്ടപ്പന ക്യാമ്പ് കിടക്കുക. Next day there was a camp in Kattapana. ക്യാമ്പിന് ആ ദിവസം സ്നാനവും വെച്ചിട്ടുണ്ട്. And there was a baptism also there. സ്നാനത്തിന് പിള്ളേരെല്ലാം കാപ്പി കുടിച്ചിങ്ങനെ ലൈൻ നിൽക്കുമ്പോൾ All the children are waiting. അന്ന് ബാബു ജോർജ് പാസ്സായിരുന്നു അവിടുത്തെ ശുശ്രൂഷകൻ. Pastor Babu Joseph was a person there. ഞാനന്ന് മുട്ടത്തുനിന്ന് വന്ന് ഇവരുടെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. I came from Muttam that time. അങ്ങനെ ജാഥയ്ക്ക് ആൾ നിൽക്കുന്നു, പോകുന്നില്ല. Nobody is there. അല്ല, അവർ പോകുന്നില്ല. They are not moving. നോട്ട് മൂവിങ്. Not moving. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഞാൻ മുറിക്കാതിരിപ്പുണ്ട്. I was in the room. ശരി, ഇനി ആൾക്കാർ വരാൻ വേണ്ടി So കാത്തിരിക്കുകയായിരിക്കും. they might be waiting for some. അരമണിക്കൂർ കഴിഞ്ഞു. After half an hour. അപ്പോൾ തന്നെ പാസ്റ്റർ സക്കറിയാപ്പച്ചൻ എന്നെ വിളിച്ചു. Pastor Sakriyapachan called me. ചെറിയാകുഞ്ഞെ ഞാനൊരു ആത്മാവിനെ തരാം. I will give you a soul. എന്താ സംഭവം? What happened? ഈ പരസ്യയോഗത്തിൽ When we do the open air, ഈ 5 മിനിറ്റ് പ്രസംഗം കേട്ട
after hearing the 5 minutes message, ഈ സഹോദരൻ ഡോക്ടർ, this അദ്ദേഹം ഒരു ഡോക്ടറാണ്, he's a doctor. അദ്ദേഹം എന്ത് ചെയ്തു? What he done? ഈ മെസ്സേജ് കേട്ടപ്പോൾ തനിക്ക് ഹൃദയം തുറന്നു. ലുദിയയുടെ ഹൃദയം തുറന്ന പോലെ തൻ്റെ ഹൃദയം തുറന്നു. After hearing his message, his heart opened. അദ്ദേഹം കട്ടപ്പന ഫെയ്ത്തുകൾ തേടി വന്നിരിക്കുകയാണ്. He came to the Kattappana Faith. ഇന്നലെ ഇങ്ങനെ 2 സഹോദരന്മാരൊന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തു. എനിക്ക് ആ സഹോദരനെ കാണണം. Yesterday 2 or 3 brothers came and preached like this. That is touched my heart and I want അപ്പോൾ to ഞാനാണെന്ന് സക്രിയാപ്പച്ചന് അറിയത്തില്ല. and he did. പക്ഷെ ഞാനെന്ന് പുതിയ ആത്മാക്കളോട് ഇടപെടാൻ നല്ല ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് I was very interested to speak with സക്രിയാപ്പച്ചൻ എന്നെ വിളിച്ചത്, ഒരു പുതിയ ആത്മാവ് വന്നിട്ടുണ്ട്, നല്ല ആത്മാവാ, ചെറിയ കുഞ്ഞു ഡീൽ ചെയ്യാൻ പറഞ്ഞു. Sakriyapachan told me to mingle with this person. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരും കാണരുത്, നമുക്ക് ആ ബുഷിലെ ആ കുറ്റിച്ചെട്ടിൽ പോവാം, Just go to the bush. അവിടെ മറിഞ്ഞിരുന്നുകൊണ്ട് എനിക്ക് ചില കാര്യം സംസാരിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. But to sit there secretly and speak to something. ഞാൻ ഈ സഹോദരനോട് സംസാരിക്കാൻ തുടങ്ങി. I was speaking to this person. ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങി. I was speaking to him in spirit. അബ്രഹാം ആദിയിൽ വന്ന കൂടാരടിച്ചത്തേക്ക് വന്ന് യാഗപീഠം പണിതു. And he made a first tabernacle. ഞാനിങ്ങനെ സംസാരിച്ച് 10-15 മിനിറ്റായി. And we also speaking. ഇദ്ദേഹം വാവിട്ട് കരയാൻ തുടങ്ങി. He started crying. തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളായിരുന്നു. His താൻ experience. മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യൻ He was moving towards the death. ഈ സന്ദർഭത്തിൽ ദൈവം അദ്ദേഹത്തിന് വേണ്ടി ജീവൻ തിരിച്ചു കൊടുത്ത സന്ദർഭമായിരുന്നു. God has given his life back. അങ്ങനെ Like, താൻ എഴുന്നേറ്റു. and he got. അപ്പോഴും ജാഥ നിൽക്കുക, സ്നാനത്തിന് പോകാനുള്ള ജാഥ നിൽക്കുക. The people is waiting for the baptism was standing there. താൻ ഉടനെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ചെയിൻ ഊരി മാറി ഊരിയിട്ട് And he take എനിക്ക് out his ഇപ്പം chain. സ്നാനപ്പെടണം. I want to get baptized right now. സകരാപ്പത്തിനോട് പറഞ്ഞു, ശരി. And after I spoke ബാബു to ജോർജിൻ്റെ ഒരു കൈലിയും ആപ്ഷർട്ടും ഇട്ട് തന്നെ സ്നാനപ്പെടുത്തി. and we give him baptism by giving some dress from the pastor. ഇതെനിക്ക് തോന്നുന്നു 86 വല്ലതും ആയിരിക്കും. 86 88 Happened in അല്ല 88 89 89. കറക്റ്റ് 89. 89. ഞാനന്ന് മുട്ടത്തിലാണ്. And I was in അല്ലല്ലോ, മുട്ടം കഴിഞ്ഞ പട്ടം പോകണം. അപ്പം 87 somewhere in 87 87 87. 87 ഞാൻ പട്ടംകൊള്ളിക്ക് വരുന്നത്. 88 I went to the Patna. അപ്പം 87 എന്ന് പറഞ്ഞ സംഭവമാണ്. It അപ്പോൾ happened വർഷം എത്രയായി? How many വർഷം എത്ര years കഴിഞ്ഞു? now? 36 വർഷം കഴിഞ്ഞു. 26 years now. അപ്പോൾ ആ 36 വർഷം കഴിഞ്ഞ ഈ 33 വയസ്സ് 35 വയസ്സുള്ള പിള്ളേർ These 33 അമേരിക്കയിൽ പോയി പഠിച്ച് ലോകജ്ഞാനം കയറി കഴിഞ്ഞപ്പോൾ they get the worldly knowledge from America. അപ്പൻ്റെ സൈക്കോ പ്രോബ്ലമാണ്. They എടാ കുഞ്ഞുങ്ങളെ, problem. ഇത് എൻ്റെ പ്രസാദം, ഇത് പിള്ളേരെ ഒന്ന് കേൾപ്പിക്കണം ഈ പ്രസംഗം. എടാ മക്കളെ, My dear children, നീയൊക്കെ ഉണ്ടായതും വളർന്നതും ദൈവം തനിക്ക് ജീവൻ കൊടുത്തുകൊണ്ടാണ്. because you മനസ്സിലായോ? are here because God has given life to him. നീയൊക്കെ അമേരിക്കയിൽ പോയി ശാസ്ത്രം പഠിച്ചു അല്ലെങ്കിൽ ലോകം പഠിച്ചെങ്കിലും നിന്റെ അപ്പനെ ജീവനോടെ രക്ഷിച്ച ദൈവമാണെന്ന് നീ അറിയണം ആദ്യം. You are studying science in America, but before ഇതുപോലെയാണ് ഇന്നത്തെ പെന്തിക്കോസിലെ പിള്ളേരും യൂട്യൂബിൽ കൂടെ കയറി ലോകജ്ഞാനം കയറി പ്രസംഗിക്കുന്ന തലയ്ക്കകത്ത് കയറുമ്പോൾ today's Pentecostal people also hearing കോട്ടയത്തെ ഒരു പെങ്കൊച്ച് പറഞ്ഞാണ് സ്വന്തം അപ്പനോട്, എന്താ, Kottayam as a girl told യഹോവ ഗോത്രത്തലവനാണ്, ഗോത്ര ദൈവമാണ്. Jehovah is a tribal God. അത് യഹൂദൻ എന്ന ഗോത്രത്തിൻ്റെ ദൈവമാണ്. അത് നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. God of the ഇനി ഇതല്ല, ഇതിൻ്റെ അപ്പുറത്ത് കേൾക്കും. after also പിള്ളേരെ വളർത്തുമ്പോൾ ദൈവത്തെ ഫലമേൽപ്പിച്ച് അവർക്ക് ഭൗമിക സമൃദ്ധി ഉണ്ടാക്കാൻ ഓടരുത്. we should not തന്തയും തള്ളയോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ മക്കളെ വളർത്തിയിട്ട് grow people. അവർക്ക് പശുക്കളെ വളർത്തുന്ന പോലെ കന്നുകാലി തീറ്റ കൊടുത്തല്ല വളർത്തേണ്ടത്. We should not give their food and grow them. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇപ്പോൾ ഫലവത്തായ കുന്നിന്മേൽ In the mountain, നട്ടിട്ടും even though it's planted there, എന്തുകൊണ്ടാണ് ഈ വൈൽഡ് ഗ്രേപ്സ് അല്ലെങ്കിൽ ഈ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത്? why these wild grapes? അത് ചുരുക്കമായി പറയാം ഇപ്പോൾ, കാരണം ഇടയിൽ കയറി വന്നായതുകൊണ്ട്. Just എന്താ സംഭവം? why? പുറമേ ഗാർഡനൊക്കെ നല്ലതാണ്. The garden outer is good. EPM-ലെ ഗാർഡൻ നല്ലതാണ്. എല്ലാം വെള്ള ഡ്രസ്സ് ഞായറാഴ്ച വരുമ്പോൾ എല്ലാം വിശുദ്ധമാരായിട്ട് മതിയിരിക്കുന്നുണ്ടില്ലേ? The outside appearance of the ഇല്ലേ? building is very good. കാഴ്ചയ്ക്ക് മനോഹരം, Everything good ഇരിപ്പ് inside. നല്ലത്, Everything is good. പക്ഷെ വെള്ളം ചീത്ത, But the water is ഗർഭനാശം, സന്തതികൾ ഉണ്ടാകുന്നൊന്നും ഗുണപാലുന്നില്ല. not, no, it's അവിടെ ഇരിപ്പിനല്ല പ്രാധാന്യം. not about the city. നിങ്ങൾ ഞായറാഴ്ചയോ കൺവെൻഷനോ ജാഥായ്ക്കൊക്കെ വെള്ളം ഇടുന്നത് നല്ലതാണ്. It is good to wear the white. പക്ഷെ അതാണ് ഞങ്ങളുടെ മഹത്വം എന്ന് നിങ്ങൾ പറയാതെ പാസ്റ്റർമാരെ, Don't say that there is a glory. നിങ്ങൾ ഈ വിഡ്ഢിത്തരം ജനത്തെ പഠിപ്പിക്കാതെ Don't teach it also. നിങ്ങൾ അവരെ ഐക്യതയിൽ ഉണ്ടാക്കാൻ നോക്കേ. You make a fellowship. അവരെ ഭിന്നിപ്പിക്കുന്ന പരിപാടി കാണിച്ചിട്ട് Don't make a conflict between. വിശ്വാസികളെയും വേലക്കാരെയും തമ്മിലടിപ്പിക്കുന്ന പരിപാടികൾ കാണിക്കുന്ന നടത്തിപ്പുകാരോട് ഞാൻ വാൺ ചെയ്യുകയാണ്, നിങ്ങൾ ഈ പ്രസ്ഥാനം അവസാനിപ്പിക്കണം. Don't create fighting between the workers and the. ഇത് പറയാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. God has given authority to say this. അതുകൊണ്ട് ഞാൻ പറയുകയും ചെയ്യും. That's why I'm saying. അതുകൊണ്ട് നിങ്ങൾ സ്ഥാനത്തിരുന്ന് If you are in a position, വേലയെ ക്രിസ്തുവിലേക്ക് നടത്തേ. you take the ministry. വിശ്വാസത്തിനും അറിവിലും അവരെ ഒന്നാക്ക്. They make unite. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ In Ephesians 4, നിങ്ങൾ വിശ്വാസത്തിലും അറിവിലും അവരെ ഒന്നാക്കുന്നതിന് പകരം faith and making
വേലക്കാരെ തമ്മിൽ പിരിക്കരുത്. Don't separate താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചിലരെ കൂടെ നിർത്തി some. ദൈവം സ്നേഹിക്കുന്നവരെയും ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെയും നിങ്ങൾ ഭിന്നിപ്പിക്കാൻ നോക്കരുത്. If you are making conflict between the നിങ്ങളുടെ കസേരയ്ക്ക് അധികം നാൾ ഉണ്ടാകത്തില്ല. ഇത് ഞാനൊരു വ്യക്തിയെ പറയുകയല്ല, I'm not speaking about ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുകൊണ്ട് പറയുകയാണ്. seeing this. നിങ്ങൾക്ക് അധികം നാൾ നിലനിൽപ്പില്ല. You cannot stay for a long ഈ time. പലരെയും ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള പറയുകയാണ്. Seen many people. അവിടെ നടത്തിപ്പുകാരാണെങ്കിൽ പോലും Even though you are a worker, നിങ്ങൾ ദൈവത്താലല്ലാതെ if you are not നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സഭയോ വേലക്കാരെയോ നടത്താൻ പോയാൽ personal need, if you ദൈവം ദീർഘക്ഷമയായതുകൊണ്ട് when the time കുറച്ചുകൂടെ നീട്ടിത്തരും. God will give you പക്ഷെ അവസാനം at the end. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. I've seen with my own eyes. ചീഫ് പാസ്റ്ററുടെ റേഞ്ച് മുതൽ From the chief pastor range, പാസ്റ്റർ MT തോമസിനൊക്കെ അറിയാം. Pastor M.T. Thomas also, 84-85 കാലങ്ങളിൽ from the 84-85 times, അല്ലെങ്കിൽ 81 മുതൽ ഞങ്ങളെല്ലാം ഒന്നിച്ച് മദ്രാസിലുണ്ട്. from 81 ചീഫ് പാസ്റ്ററുടെ റേഞ്ചിലുള്ള ഒരു വ്യക്തി a person who was in the chief, എങ്ങനെ അതപ്പതിച്ചു, എങ്ങനെ ഇവരയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹം ദൈവത്തിന് ശത്രുവായി മാറി. he became an enemy to the God. നല്ല മനുഷ്യൻ. Very good person. അവിടെ മുതൽ ഞാൻ കണ്ടതാണ്. I was seen from there. പിന്നീട് ഓരോ സ്ഥലത്തും In every places, അനേക വേലക്കാർ, many workers, സെൻട്രൽ പാസ്റ്റർമാരുടെ റേഞ്ചിലുള്ളവര്, many according to the range of the, ലോക്കലിലുള്ള റേഞ്ചില് ഈ മദർ, ഇപ്പൊ ഇരിക്കുന്ന മദറിന്റെ ദൃക്സാക്ഷിയാണ്. അവർ പാമ്പാടിലെന്നുണ്ട്. even the mother also knew. കോട്ടയം സെൻട്രൽ In the Kottayam center, അന്നിരുന്ന നടത്തിപ്പുകാരും the people, ചില സഹോദരിമാരും some sisters, ദൈവത്തിന്റെ പദ്ധതിക്ക്, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരോധമായി നീങ്ങുമ്പോൾ when they came against the work of the God, ഞാൻ പാമ്പാടിയിൽ നിന്നുകൊണ്ട് ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. I was in the path, എനിക്ക് എഴുന്നേൽക്കാതിരിക്കാൻ ഒക്കത്തില്ല. rise up. ഞാൻ ദൈവത്തിന്റെ ആളാണ്. I have എന്ത് സംഭവിച്ചെന്ന് ഞാൻ പരസ്യമായി പറയുന്നില്ല. let's say open. അതിൽ ഒന്നാം നമ്പറായിട്ട് പ്രവർത്തിച്ച സഹോദരി, സെൻട്രൽ ഫെയ്ത്തോമിലെ സഹോദരി, A person who operated in the first, ഈ സംഭവം നടക്കുക ഒറ്റ മാസം കൊണ്ട് in 1 month, ശരീരത്തിൽ ക്യാൻസർ മുഴ വന്ന് മരിച്ചു. she got a tumor in the body and died. രണ്ടാമതും മൂന്നാമതും പ്രവർത്തിച്ച സഹോദരിമാര്, The second and third, അവരൊക്കെ ഇറങ്ങിയത് എത്രയോ നല്ല ഉദ്ദേശത്തോടെ വന്നവരാണ്. they came with a good purpose. സമയത്തിനു മുമ്പേ കാലയവനെക്കുള്ളേ പറഞ്ഞു. They died before their time. ഇതിനെ സപ്പോർട്ട് ചെയ്ത പാസ്റ്റർമാര്, The pastor was supported. അതിലൊരു പ്രധാന പാസ്റ്റർ, Important pastor. ചീഫ് പാസ്റ്ററെ കൂടെ പള്ളി പറഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ ആയിപ്പോയി. പക്ഷെ പോയ സ്ഥലത്തിൽ മൈൻഡ് അപ്സെറ്റ് ആയിട്ട് താൻ പിച്ചും പെയും പറഞ്ഞാണ് അവസാനം മരിക്കേണ്ടി വന്നത്. ഇത് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയാൻ ധരിക്കരുത്. ഇതൊരു മാതൃകയ്ക്ക് വേണ്ടി പറയുകയാണ്. Just saying because ഇതെല്ലാം കണ്ടാണ് ഞങ്ങൾ വളർന്നത്. I was seen, I'm growing by seeing these things. ഈ പ്രാവശ്യത്തെ മീറ്റിങ്ങിന് In the recent, തിരുവല്ല ഞാൻ പോകുമ്പോൾ when I went to Tiruvalla, 2 പാസ്റ്റർമാർ, അസിസ്റ്റന്റ് പാസ്റ്റർമാർ സംസാരിക്കുകയാണ്. I was seeing that 2 assistant pastors were speaking. ഈ ഇതിൽ ബന്ധപ്പെട്ട 1-2 പേരോട് പറയുകയാണ്, And that തിരുവല്ലായിൽ ഒരു യുദ്ധം ഉണ്ടായി. Tiruvalla there was a fight. ചെറിയാങ്കുഞ്ഞ് പാസ്റ്റർ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. The pastor was doing alone, ദൈവമുണ്ട്. but God was. പലരും അതിനെതിരായി പ്രവർത്തിച്ചു. Many people were against. അവർ വിചാരിച്ചു ചെറിയാങ്കുഞ്ഞാണ് ഇതിന് എഗെയിൻസ്റ്റ്. The pastors against for that. അല്ല, No, അവസാനം കാലം തെളിയിച്ചു. but the times proved it. അവർ തന്നെ പറയുകയാണ്, They told, ചെറിയാങ്കുഞ്ഞിനോട് ദൈവം ഉണ്ടായിരുന്നുകൊണ്ട് God was with the pastor. അന്ന് ദൈവത്തിന്റെ പദ്ധതിക്കെതിരായി നിന്നവരാരും ഭൂമിയിലില്ലെന്ന് അവർ പറയുന്നു. Who were against the counsel of the God, they are not in the world now. വിലക്കാരാ, They are the workers. നല്ല ശ്രേഷ്ഠന്മാരാ. They are the very excellent people. ഇത് ഞാൻ കുറ്റം പറയാൻ ധരിക്കരുത്. Not blaming anybody. ഈ കാലത്തിൽ വഞ്ചിക്കപ്പെടുകയാണ്. Do not get deceived. ആ ഇറങ്ങി വന്ന വേലക്കാർ മോശമായിട്ട് ഇറങ്ങി വന്നവരാണോ? അല്ല, The workers come in the ministry, they are not. അവരൊക്കെ നല്ല ഉദ്ദേശത്തോടെ വന്നെങ്കിലും They came with a good. കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ. But the why എന്തുകൊണ്ടാണ് നിങ്ങളത് പഠിക്കുക? ചുമ്മാ കേട്ടോണ്ട് പോവാതെ. you have to learn it. നിങ്ങൾ ദൈവമക്കളല്ലേ, വിശ്വാസികളല്ലേ? നിങ്ങൾ ഏത് സ്വർഗത്തിൽ പോകാനാ? Which have ഈ ഞായറാഴ്ച ഒരു പ്രസംഗം കേട്ട് വീട്ടിൽ പോയി പരിശോധിക്കേ. you have to examine. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേ. നിങ്ങൾ ആ സമയം കളഞ്ഞിട്ട് കാശുണ്ടാക്കാൻ പോയാൽ നാളെ നിന്റെ സന്തതികൾ നിന്നോട് ചോദിക്കും, Then your people നിനക്കൊക്കെ സൈക്കാട്രിസ്റ്റാന്ന് പറയുന്ന കാലം വരും. നീയൊക്കെ പ്രാന്തന്മാരാന്ന്. അതിന്റെ അർത്ഥം നിന്നെയൊക്കെ തുറങ്കിലടിക്കണം എന്ന് നിന്റെ സ്വന്തം സന്തതികൾ പറയുന്ന കാലമാണിപ്പം. your children will say to. അതുകൊണ്ട് സന്തതികളെ കാലിത്തീറ്റ് കൊടുത്തല്ല വളർത്തേണ്ടത്, നല്ല വചനം കൊടുത്ത് വളർത്തണം. So give word to the people. സുവിശേഷ കൂട്ടുവേലക്കാരെ Even the co-workers. സാക്രം പിടിച്ച ബിസ്ക്കറ്റും മുട്ടായി കൊടുത്തല്ല വളർത്തേണ്ടത്. Not giving. അവർക്ക് നല്ല ഉപദേശം കൊടുക്കണം. Give them good ഉപദേശം പറയുന്നല്ലാതെ doctrines. ഇതൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. You have to teach them doctrines. അതുകൊണ്ടല്ലേ വളരാത്തത്. That's why they are not growing. വളരേണ്ടവർക്ക് നല്ല നല്ല ആഴമേറിയ സൗണ്ട് ഡോക്ടർസ് കൊടുക്കണം. You have to give the sound doctrines. പത്യ ഉപദേശങ്ങൾ കൊടുക്കണം. Good doctrines. ആരോഗ്യമായ ഉപദേശങ്ങൾ കൊടുക്കണം. Healthy doctrines. ചിലർക്ക് അത് കേൾക്കുമ്പോൾ ദഹനക്കേട് വരും. When some people say കാരണം നിന്റെ കുടലിന്റെ കട്ടി പോയതുകൊണ്ടാണ്. because you are ഇതറിയില്ല, ജോളി പാസ്റ്ററെ Jolly pastor നല്ല സെക്ഷൻ ഒരു വേലക്കാരല്ലേ, is a good പാലായിൽ വെച്ച് when he was in Pala. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, I'm not saying why. അത് ഞങ്ങളുള്ള സീക്രട്ടാണ്. There's a secret between us. ഒരു ദിവസം എന്നോട് പുള്ളി പറഞ്ഞു, One day he told me. അൽഫോൻസാമൊന്ന് എന്നെ അടിച്ചെന്ന് പറഞ്ഞു സ്വപ്നത്തിൽ. പാലായിലെ ശക്തിയാ. The Alfonso Amma came and beat me. പുള്ളിക്കാരൻ അവളുടെ കൂടുതൽ പനിയായി. Got a fever.
അൽഫോൻസാമയല്ല, അത് പാവം സിസ്റ്ററാണ് കേട്ടോ, ഒരു നല്ല സ്ത്രീയാണ്. പക്ഷേ അൽഫോൻസാമയുടെ പേര് വിഗ്രഹം വെച്ചപ്പോൾ വന്നിരിക്കുന്ന വേറെ ശക്തിയാണ്. There is an idol of Alphonsama. വേളാങ്കണ്ണിയിൽ കൊണ്ട് വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവ പദ്ധതിക്കെതിരാണ്. പിന്നീട് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലത്, അല്ലെ ദൈവത്തിൻ്റെ ആത്മാവല്ല. Velanganni, they made an idol. നാളെ ഇവിടെ കൊണ്ടൊരു വിഗ്രഹം വെച്ച് അവിടെ ഒരു പിശാചി വരും. If you put idol here, there is a അത് സത്യമാണെന്നേ. it is true. അപ്പോൾ അൽഫോൻസാമ എന്ന് പറയുന്ന നല്ലൊരു കന്യാസ്ത്രീ, അവർ മരിച്ചു വിശുദ്ധയായി പോയി. Alphonsama, പക്ഷെ ഇവർ വിശുദ്ധയുടെ പേരിൽ ഒരു വിഗ്രഹം വയ്ക്കുമ്പോൾ they put idol on the top. വിഗ്രഹത്തിന് മേൽ ദൈവം വസിക്കത്തില്ല. In the idol, God will not. അവിടെ പിശാചാ വരത്തുള്ളൂ. The devil will come upon the devil. അതാണ് ജോളിച്ചാൻ അടിച്ചത്. That give a beat to the. അതിനൊരു കാരണമുണ്ട്, There's another reason. അതിനെ പോട്ടെ. Oh, I'm not saying. പുള്ളി അതോടെ കിടപ്പായി പോയി. Then after that, he went into the bed. എത്ര മാസങ്ങൾ Many months. പുള്ളിയുടെ കഴിക്കാൻ വയ്യ. He couldn't eat. 2 വയസ്സിന് താഴെയുള്ള Two. പിള്ളേർ കഴിക്കുന്ന ലാക്ടോജിൻ, ഡി അല്ല ലാക്ടോജിൻ ആണ് തോന്നുന്നല്ലേ, അത് 2 വയസ്സിന് താഴെയുള്ളുണ്ട് ആ പൗഡർ. There's a lactose powder. ഇതാണ് പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. He used to drink that. അത് കഴിച്ചാൽ പോലും ദഹിക്കത്തില്ല. Even though he eat that, it will not be digested. അവസാനം കോട്ടയം ഫെയ്ത്തോണ്ട് ഒരു മൂല കൊണ്ട് തള്ളി. അല്ല, റൂമിൽ അവിടുന്ന് റൂമൊന്നും ഇല്ലല്ലോ. He got him and they put it in a room. ഞാൻ പള്ളത്ത് പോയപ്പോൾ When I went to the എനിക്കത് കണ്ടിട്ട് വളരെ സഹതാപം തോന്നി. and I got എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ശ്രേഷ്ഠനായ ഒരു വേലക്കാരനാണ്. there's a very good നല്ല കോളിംഗ് ഉണ്ട്, he has a good calling. നല്ല വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് പ്രസംഗിക്കുന്ന മനുഷ്യനാണ്, പ്രസംഗിക്കാൻ പ്രാപ്തിയുള്ളവനാണ്. He's very good in speaking. രണ്ടാമത് നല്ല സ്പിരിച്വൽ വെളിപ്പെടുത്തുള്ളവനാണ്. Good revelation. അതുകൊണ്ട് ഈ വേലക്കാരൻ മരിക്കരുതെന്ന് എനിക്ക് തോന്നി. I thought he will go to die. ഞാൻ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം. I told Chandra Pastor. അങ്ങനെ പള്ളത്ത് എനിക്കറിയാം, നമ്മൾ ഈ വചനം പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അകത്ത് ക്രിയെന്ന് എനിക്കറിയാം. I know when we speak the word, he will. അങ്ങനെ പള്ളം ഫെയ്ത്തോൽ കൊണ്ട് ഒരു മുറി താമസിപ്പിച്ചു. I take him to the Palla. ആരാധന ഹോളോട് ചേർന്ന് ഓരോ ആഴ്ചയും പ്രസംഗം മീറ്റ് കഴിയുമ്പോൾ After every day, I put meeting completed. ജോളിച്ചായന് വ്യത്യാസം, എന്നെക്കാൾ നല്ല പ്രായമുണ്ട് കേട്ടോ, ജോളിച്ചായന് വ്യത്യാസം ഉണ്ടായി. There's a change in the Jolly Child. അത് കഴിഞ്ഞ് ഞാൻ ഒരു സുപ്രഭാതത്തിൽ In one day, തനിക്ക് ദൈവം അത്ഭുത സൗഖ്യം കൊടുത്തു. God has healed it completely. അവിടുത്തെ മദറിനോട് പറഞ്ഞു, To the mother, ഇറച്ചിയും മീനും എല്ലാം ചേർത്ത് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. he asked the mother to bring all. അങ്ങനെയാണ് പുള്ളി എഴുന്നേറ്റത്. And from that, he ഇപ്പോഴും താൻ വേല ചെയ്യുന്നു. കാഴ്ചയ്ക്ക് ഇത്തിരി കുറവുണ്ടെങ്കിലും തൃശ്ശൂർ നല്ല വേല ചെയ്യുന്നുണ്ട്. and now also he is doing the ministry of. അപ്പം ചിന്തിക്കണം, വേലക്കാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാതെ Even the workers and believers, നമ്മൾ ഈ സ്ഥാനവും മാനവും പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. there is no need ഇത് തിരിച്ചറിയണം. of positions. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നല്ല ഉദ്ദേശത്തോടെ സ്ഥാപിച്ച ഈ മാർഗത്തിൽ Why in this way? നല്ല ഉദ്ദേശത്തോടെ വേലക്കാരും വിശ്വാസികളും Why these people is coming to the കാട്ടുമുന്തിരിക്ക കഴിക്കാൻ കാരണം എന്താ? why they are producing wild grapes? അതിൻ്റെ അർത്ഥം അതിൻ്റെ വേര്. Because of the root. പുറമേ തോട്ടത്തിൽ നിന്നാലും Even though the appearance, ഇതിൻ്റെ വേര് പോയി. the root. ഒന്നുകിൽ എഫെസ് ലേഖനം 3-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പറയുമ്പോൾ വായിച്ചേ, സ്നേഹത്തിൽ വേരൂന്നി. Get rooted in the love. അടിസ്ഥാനപ്പെട്ട വേരാണ് വിഷയം. വേരാരും കാണുന്നില്ലല്ലോ. Nobody is seeing the root. ചിന്തിച്ചോളുക, ശ്രദ്ധിച്ചു കേൾക്കുക, നല്ല വിഷയമാണ്. Very important. ഇതിൻ്റെ വേര് അടിയിൽ കൂടെ പോയി എവിടെ പോയി? വായിച്ചേ, Underling. ഒന്നുകിൽ നീ ഈ വേരിൽ ഇത് പ്രാപിച്ചെടുക്കണം. വായിച്ചേ, സ്നേഹത്തിൽ വേരൂന്നി. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന. നോക്കണം, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുക. Rooted in the love. ഏത് സ്നേഹം? Which love? മാനുഷ്യ സ്നേഹമല്ല, Not the love. കുടുംബ സ്നേഹമല്ല. Not the love. അതുകൊണ്ടാണ് സുവിശേഷ വേലക്കാർ കൂട്ടുവേലക്കാരോട് മാനുഷ്യ സ്നേഹത്തിൽ കൂടെ അല്ല ബന്ധപ്പെടേണ്ടത്. So the workers should not have the human flesh. ഈ സ്നേഹം In this റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുമ്പോൾ 5:5, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. there is no. ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നു. The God വായിച്ചേ, has given. റോമർ 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയം, ആ സ്നേഹത്തിലാണ് സഭ വളരേണ്ടത്. That love, the such അതുകൊണ്ടാണ് കുറെ കഴിയുമ്പോൾ അപ്പച്ചൻ അമ്മച്ചി പിള്ളാര്, പിള്ളേരല്ല പിള്ളാര്, മനസ്സിലായോ? ഈ തെറ്റായ പ്രവണത കളയാൻ പറഞ്ഞ് ഇവർ പറയത്തില്ല, ഉടനെ നമ്മൾ ശത്രുക്കളായിട്ട് മാറുകയാണ്. So we become enemies. പിന്നെ വല്ലപ്പോഴും തമാശന് ഇവിടെ വിളിച്ചു, അത്രയേ ഉള്ളൂ. Sometimes you can call funny. ഇതൊക്കെ ഒരുമാതിരി വഞ്ചിക്കുന്ന ആത്മാവാണ് ഇതൊക്കെ, These are deceiving spirits. മനസ്സിലായോ? അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ക്രിസ്തുവിൽ വളരാൻ വേണ്ടിയാണ്, So the കുടുംബ ബന്ധം ഉണ്ടാക്കാനല്ല, വിശ്വാസമായിട്ട് ഗ്രൂപ്പിസം ഉണ്ടാക്കാനല്ല, it is not for groupism. അവിടെ തമിഴും മലയാളവും ജാതിയും മതം ഉണ്ടാക്കാനല്ല. It is not caste and religion. ഇപ്പൊ വന്ന പാസ്റ്റർ നമ്മുടെ ആളാ കേട്ടോ. This pastor is our person. ഞങ്ങൾ ഒന്നിച്ച് മാമോദീസ മുങ്ങിയതാ, We went for the Mamosis. ഒന്നിച്ച് കുർബാനയ്ക്ക് പോയതാ. We went to the Kurbana together. ഇല്ലെങ്കിൽ Otherwise, ഒരു ചിലർക്ക് ഭാഷയാണ്. their religion. ഇപ്പൊ നമ്മ ആളാ കേട്ടോ. Now, Mama. എൻ്റെ ഇവിടെ പെന്തിക്കോസായിരുന്നു, നിനക്കൊക്കെ ബോധമില്ലയോ? Why don't you have this? നീയൊക്കെ എന്തിനു പെന്തിക്കോസ് വന്ന്? Why you came to Pentecost?
ജാതി കിടന്നാൽ പോരായിരുന്നു. എടാ ഇവിടെ വന്ന് ഇതിനകത്ത് വളരെ, ഈ സത്യത്തിൽ വളരെ, in this doctrine, അതിന് പകരം സ്നേഹത്തിൽ വേരൂന്നി വളരേണ്ടതിന് പകരം ഇടയ്ക്ക് വെച്ച് ട്വിസ്റ്റായി പോയി. twisted in the middle. ഇപ്പോൾ നിന്റെ വേരെങ്ങോട്ടാ പോകുന്നേ? Now your ministry very എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ വല്ല കയ്പുള്ള വേരും മുളച്ച്, വായിച്ചേ, bitter root. വല്ല കയ്പുള്ള വേരും മുളച്ച്, അതിനാൽ അനേകർ മലിനപ്പെടുന്ന ആത്മാവ്. നിന്റെ ചിന്ത പുറമേ മീശയും പഠിക്കാം, വെള്ള ഡ്രസ്സും ഇടാം, വലിയ ഭക്തിയൊക്കെ കാണിക്കാം, പക്ഷെ നിന്റെ വേരെവിടാന്ന് കണ്ടുപിടിക്കണം. നിന്റെ ഡിസയർ, നിന്റെ ചിന്ത എവിടാന്ന് നോക്കണം. നിന്റെ ആലോചന, നിങ്ങൾ തമ്മിൽ കൂടുമ്പോൾ എന്താ? ഞായറാഴ്ച പ്രസംഗിക്കുമ്പോൾ വലിയ ഉപദേശം പറയും, When the Sunday you will speak good words. വീട്ടിൽ ചെല്ലുമ്പം When you go to the home, നമ്മളെല്ലാം ഒന്നാണ്. we are all together. What? ഇങ്ങനെ പറയുന്ന വേലക്കാരെ കണ്ടിട്ടുണ്ട്, We have seen സഭയെ that പിരിക്കുന്ന വേലക്കാർ. the people's made a church. ചില വിശ്വാസികൾക്ക് അതാ ഇഷ്ടം. Some believers like this. ജാതിയും പക്ഷേയും പറയുമെങ്കിൽ അങ്ങനെ വലിയ സന്തോഷം വരും. The people love them. വായിച്ച് Speak of വല്ല കയ്പുള്ള ബാക്കി പറഞ്ഞിട്ട് വായിക്കും. എബ്രായർ 12:15. എബ്രായർ 12:15 വായിക്കാം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും, നോക്കണം, ഈ കൃപയിൽ വന്നതിന് ശേഷം, until come. അതിപ്പോൾ സുവിശേഷ വേലക്കാരെന്ന് വിശ്വാസത്തിൽ വ്യത്യാസമൊന്നും ഇല്ലെന്ന്, ചുമ്മാ ഇവർ ഇവയും പഠിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? There is no difference. ഞങ്ങൾ വേലക്കാർ, നടത്തിപ്പുകാർ. ഇവിടെ നിന്റെ അനുഭവത്തിൽ കൂടെ കാണിക്കേ, നിന്റെ ഫലം കാണിക്കേ, എന്നിട്ട് സംസാരിക്കേ. Show your fruit. അപ്പം നിന്റെ വേര് മാറിപ്പോയി. നീ പുറമേ വലിയ പത്രാസ് പറയുകയും തനിപ്പെട്ട ജീവിതത്തിൽ നിന്റെ വേര് കയ്പുള്ള വേരായി മാറി. വായിച്ച് വല്ല കയ്പുള്ള വേരും മുളച്ച്. വല്ല കയ്പുള്ള വേരും എബ്രായ ലേഖനം 15. 12:15 വായിക്കാം. വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി കലക്കമുണ്ടാക്കുന്നു. Troubles you. ഇടോ വിശ്വാസിയെ, വേലക്കാരെ, നിന്റെ ശുശ്രൂഷ കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട് കലക്കമാണ് ഉണ്ടാക്കുന്നെങ്കിൽ നിന്റെ വേര് ശരിയല്ല. നീ ഇപ്പോൾ വേര് പോയിരിക്കുന്നത് സാത്താന്റെ പേരിലേക്കാണ്. If you are making a trouble, your root is not good. ഒന്നുകിൽ ക്രിസ്തുവിന്റെ പേര്, അല്ല സാത്താന്റെ. രണ്ടേ ഉള്ളൂ. Only two things. കഴിഞ്ഞ ദിവസം ഒരാൾ വെളിയിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വിളിച്ചു, അച്ഛായ ഞങ്ങളുടെ കുടുംബത്തിൽ കഷ്ടമുണ്ട്, ആരെങ്കിലും ഇങ്ങനെ കൂടോത്രം ചെയ്യാമെന്ന് പറഞ്ഞത്. ഇവിടെ കൂടോത്രമൊക്കെ ലാസ്റ്റത്തെ പരിപാടിയാണ്. നീ ആ കൂടോത്രത്തെ ജയിച്ചാലും അതിൻ്റെ മേളിലുള്ളത് ഇങ്ങനെ 10-20 ഉണ്ട്. There is a lot of things. നമുക്ക് അതിൻ്റെ ടോപ്പിൽ പിടിച്ചാൽ പോരെ, We have to make the അവൻ്റെ തലവനെ പിടിച്ചാൽ പോരെ. chief. അതല്ലേ യേശു ക്രിസ്തു തകർത്തത്. That's what the നീ കൂടോത്രം മന്ത്രവാദം ആഭിചാരം എല്ലാം വിട്ടിട്ട് അവൻ്റെ തലവനിലേക്ക് വാ. we go to the top of. യേശു ആ തലവനെ കാൽവരി തകർത്ത് വിശ്വസിച്ച് നിന്റെ പ്രശ്നം തീർന്നു. He broken him. നീ അത് നിന്റെ ആ പഴയ പണ്ട് വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ പഴയ സമുദായത്തിൽ ഇരുന്നപ്പോൾ കിട്ടിയ അറിവ് ഇപ്പോഴും ഉപയോഗിക്കാതെ Don't use the knowledge. നീ അവിടെ കാൽവരിയിൽ യേശു തകർത്തത് തലവനെയാണ്, ലൂസിഫറിനെയാണ്. Calvary, God broke. പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത്? Who you are afraid of? നിങ്ങളിലുള്ളവൻ ലോകച്ചുള്ളവനേക്കാൾ വലിയവൻ. God is in you is greater than. ഏതായാലും ഞാനിത് പറഞ്ഞ് പ്രാർത്ഥിച്ചു, പുള്ളിയുടെ പ്രശ്നം തീർന്നു. This problem is solved. പുള്ളിക്ക് സൗഖ്യവും കിട്ടാൻ തുടങ്ങി. We are healing also. അതുകൊണ്ട് നിങ്ങളെന്തിനാ താഴോട്ട് പോകുന്നേ? We are going downwards. ഇവിടെ തലവനെ കർത്താവ് തകർത്തെങ്കിൽ ആ കർത്താവിനോട് കൂടെ നിന്നാ പോരെ. The Lord has broken the chief. അത് ആ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, വഴിയെ പോയ പ്രവാചകൻ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, എടാ മണ്ടൂസ നീയൊക്കെ എന്തിനാണ് അതിൻ്റെ പുറകെ പോകുന്നത്? നീയൊക്കെ പെന്തിക്കോസുകാരാണെങ്കിൽ അതിൻ്റെ പുറകെയാണ്. എടാ നീ വിശ്വസിച്ചവൻ ആരെയെന്ന് അറിയണം. You should know. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന അറിയുന്നു. I know whom I am believing. അവൻ ലോകാവസാനത്തുള്ള എൻ്റെ കൂടെ ഉണ്ട്. He will be with me at the end. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. God is in you. ഇത് പറഞ്ഞു കൊടുക്ക. പാസ്റ്റർമാരും മദർമാർ ഇത് ജനത്തെ പഠിപ്പീര്. Pastors to teach this to this people. അയ്യോ അത് കൂടോത്രമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വത്രം അപ്പോഴേ വിറച്ചോണ്ടാ പ്രാർത്ഥിക്കുന്നത്. Trembling. അതാ ഞങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ ടോപ്പിലേക്ക് വാ, Come up to the താഴേക്ക് പോകാതെ വീണ്ടും ടോപ്പിലേക്ക് വാ. come up to the top. അപ്പൊ 2 പേര്. There are two roots. നിങ്ങൾ പെന്തിക്കോസ് വന്നാലും നിങ്ങളുടെ സമുദായം മാറുന്നില്ല, Your society. സമുദായ ചിന്തകൾ മാറുന്നില്ല, നിങ്ങൾ വന്നതായ പഴയ ജനത ജാതികളുടെ സ്പിരിറ്റ് മാറുന്നില്ല. Thinking of a caste. നിങ്ങൾ ഇവിടെ ഇതെല്ലാം പറഞ്ഞാലും Even though speaking on നിങ്ങൾ കൂടുമ്പോൾ, കുടുംബയോഗം കൂടുമ്പോൾ together, നിങ്ങൾ പഴയ ഗോത്രമായിട്ട് മാറുക, go to the old group, പഴയ ജാതിയായിട്ട് മാറുകയാണ്, the old caste, പഴയ സമുദായമായിട്ട് മാറുകയാണ്, old society, പഴയ ഭാഷയിലേക്ക് വരികയാണ്. old religion. എടാ നിനക്കെന്തിനാണ് ഈ ഭാഷ? Why you have this? നീ തമിഴനാണോ? Why you are നീ മലയാളിയാണോ? you a Malayali? നീ ഹിന്ദിക്കാരനാണോ? Are you Hindi person? നിന്റെ പൗരത്വം ഈ ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ നീ വളരത്തുള്ളൂ. Your habitation is the അതുകൊണ്ടാണ് സഭയിൽ ഭിന്നത ഉണ്ടാകുന്നത്. That's why there is അത് 1-ം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. in the first century. അവിടെ വായിച്ച് കൊരിന്ത്യർ വായിക്കുമ്പോൾ Corinthians we ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാരൻ, with the പൗലോസിന്റെ പക്ഷം. with the Paul. 1 കൊരിന്ത്യർ 1:12. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം First Corinthians 1:12. വായിക്കാം. നിങ്ങൾ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. നോക്കണം, അപ്പൊ ആ കാലത്തിലും ഉണ്ടിത്. That time also it was there. പൗലോസിന്റെ വിഷയം എന്താ? What is the Paul? പൗലോസ് ശരിയായ ക്രിസ്തുവിനെ ഉയർത്തി ഉപദേശം സ്ഥാപിച്ചുകൊണ്ട് പോകുന്നവനാ. Paul exalted Christ and making the doctrine. അടുത്തത് ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ. അപ്പൊല്ലോസിന് എന്താ കുഴപ്പം? What is the problem? അപ്പൊല്ലോസ് അലക്സാണ്ട്രിയ എന്നൊന്നൊരു യഹൂദനാണ്. He was a Jew from Alexandria. അപ്പൊ അവൻ ആ കൾച്ചർ,
ഈജിപ്ഷ്യൻ കൾച്ചർ ബാക്കിയിരിപ്പുണ്ട്. He has Egyptian culture. അപ്പോൾ അവൻ്റെ പ്രസംഗത്തിലും ഇടപെടലും ഒക്കെ അതിൻ്റെതായ ഒരു കൾച്ചറുണ്ട്. There's a culture of in his. ഈ ഞാൻ കേഫാവിന്റെ പക്ഷം കേഫാവിന് കുഴപ്പം എന്താ? What is the problem with the Kepha? ഒന്നാമത്തെ അപ്പോസ്തലനാണെങ്കിലും He was a first. ആ യഹൂദ ചൊവ്വ അങ്ങോട്ട് വിടുന്നില്ല. There's a taste of. യഹൂദ പ്രമാണിമാർ വന്ന് ചീപ്പാഷ പറയുമ്പോൾ പുള്ളി അങ്ങ് വിശ്വസിക്കുക. They say they believe that. അതങ്ങ് സഭയിൽ കൊണ്ടുവരാൻ നോക്കും. And they brought it. അപ്പോൾ പൗലോസ് എതിർത്തു. The Paul against. അപ്പോൾ നമ്മളെല്ലാം ജുബായിട്ടെങ്കിലും Even though you put നമ്മൾ ജനിച്ചു വളർന്ന ആ സമുദായവും സംഘടനയുടെ ആത്മാവൊക്കെ പോകണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. the spirit of our society, it will take some time to go. അത് ജാതിയായാലും മതമായാലും ഭാഷയായാലും Whatever it is, the caste. അതിനെല്ലാം ഓവർകം ചെയ്യണമെങ്കിൽ Overcome the പരിശുദ്ധാത്മാവിന് ശരിയായ വർക്ക് നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. work of the Holy Spirit has to be. രണ്ടാമത് ഈ ഉപദേശങ്ങൾ കയറി 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 നമ്മളെ പഴയ മനുഷ്യൻ ഇല്ലാതാകണം. So this doctrine has to. അല്ല ബെന്തിക്കോസ് എന്ന് സാധനം എടുത്തിട്ട് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് സ്വഭാവം മാറത്തില്ല. It will not change our character. അല്ലെങ്കിൽ ഈ നീട്ടക്കൈ ഇട്ടുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. It's not because the dress will not change. നമ്മുടെ അകത്തെ മനുഷ്യരൂപാന്തരം ഉണ്ടാകണം. Inner man has to be transformed. ഞാനോ കുറയണം അവനോ വളരണം I have to go down. എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. The John takes. പക്ഷേ അവൻ്റെ ശുശ്രൂഷ പെട്ടെന്ന് തീർന്നു. But his. അവൻ്റെ അഭിഷേകം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ But when the anointing is. ആ യോഹന്നാൻ തന്നെ ചോദിക്കുന്നു, വരുവാനുള്ളവൻ നീയോ? The John himself asking is. നോക്കണം, ഈ യോഹന്നാന്റെ ഗതികേട് ഇങ്ങനെയാണെങ്കിൽ Even the John has this problem. ഞാനും നിങ്ങളും ആ കൃപയിൽ നിന്ന് വീണ് പോയാൽ നമ്മൾ പണ്ട് ആരായിരുന്നു ആ സ്പിരിറ്റ് നമ്മൾ കാണിക്കും. If you are fallen from the grace. കമ്മ്യൂണിസ്റ്റുകാരായി വന്നവനെങ്കിൽ നീ കമ്മ്യൂണിസത്തിന്റെ ആത്മാവ് കാണിക്കും. The communist people, നീ spirit. സമുദായത്തിൽ വന്നവനാണെങ്കിൽ ആ സമുദായ സ്പിരിറ്റ് നിന്നിലുണ്ടാകും. Society will come back to you. നീ വളർന്നു വന്ന ദേശം തെക്കാണെങ്കിൽ തെക്കൻ്റെ സ്വഭാവം കാണിക്കും. That country. വടക്കനാണെങ്കിൽ വടക്കൻ്റെ സ്വഭാവം കാണിക്കും. Northern character you will show. കാരണം ഈ അഭിഷേകമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. Because this anointing. അല്ല വെള്ള ഡ്രസ് അല്ല, വെള്ള ഡ്രസ് അല്ല, Not the white dress. അത് തന്നെ വലിയ അപകടമാണ്. വലിയ അപകടമാണ് വെള്ള ഡ്രസ്സ്. The white dress is something. എന്തായാലും കിട്ടോ, കാണാൻ രസമുള്ളതുകൊണ്ട് കിട്ടും. You just wear it. ഇപ്പം ഞങ്ങളൊക്കെ വെള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഓഫീസിൽ പോയി ചില ബഹുമാനം കിട്ടും. When we go. പക്ഷേ നിന്റെ അകത്ത് പഴയ ശക്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വെള്ള ഡ്രസ്സിന്റെ ഗുണം? But if you get the old. ഇത് തിരിച്ചു പഠിപ്പിക്കേ. You ജാഥായ്ക്ക് വെള്ളം ഇട്ടോ, ഞായറാഴ്ച ഇട്ടോ, wear dress. പക്ഷേ വെള്ളയല്ല, നിന്റെ അകത്താണ് രൂപാന്തരപ്പെടുന്ന ആദ്യം പഠിപ്പീര്. Transformation is to. അതിനുശേഷം വെള്ള ഇടിക്കേ. After that you. ഇവിടെ ഇതാ വേര് പോയത് കണ്ടില്ലേ? ഒരേ തോട്ടത്തില് The same garden. വേര് രണ്ട് സ്ഥലത്തേക്ക് പോകുന്നു. There are two roots of. ഒന്ന് സ്നേഹത്തിൽ വേരൂന്നി വളരുന്നു, Another one is love. മറ്റൊന്ന് കയ്പുള്ള അവസ്ഥയിലേക്ക് Another പോകും. is bitterness. അതുകൊണ്ടാണ് വചനം കേൾക്കുമ്പോൾ കയ്പ്. This way. ക്രിസ്തു എന്ന അടിസ്ഥാനമില്ല. Because you go to the foundation. നീ സാത്താനിക അടിസ്ഥാനത്തിലേക്ക് പോയത് കൊണ്ട് Get to the foundation. വചനം നിനക്ക് ഇടർച്ചയായി വരുന്നു. Word is a. കേൾക്കാൻ കൃപയില്ല. അതുകൊണ്ട് എന്നെ കുത്തി എന്ന് പറഞ്ഞു നടക്കുന്നു. Pierce me. കൃപയുണ്ടെങ്കിൽ ആ കുത്തൽ നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. That will be a blessing to you. അതാണ് രണ്ട് പേര്. ഒന്നാ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് ക്രിസ്തുവിന്റെ തലയോളം വളരണം. One is a root of the love. അല്ല Otherwise, മറ്റേ വേരിലേക്കാണ് നീ പോകുന്നെങ്കിൽ the other root. വായിച്ചേ, വല്ല കയ്പുള്ള വേരും മുളച്ച് വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. ഇതാണ് സംഭവം. പുറമേ ഉള്ളത് നമ്മൾ കാണുമ്പോൾ എല്ലാം നല്ലതാ. ഞങ്ങളുടെ അച്ചായമാരും അമ്മച്ചിമാരെല്ലാം വെള്ളമല്ലേ ഇടുന്നത്. Everybody is doing എടാ, white dress. ഞങ്ങൾ വന്ന ഗോത്രവും കുടുംബവും കൾച്ചറും പേരൻസിൻ്റെ കൾച്ചറുമായിട്ട് ഞങ്ങൾ വരുന്നേ, ഞാൻ ഉൾപ്പെടെ. Old culture. വെള്ള ഡ്രസ്സ് കൊണ്ട് വല്ല കാര്യമുണ്ടോ? There is ഇതാണ് nothing ഇവരോട് wrong ചോദിര്, with wearing the dress. ഇവരോട് ചോദിര്. നിസ്സാര കാര്യത്തിനൊക്കെ പഴങ്ങല്ലേ. For the small things they get offended. പിന്നെ പഴയതൊക്കെ വരും ഉടനെ. Old things will come out. കാരണം ആയില്ല, പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. Because only the work has started. കുറെ നാൾ കഴിയുമ്പോൾ After some time, ചിലത് രക്ഷപ്പെടും, ചിലത് ഇവിടെ പട്ടുപോകും. some people should. അല്ലാതെ ഇവിടെ വെച്ചല്ല നമ്മൾ റിസൾട്ട് ഉണ്ടത്. Not here. കഷായം ഉണ്ടാക്കുന്നൊരു പറയുമല്ലോ, The people making. കഷായം തിളച്ചിരിക്കുമ്പോൾ കുറുകോലിടരുത്. When the kashaya is getting boiled, ഒന്നും മനസ്സിലാകത്തില്ല. അത് ശാന്തമാകുമ്പോഴേ കുറുകോലിടാവെന്ന് പറയും. we have to put the. അങ്ങനല്ലേ അയ്യാ? ഒരു കഷായം ഉണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നില്ലയോ? യെസ്. അപ്പം ഇതൊക്കെയാണ്. ഇപ്പം അന്ധവിശ്വാസം നടക്കാതെ TPM-കാരെ ചുമ്മാ ഞങ്ങളാണ്ട് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് കുറേ പാസ്റ്റർമാരും കുറേ വിശ്വാസികളും കൂടി പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കും ഞാൻ കാണുന്നത്. Don't boast yourself. യാതൊരു അനുഭവം ലോക മനുഷ്യൻ്റെ കൾച്ചർ പോലും നമുക്ക് പലർക്കും ഇല്ല. The culture of the world. എങ്ങനെ ഇടപെടണമെന്ന് പോലും ഒരു മാനുഷിക സംസ്കാരം നമുക്ക് പലർക്കും ഇല്ല. We don't have the culture of the human. ചിലർക്ക്, Some people. ഞാൻ ഉൾപ്പെടെ. Some people. അപ്പം പിന്നെ പ്രശ്നമില്ല. ഇപ്പം പബ്ലിക്കിൽ എങ്ങനെ ഇടപെടണമെന്ന് നമുക്കറിയത്തില്ല. They don't know. ഞങ്ങളിങ്ങനെ സിംഹാസനത്തിനോട് കാണിക്കുന്നതെല്ലാം ശരിയാണ്, നിങ്ങൾ വിശ്വസിച്ചോണം. പണ്ട് ബ്രാഹ്മണർക്കായിരുന്നു മേധാവിത്വം. In the olden days, Brahmins. ഇത് നമ്മളെപ്പോലെ ജാതികളിൽ നിന്നൊരു കസേര കിട്ടി കഴിയുമ്പോൾ പിന്നെ അവൻ മറ്റുള്ളവരെ ഭരിക്കാൻ തുടങ്ങുകയാണ്. He is certain authority over others. ഇതിൻ്റെ പിന്നാലെ കുറേ പേരുണ്ട്. Begin this. അതുകൊണ്ട് നിങ്ങൾ ഈ പക്ഷത്തിൽ പോകരുത്. വായിച്ചേ, ആരുടെയൊക്കെ പക്ഷം? നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷം. പൗലോസിന്റെ പക്ഷം. പൗലോസ് തന്നെ പറയുന്നത്, Side of the. നിങ്ങൾ എൻ്റെ പക്ഷം ഒന്നും പിടിക്കാൻ പോകണ്ട. Don't come into.
അടുത്തത് പൗലോസ് പക്ഷം, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, ഞാൻ കേഫാവിന്റെ കേഫാവ്. ഇപ്പൊ 3 പക്ഷക്കാരുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയാകുഞ്ഞിന്റെ പക്ഷവും നിൽക്കണ്ട, Pastor group, സെൻട്രുകാരുടെ പക്ഷവും നിൽക്കണ്ട, ഈ കൊച്ചന്മാരുടെ പക്ഷവും നിൽക്കണ്ട. ഈ 3 പക്ഷം പലയിടത്തും ഉണ്ടാകുന്നത്. ഏതാ പലയിടത്തും ഈ 3 പക്ഷം വേർതിരിഞ്ഞ് വരാറുണ്ട്. there are three groups. സെൻട്രുകാർക്കൊരു പക്ഷം, There are group of center, ലോക്കലിരിക്കുന്ന ചെറിയാകുഞ്ഞിന്റെ പക്ഷം, local group, ഈ കൊച്ചന്മാരുടെ പക്ഷം. ഈ 3ന്റെ പുറകെ പോയാലും അപകടമാണ്. go behind these 3 groups. 4ാമതൊരു പക്ഷമുണ്ട്, ഞാൻ നിൽക്കുന്ന പക്ഷം, There is one group, എൻ്റെ പക്ഷം. 4th side. അവിടെ നിങ്ങൾ വന്നാൽ രക്ഷപ്പെടും. If you come വായിച്ച് to വായിച്ചേ this group, you will get saved. വായിര്. ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. അപ്പോൾ ഏത് പക്ഷമാണ് വേണ്ടേ? ഹലോ, തമിഴ് പക്ഷം വേണോ മലയാളം വേണോ? വെളുത്തത് വേണോ കറുത്തത് വേണോ? വിട്ടുപോകുന്ന ജാതി വേണോ ഈ വിശുദ്ധ ജാതി വേണോ? തീരുമാനിച്ചു. അല്ല ഈ അഭ്യാസം കൊണ്ടൊന്നും നടക്കരുത്. ഇന്നലെ ഞാനൊരു ദേവദാസനോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഈ അഭ്യാസമൊക്കെ സ്വാതന്ത്ര്യ സമരകാലത്ത് മുമ്പുണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ ഇറക്കാതെ ഇതൊന്നും ചിലവാകത്തില്ലെന്ന് ഇങ്ങനെ സ്നേഹത്തോട് പറഞ്ഞു. With this smartness, you cannot. പുള്ളി ചൂടായില്ല, അഭ്യാസം അഭ്യാസം എന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു ചൂടാകണ്ട, വേണം തണുത്ത വെള്ളം തരാം. He shows authority. ചുമ്മാ അതൊക്കെ എന്താ കാലത്തിലതൊക്കെ, ഇത് അന്ത കാലമൊക്കെ പോയപ്പാ. ഇത് മനുഷ്യന് വിവരം വെച്ച കാലമാണ്. This now people are improved. അച്ചായൻ നല്ല മോനാന്ന് പറയുന്ന കാലമാണ്, അല്ലയോ? Even they നാളൊരു പയ്യൻ പറയുന്നുണ്ട്, ഈ അച്ചായന് ഉണ്ടായ നാൾ മുതലേ എനിക്ക് ഉപദ്രവമാണെന്ന് പറഞ്ഞു. അതാ ഈ അച്ചായൻ ഉണ്ടായ നാൾ മുതൽ എനിക്ക് ഉപദ്രവമാണ് മോൻ പറയുക. അവനോടാ ആരോനെ നീ ആന്നോടാ അപ്പനോട് പറയാ, ഈ അപ്പനുണ്ടായ കാലം തൊട്ട് എനിക്ക് അങ്ങനത്തെ കാലമാണിപ്പോൾ. like this time. അതുകൊണ്ട് ഈ അഭ്യാസം കൊണ്ടൊക്കെ No smart. സുവിശേഷ വേലക്കാരും സ്ഥാനത്തിരിക്കുന്നവരും നടത്താതെ If you are not കൃപയിലും ആത്മാവിലും സ്നേഹത്തിലും ഒരു കുഴപ്പമില്ല. in the grace and the love. അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നു? അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് മക്കളെ. വെറുതെ കിടന്ന് ഇങ്ങനെ ബ്യൂട്ടിലിസം കാണിക്കുക. എടാ ബ്യൂട്ടിലിസം എടുത്ത ആൾക്കാരൊക്കെ മാനസാന്തരപ്പെട്ടിരിക്കുക. People are saved from that person. പണ്ട് ഞാൻ പറഞ്ഞില്ലയോ, മാവേലിക്കരയിലെ Mavelikara. ഈ പരീക്ഷ പാസ്സായി പോയവനല്ല, ഏതോ സംവരണത്തിൽ ഒരു ക്ലർക്ക് പോസ്റ്റ് കിട്ടി ഈ മുനിസിപ്പാലിറ്റി ഓഫീസിൽ. The reservation he got. പഠിത്തം പത്രാസൊന്നും കുറവാണ്. There is no education. ഇവനൊരു ലോ കാസ്റ്റിൽപ്പെട്ട ഒരാളാണ്. He is of the low caste. നമുക്ക് കാസ്റ്റൊന്നും ഇല്ല, ബന്ധുക്കോസുകാർ കാസ്റ്റൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ തുറന്നു പറയാം. There is no caste for Pentecostal people. പുള്ളി കസേര കയറിയിരുന്ന സമയത്ത് Came to the chair. പുള്ളിക്കൊരു ആത്മാവ്, He got a spirit. എൻ്റെ പൂർവികരെയൊക്കെ പുറത്ത് നിർത്തി അവർ മര്യാദ പഠിപ്പിച്ചു. So my forefathers. ഇനി ഞാനൊന്ന് മര്യാദ പഠിപ്പിക്കാൻ പോവാണ്. I rule you. ഇട ഒരു ഓഫീസിൽ കാര്യം സാധിക്കാൻ പറ്റുന്നതിനൊക്കെ ചുമ്മാ നടത്തുക. പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ട് വാ എന്ന് നടത്തുക. You make them walk. ഒരു കയറി സംസാരിച്ചു, കുഴപ്പമില്ല, പറയുന്നതിൻ്റെ കുത്തരാത് ഞാൻ ഇട്ടിട്ടുള്ള, സാർ പേടിക്കണ്ട. അപ്പോൾ ഇവൻ ആവശ്യമില്ലാതെ ആൾക്കാരെ നടത്തുക. കാരണം അവനൊരു രസം. പണ്ട് ഞങ്ങളിങ്ങനെ നടന്നു, അതുകൊണ്ട് ഇനി വരുന്നവനെല്ലാം ഞങ്ങൾ നടത്താൻ പോവാ. He ruled others. പലരും സഹിയിട്ടു. Many people got problem. അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസിയുടെ മോൻ മാവേലിക്കരയിലെ പുള്ളിക്കാരനൊരു പേര് വിളിക്കും, എന്തുവാണോ ചെങ്കീരി എന്നാ അച്ചാനെ വിളിക്കുന്നത്. കാരണം പുള്ളി അത്രയ്ക്കും നല്ല സൂപ്പറാണ്. He was very. പുള്ളിയുടെ സ്വന്തം മോനെ ഒരു ജോലി കിട്ടണം. He wanted to get a job for his സ്വന്തം മോന് ജോലിക്ക് son's job. പുള്ളിക്കാരനൊരു ഒരു എന്താ പറയും വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. He went to a big person. സ്വന്തം അപ്പൻ His father, വേറൊരു പാർട്ടി നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് like a political party. ഈ പുള്ളി പോയി സംസാരിച്ചു. ദേ ഞാൻ ഇന്ന പാർട്ടിയുടെ ആളാണ്, ഇന്ന മന്ത്രി എന്നെ അയച്ചിരിക്കുകയാണ്, ദേ ഇന്ന ആൾക്ക് അവിടുത്തെ ഒരു ജോലി IT ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കൊടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് സംസാരമൊക്കെ കേട്ടാൽ കറക്റ്റായിരിക്കും. അങ്ങനെ ജോലി കിട്ടി. ഏതാ സ്വന്തം മോന് ജോലി കിട്ടാൻ അതിനാണ് പുള്ളി. അങ്ങനെ ഒരുപാട് നമ്പറുള്ള ആളാണ് ചെങ്കീരി എന്ന് പറയുന്നത്. So that's why he got the name Chandra. ഇന്നിപ്പോൾ ഒരു പക്ഷേ ഈ പ്രസംഗം അവർ കേൾക്കുമായിരിക്കും, അറിയില്ല. They might hear this message. അപ്പോൾ അതിലൊരു മൂത്ത മോനുണ്ട്. The elder son പുള്ളി ഒരു നേരവാ പോകുന്ന മനുഷ്യൻ, പരമാർത്ഥിയാണ്. is a very good person. പുള്ളിക്കാരനെ ഇന്ത്യൻ ബോർഡറിലൊക്കെ യുദ്ധം ചെയ്തിട്ട് വന്നതാണ്. He was in the military. ഇന്ത്യൻ ബോർഡറിൽ യുദ്ധമൊക്കെ ചെയ്ത് He was a fighter. പ്രസിഡന്റിന് അവാർഡും വാങ്ങിച്ച് He got the president. പുള്ളിയുടെ പെൻഷൻ കാര്യം തയ്യാറാക്കാൻ ചെന്നത് ഈ വിദ്വാന്റെ അടുത്താണ്. The pension reason he went to this person. ഇവനൊരു 5-6 പ്രാവശ്യം നടത്തിച്ചു. He made it to work many times. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആരാധന ഹാളിൻ്റെ പെർമിഷന് വേണ്ടി 5 വർഷം കഴിഞ്ഞു. For this 5 years we were waiting for this permission for this hall. പഞ്ചായത്തിലെ നമ്മുടെ ബാബുക്കുട്ടി ചോദിച്ചു, In Babakuti, ബോർഡ് കൂടിയപ്പോഴേ when they ഒരു മെമ്പർ എതിർത്തു. one member against. അപ്പോൾ ബാബുക്കുട്ടി ചോദിച്ചു, ഈ ആരാധനാലയം പിന്നെന്തുവാ കള്ളുഷാപ്പാണോ എന്ന് ചോദിച്ചു. Is it എടോ ആരാധനാലയം തന്നെയാണ്. this is the meeting house. എൻ്റെ വല്യമ്മ പോയി ആരാധിച്ച സ്ഥലമാ വർഷങ്ങൾക്ക് മുമ്പേ. My grandmother went there for the worship. അത് നിങ്ങൾ പോയി ലോഡ്ജ് ഇട്ടതിന് ആറ് കുറ്റം? If you put Lord, then what is your mistake? നിങ്ങൾ തന്നെ തിരുത്താൻ പറഞ്ഞു. You correct it. അങ്ങനെയെല്ലാം തിരുത്തി. They corrected it.
അപ്പോൾ ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ Like this, ഇല്ലാത്ത നമ്പർ അടിച്ച് ഈല നടത്തുക. the people said, he made me to walk. ഈ മിലിറ്ററിക്കാരനെ He's a military person. പുള്ളിയോളമല്ല അജാര ബാഹുവാ കേട്ടോ. He's a very strong person. ഒരു ദിവസം പുള്ളിക്ക് അങ്ങ് ദേഷ്യം കയറി. One day he got, അതിൻ്റെ മേലുദ്യോഗസ്ഥനോട് ചോദിച്ചു, എന്താ ഇത്? he went to the higher person. എൻ്റെ സാറേ ഞങ്ങൾ മടുത്തു, ഇവൻ്റെ പണി ഇതാ, വരുന്നവനിട്ട് അവൻ വെറുതെ നടത്തുക എന്ന് പറഞ്ഞു. He just meant to walk people. എന്നാൽ പിന്നെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. Then I will take care. ഈ നമ്മുടെ ശമ്പളനേക്കാളും ഹൈറ്റും വെയിറ്റും ഉണ്ട്. He's a very big person. ആ പേപ്പർ കൊടുത്തു. ആവശ്യമില്ലാത്ത പേപ്പറാണ്. He keep that, give the, അപ്പോൾ അയാൾ പറഞ്ഞ് വേറൊരു പേപ്പറോട് കൊടുക്കാൻ പറഞ്ഞു. he asked, മനസ്സിലെന്താ ഇരിക്കുന്നത്? വേറെന്താ? പണ്ട് പൂർവികരാര ബ്രാഹ്മണരെ ഞങ്ങളെ അടിമപ്പെടുത്തി, അതിന് ഈ പാവപ്പെട്ടവരെ ഉപദ്രവിക്കണോ? he has to അതുകൊണ്ട് ഇപ്പം ഞാൻ കസേര കയറിയപ്പോൾ when he was the chair. എൻ്റെ അധികാരത്തിൽ മറ്റുള്ളവരെല്ലാം ഞാൻ ഭരിക്കണമെന്നായി. In his authority, he wants to rule others. ഈ മനുഷ്യൻ കൊണ്ട് എന്നോ ഇനി എന്തുവാണ് വേണ്ടെന്ന് ചോദിച്ചു. He asked him, what do you need, anything else? അയാൾ ചൂടാൻ തുടങ്ങി. He got ആ angry. കസേരയോട് പിടിച്ചിട്ട് നിലത്തിട്ടൊരു 3-4 അടി അടിച്ചിട്ട് 5-6 ചവിട്ടൂടെ കൊടുത്തു. Put him on the floor and he just beaten him. അവിടെ പരുവക്കേടായി കിടക്കുക. He just fell down on the ground. പുള്ളി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ When he went out, ആ സ്റ്റാഫിലെ 3-4 പേര് വന്ന് ഷെയ്ക്കാൻ കൊടുത്തു. എൻ്റെ സാറേ ഇത് അവന് നേരത്തെ കിട്ടേണ്ടതായിരുന്നു. the other staff, the co-workers, എൻ്റെ പൊന്ന് സഹോദരന്മാരെ, സുവിശേഷ വിലക്കാരോട് ഞാൻ പറയുക, even for the, കസേര കയറിയിരിക്കുമ്പോൾ അഹങ്കാരം കയറരുത്. if he go to ആ കസേരയുടെ ആധിപത്യം കൊണ്ട് മറ്റുള്ളവരെ ചവിട്ടാൻ നോക്കിയാൽ, മറ്റുള്ളവരെ മുഷിപ്പിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഇതുപോലെ ചവിട്ട് കിട്ടും നാട്ടുകാരുടെ. അതുകൊണ്ട് വാങ്ങിക്കാൻ തയ്യാറായിക്കോണം. അതുകൊണ്ട് വേലക്കാരാണ്, പാസ്റ്റർമാരാണ്, കുപ്പായം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത പണിക്ക് പോകരുത്. do not go for other work. ബുദ്ധിമുട്ടുണ്ടോ? ഇത് പറഞ്ഞു കൊടുത്തില്ല, അവർ നരകത്തിൽ പോകത്തില്ലേ? ഞാനീ പറയുന്നുള്ളേ ഉള്ളൂ, അനുഭവങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. I'm just sharing experience. അത് എം ടി എപ്പം പറഞ്ഞു. അനുഭവമുള്ളവർ പറയുമ്പോൾ സമയം പോകുന്നേ എന്ന് എം ടി എപ്പം പറഞ്ഞില്ലേ? It will take time. അത്രയും അത് സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ തട്ടുകെട്ടേണ്ട ആവശ്യമുണ്ട്. ഉണ്ടോ? ഇപ്പോൾ ജാമൂനൊക്കെ ചെന്ന് കുറച്ച് കഴിഞ്ഞ് ദേഷ്യം വന്നാൽ പുള്ളി ഒരൊറ്റ ഇടിക്കില്ല ഈ കസേര ഇരിക്കുന്നവന്മാരൊക്കെ. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം, മര്യാദയ്ക്ക് ഇടപെട്ടോണം. വേലക്കാരായാലും ശരി, രാഷ്ട്രീയക്കാരായാലും ഇന്നത്തെ കസേര നാളെ തെരുവിലിറങ്ങുമ്പോഴേ ചിലപ്പോൾ അവിടെ ഇട്ട് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന കാലം വരാൻ പോവുകയാണെന്ന് ഓർത്തുകൊണ്ട് വേണം. അത് അധികാരത്തിലിരിക്കുന്നവരായാലും സഭാധികാരത്തിലിരിക്കുന്നവരും സൂക്ഷിക്കേണ്ട കാര്യങ്ങളെന്നേ ഉള്ളൂ. ഞാൻ വല്ലവൻ ആവശ്യം പറഞ്ഞോ സഹോദര? അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നത്. ഞാൻ സൂക്ഷിച്ചാ പോകുന്നത്, വെറുതെ എന്തിനാണ് തട്ട് വാങ്ങിക്കുന്നത്? അത്ര സമയം കൂടെ കർത്താവിൻ്റെ പേര് ചെയ്തിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ച് പൊക്കോണം. ഈ അധികാരം കസേരയൊന്നും അധികാരം നിൽക്കത്തില്ല. The authority will not stay forever. ഇന്നലെ പിണറായി സാറും പറയുന്നത് കേട്ടു. I also told. പുള്ളി ചിന്തിച്ചാണ് ചിന്തിക്കാതെ പറഞ്ഞു എനിക്കറിയത്തില്ല. I don't know how he says. ഗവർണർ കുത്തിയിരുന്നും പറഞ്ഞു, ഈ അധികാരവും സ്ഥാനമൊന്നും എന്നും നിൽക്കത്തില്ല, നിയമങ്ങളാണ് അവസാനം വാഴുന്നത്. Only the law will stand forever. സത്യമാണ്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോവുകയില്ല. ആ വചനം വെച്ച് നിന്നെ ന്യായം വിധിക്കുമ്പോൾ നീ പാസ്റ്റർ മദറ എന്ന് പറഞ്ഞാൽ ഒന്നും അവിടെ യാതൊരു വിലയില്ല. അല്ലെ മുഖ്യമന്ത്രിയാ, പ്രൈം മിനിസ്റ്ററാന്ന് പറഞ്ഞാൽ എത്രയോ പ്രൈം മിനിസ്റ്റർമാർ വന്നു പോയി, As a chief minister, എത്രയോ ചീഫ് മിനിസ്റ്റർമാർ പോയി. അതുകൊണ്ട് എല്ലാവരും അധികാരത്തിലിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. everybody is, നെബൂഖദ്നേസർ രാജാവ് സ്ഥാനത്തിരുന്നപ്പോൾ അറിഞ്ഞില്ല, when he was in the chair, ഞാൻ എൻ്റെ മഹതിയാം ബാബൻ എൻ്റെ പ്രതാപത്തിനായിട്ടുണ്ടാക്കി. I made the background for my, സ്വർഗത്തിൽ നിന്ന് ഉടനെ ചിട്ടു കൊടുത്തു. then from the heaven he ഇനി നിനക്കൊരു ട്രാൻസ്ഫർ, you got a transfer. 7 വർഷത്തേക്ക് 7 years. നീ മൃഗങ്ങളുടെ പോയി താമസിച്ചു, He was with the animals. അവിടെ പോയി പാഠം പഠിച്ചിട്ട് വാ. He learned that. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ The man, the honor, വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. he is equal to the animal. ഇത് പ്രിയരെ എനിക്കും നിനക്കും സംഭവിക്കാതിരിക്കട്ടെ. It should not happen to you. നമുക്ക് ആ പ്രധാന പോയിന്റിലേക്ക് ഒന്ന് 10 മിനിറ്റ് കൊണ്ട് നിർത്താം. Come back to the main point. വായിച്ചേ, യേശു പടകിൽ കയറി. That Jesus, വീണ്ടും വായിച്ചേ, 15-ാം വാക്യം മുതൽ നിന്നോട് വായിച്ചേ. 6 യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യം മുതൽ. അവർ വന്നത് ഇവിടെ മൈക്ക് വയറ്. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവ് എന്തിനാ രാജാവാക്കാൻ പോയേ? തൊട്ട് പിന്നാലെ വായിക്കുമ്പോൾ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിച്ചപ്പോൾ ജനത്തിന് തോന്നി എന്നാൽ ഇവൻ തന്നെ രാജാവാകട്ടെ. let him be a king. വിശ്വാസികളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഭൗമിക നന്മ കിട്ടുന്നവരല്ല നിങ്ങളുടെ നടത്തിപ്പുകാരായിരിക്കേണ്ടവർ. The workers should not എന്നാൽ പിന്നെ അവരെ മാറ്റണ്ട കേട്ടോ. കുറച്ചാൽ കൂടി ഇരുന്നോട്ടെ. let them be there. ഇപ്പോൾ നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഇപ്പോൾ ഹോള് പണിയുടെ കഴിഞ്ഞിട്ട് പാസ്റ്റർ വിട്ടാൽ മതി. ഇതിനു മുമ്പ് വിടണമെന്ന് ആഗ്രഹിച്ചവരുണ്ട് കേട്ടോ. എന്നാൽ ഇപ്പോൾ പലർക്കും ഒരു ആഗ്രഹമുണ്ട്, People's like, ഇങ്ങനെ ഹോള് പണി കൂടി ഇരുന്നോട്ടെ. after finishing up, ദൈവഷ്ടമാണ് ഇരിക്കുമല്ല പോവും. വേറെ കാര്യം otherwise it is the will of ഇതൊന്നുമല്ല നമ്മുടെ അജണ്ട. യേശുവിനെ ഇവന്മാർ രാജാവാക്കാൻ പോയത് എന്തിനാണ്? why they made Jesus a king. എന്തിനാ? Why? എബി എന്തിനാ ഇവനെ ഇപ്പം യേശുവിനെ രാജാവാക്കാൻ പോയത്? ചുമ്മാ ഫ്രീ ആയിട്ട് അപ്പം തിന്നാന്നേ. That they can eat bread
സൗഖ്യമല്ല, ഇപ്പം അപ്പത്തില്ല പ്രശ്നം. began the from bread. പണ്ടൊരു ഫെയ്ത്തോമിൽ ഞായറാഴ്ച വൈകുന്നേരം പോട്ടിയോ ബിരിയാണി, കപ്പ ബിരിയാണി എല്ലാം കൂടെ വെച്ചങ്ങോട്ട് കുഴച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. They given the cup of biryani. ഇവിടുത്തെ കാര്യമല്ല, ഇവിടുത്തെ ഞാൻ പറയത്തില്ല, Not here. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിഷം വരത്തില്ലേ. ഇത് തൃശ്ശൂരിലെ കാര്യമാണ് പറയുന്നത്. With Trishur. ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പകരം In the വൈകിട്ട് ഇല്ലാത്ത പാർട്ടികളെല്ലാം കൂടെ വന്ന് കപ്പ ബിരിയാണി മറ്റുള്ള അടിച്ചിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കഥയെന്ന് പറയുമ്പോൾ അവസാനം കൂട്ടിയടിയായി, പിന്നെ തെരുവിൽ കിടന്ന് അടിച്ചു. 3 വർഷത്തേക്ക് ആരാധനയില്ല, ഇത് കേസും വഴക്കുമായി. മാവേലിക്കുന്ന എന്നോട് കർത്താവ് പറഞ്ഞു നീ പോകാൻ പറഞ്ഞു. and God sent me to go from Malabar. വിശുദ്ധന്മാർ പറഞ്ഞു എൻ്റെ ചെറിയാച്ച ഞങ്ങൾ 3 പ്രാവശ്യന്മാരെ നിരപ്പേക്കാൻ നോക്കി നടന്നില്ല, ചെറിയാകുഞ്ഞ് പോ ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. They asked me to go there. അപ്പം 3 വർഷം കൊണ്ട് ഒരേ ഇഷ്ട വരച്ചുമാർ. 3 years there I made them to make. അതിനുശേഷം After that, ഒരാഴ്ചത്തെ കാത്തിരിപ്പ് യോഗം കൊണ്ട് because of one, ഞാൻ ആരെയും വിളിച്ചില്ല, പറഞ്ഞില്ല, ഒറ്റ ആഴ്ചത്തെ കാത്തിരിപ്പ് യോഗം കൊണ്ട് സഭ ക്ലിയറായി. everything was clear. പരിശുദ്ധാത്മാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. The Holy Spirit made miracle. തൊട്ടടുത്ത് 70 സെൻറ്റ് സ്ഥലവും വാങ്ങിച്ച് പുതിയ വേലസ്ഥലവും തുടങ്ങി. We bought 70 cents nearby and made a business. 3 വർഷമായിട്ട് തിരുവത്താഴം ഇല്ലാ സ്ഥലത്ത് 5 തിരുവത്താഴം നടത്തി ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്ത് 3 പുതിയ കാറും കിട്ടി. അവിടെ വെച്ച് 3 cars. ആ മാറ്റത്തിൽ 3 പുതിയ കാറ് കിട്ടി. We got 3 cars. ഒരു കാർ സെൻട്രൽ പാർക്ക് കൊടുത്തു, 1 car I gave to ഒരു കാർ വിലങ്ങന്നൂരിന് കൊടുത്തു, 1 car I gave to another. ഒരു കാർ ആൽപ്പാറയ്ക്ക് കൊടുത്തു. I gave 3 പുതിയ കാറ്. 3 new cars. അതുപോലെ ദൈവത്തിൻ്റെ ന്യായമാണ് കേട്ടോ. That is the ഞാൻ right. തിരുവല്ലായിൽ നിന്ന് പോകുമ്പോഴേ When I went out of തിരുവല്ലായൻ്റെ ഒരു ചേട്ടച്ചാര് in the Tiruvalla, there is a brother. വിലക്കാരൻ, There's a worker brother. ഇനിയിപ്പോൾ തൃശ്ശൂരിനാണ് പോകുന്ന ആള്. You are going to Trishur now. തിരുവല്ല ആയതുകൊണ്ട് പുള്ളി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. In Tiruvalla you have done many things. പുള്ളി കാര്യം തിരുവല്ലാക്കാരുടെ കാശ് കൊണ്ടാന്ന്. Because he felt that I എന്തോ ഈ കട്ടപ്പനക്കാർക്കും മൂന്നാറുകാർക്കൊക്കെ ചിലപ്പോൾ ഞാൻ ലക്ഷങ്ങളോ 50,000 കൊടുക്കും. used to give more money to the Mullah people. തിരുവല്ല രണ്ട് പുതിയ കാർ വാങ്ങിച്ചിട്ട് ഇവിടെ. 2 cars I bought. അതുകൊണ്ടാണ് പറഞ്ഞത്. That's why he told അതുകൊണ്ട് തൃശ്ശൂരിൽ ഇനി ഒന്നുമില്ല, Trishur you will not get any. ആകെ മൊത്തം 1000 വിശ്വാസികളാണ്. Only 1,000 believers. ഇനി അവിടെ ചെന്ന് ഈ പുതിയ കാറൊന്നും വാങ്ങിക്കാൻ ഒക്കത്തില്ല. You cannot make new car there. തമ്പുരാൻ കുറിച്ചിട്ടു. The God made this. Okay. ഈ പറഞ്ഞത് തമ്പുരാൻ കുറിച്ചിട്ടു. God made 1 വർഷത്തിനകം 3 പുതിയ കാറാണ് തന്നെ. in 1 year I made. രണ്ടാമത്തെ കാർ എന്നോട് പറഞ്ഞ് ആൽപ്പാറയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. Second car I have taken. ആരാ? പാസ്റ്റർ ടി യു തോമസ്. But you told. ഞാൻ പറഞ്ഞു വേണ്ട അച്ഛാ, ആൽപ്പാറ ഇപ്പോൾ പോകേണ്ടത് അഭിഷേകം ആവശ്യം, അച്ഛൻ പ്രാർത്ഥിച്ചു വിടാൻ പറഞ്ഞു. Asked me to send me with RRT. പുള്ളിക്കാരൻ 10,000 രൂപ എടുത്തു തന്നു, He given me 10,000. ഒരു കാർ വാങ്ങിച്ചു വിടാൻ പറഞ്ഞു. I asked me to buy കേട്ടോ, new car. അന്ന് കാറിന് 3 ലക്ഷം രൂപയാ. Only 3 lakhs at time for car. അപ്പച്ചൻ 10,000 വന്നിട്ട് പറഞ്ഞു കാർ വാങ്ങിച്ചു വിടാൻ പറഞ്ഞു. He given me 10,000. Asked me to buy. ഞാൻ ആ 10,000 രൂപ കവറിലിട്ട് മേശയിലിട്ടു. I told that 10,000. ആൽപ്പാറക്കാരോട് ഞാൻ പറഞ്ഞു ഈ മാസം 28-ാം തീയതിക്കകം ഒരു പുതിയ അംബാസഡർ ഗ്രാൻഡ് കാറ് കർത്താവ് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. Within this 28th of this month, I will get a grand ambassador. ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. They are very ഞാൻ നിങ്ങൾ സന്തോഷിക്കേണ്ട, നിങ്ങൾക്കല്ല, It's not for you. ഈ കാർ ഞാൻ സെൻട്രൽ ഫെയ്ത്തിന് കൊടുക്കാൻ പോകാം. Give it to the center. അപ്പോൾ നിങ്ങളാരും 5 പൈസ തരികയും വേണ്ടെന്ന്. Not to give any money. 28-ാം തീയതി By 28th, ശമൂലൂട്ടി ഞാനും കൂടെ Shaul, എറണാകുളം ഷോറൂമിൽ നിന്ന് കാറ് കൊണ്ടുവന്ന് സെൻട്രൽ പാസ് കൊടുത്ത് താക്കോല് കൊടുത്തു. and you put that car. ഇതൊക്കെ രസമല്ലേ? തങ്കവേലുവേ, എടോ എൻ്റെ അപ്പൻ ആരാന്നറിയാവോ? ആ അപ്പനെയാണ് സേവിക്കുന്നത്. I'm serving. I'm serving. 3 കാറൊക്കെ നിങ്ങളാരെങ്കിലും 1 വർഷത്തിന് 3 കാർ വാങ്ങിച്ചിട്ടുണ്ടോ? Anybody bought 3 cars in a year? ഉണ്ടോ? ഇല്ല. ഇപ്പോഴും കാർ സ്വപ്നം കാണുന്നല്ലേ ഉള്ളൂ. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ വേല. This is the ministry of God. അപ്പോൾ അതുകൊണ്ട് That's why അങ്ങനെ നമ്മൾ ഭൗമികമായ കാഴ്ചപ്പാടിൽ കൂടെ വേലക്കാരെ കാണരുത്. we should not perceive the world. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, And once it's set by God, അവനെ കൊണ്ട് ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലെന്നേ, അത് ഇന്നാരെന്നൊന്നുമില്ല. അപ്പോൾ രാജാവാക്കാൻ ശ്രമിച്ചു, ദൈവം സമ്മതിച്ചില്ല. അതോട്ട് വായിക്കാം. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. പിന്നെ സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടലിനക്കരെ കവർന്നു. അപ്പൊ സന്ധ്യയായപ്പോൾ ശിഷ്യന്മാര് ഈ അപ്പം എല്ലാം ശേഖരിച്ചുകൊണ്ട് കഫർന്നതിലേക്ക് സ്വന്തം നാട്ടിലേക്ക് പോവാ. in the evening they went to Capernaum. കർത്താവ് മലയിലേക്ക് പോയി. God went to them out. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ Matthew 13th chapter. 14-ന്റെ 32 വായിക്കുമ്പോൾ 23 വായിച്ചു ചെയ്യും. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് ഇല്ലില്ല, മത്തായിയുടെ സുവിശേഷം 14-ന്റെ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ച് പ്രാർത്ഥിപ്പാൻ പോയി. After send the people, he went to അപ്പൊ നമ്മൾ ചില പ്രവൃത്തി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാൻ പോകണം, ദൈവസന്നിധി പോകണം. after some work we had to go. അപ്പൊ കർത്താവ് ദൈവസന്നിധി പോയെങ്കിലും When God went to the presence of God, അവർ ദൈവസന്നിധിയായിട്ട് ബന്ധമില്ലാതെ പോയി. they don't have a connection with the എന്താ കാരണം? Why? പടകിലേക്ക് പോകുന്ന സമയത്ത്, പടകിൽ പോകുമ്പോൾ അവരുടെ ചിന്ത മാറി, The mind has changed. ഭൗമിക ചിന്തയിലേക്ക് വന്നു. They were the worldly thinking.
അപ്പോഴാണ് അവരുടെ മനസ്സ് മാറിക്കഴിഞ്ഞ് പിശാച് അവിടെ കയറി. Their mind is changed, but Satan entered. പിശാച് കയറി കഴിഞ്ഞപ്പോൾ ഇവർ അവിശ്വാസികളായി തീർന്നു. Satan entered, they become disbelievers. എങ്ങനെ അറിയാം? കടലും കര ഇളകി, അല്ല കടലും എല്ലാം ഇളകി. And the whole ship, അവർ തണ്ട് വലിച്ച് വലിഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? തണ്ട് വലിച്ച് they veered. വലഞ്ഞു. They became weary. അപ്പോൾ കൊടുങ്കാറ്റ് അടിക്കയിൽ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം നോക്കണം, യേശു കടലിൽ പടകിനോട് ചേർന്ന് നടക്കുകയാണ്. God was walking with the boat. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ Matthew 14, യേശു വരുന്നത് കണ്ട് by seeing their ഈ ശിഷ്യന്മാരോട് യോ ഭൂതം 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 ഭൂതം, cried that it's a devil, devil. യേശുവിനെ കണ്ടിട്ട് ഭൂതമാണ്. They said it's a spirit. They said, അപ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവാണ് നമ്മൾ മറ്റുള്ളവരെ കാണുന്നത്. whatever the spirit inside, നിന്റെ അകം ശരിയല്ലെങ്കിൽ if you are, മനുഷ്യൻ തൻ്റെ മനസ്സിൻ്റെ കണ്ണിനത്തോടും കാണുന്നു. the person see with the heart of his. അവൻ്റെ മനസ്സിൻ്റെ കണ്ണോട് മറ്റുള്ളവരെ കാണും. The eyes of his heart is നീ seeing. വിശുദ്ധനാണെങ്കിൽ നിനക്ക് മറ്റുള്ളവരെ വിശുദ്ധരായി കാണാൻ If you are കഴിയും. a saint, you can see others saint. നീ കള്ളനാണെങ്കിൽ മറ്റുള്ളവരെല്ലാം കള്ളനാന്ന് If തോന്നും. you are a liar, you can see others lying. ഇതൊരു പോളിസിയാണ്. അപ്പോൾ ശിഷ്യന്മാരുടെ അകത്ത് പിശാച് കയറി. The Satan entered the അപ്പോൾ disciple. വരുന്ന യേശുവിനെ കണ്ടിട്ട് എടാ ഇവർക്കറിയത്തില്ലേ യേശു ഇല്ലല്ലോ, This is what Jesus, തങ്ങളുടെ ഈ കഷ്ടസമയത്ത് വേറെ ആരാ വരുന്നേ? who is coming? അത് യേശുവാണെന്ന് പറയാൻ പോലും അവർക്ക് സാധിച്ചില്ല. They couldn't say that Jesus. അത് ഭൂതമെന്ന് വിളിച്ചു പറഞ്ഞു. They call shout spirit. ഇതെല്ലാവർക്കും സംഭവിക്കും. Everything happens. നമ്മൾ ഭൂതം ബാധിച്ചിരുന്നാൽ When we get them, നല്ല മനുഷ്യരെ കണ്ടാലും ഭൂതമായിട്ട് തോന്നും. even the good people we see, we say that they are spirit. അപ്പോൾ യേശു പറഞ്ഞു ഞാനാ. He said, I am. നോക്കണം, യേശു പടകിൽ കയറി. വീണ്ടും വായിച്ച്, Entered the ship. അങ്ങനെ പടകിനോട് സമീപിക്കുന്നത് കണ്ടു. വായിക്കാം 6-ന്റെ 19 വാക്യം. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടു പേടിച്ച് അപ്പൊ ഭയം എവിടുന്ന വരുന്നത്? ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ When they lose the presence of God, അവർക്ക് ഭയം വന്നു. they got afraid. അവരുടെ കാഴ്ച മാറി. Their vision changed. നല്ല യേശുവിനെ പോലും ഭൂതമായിട്ട് കാണുകയാണ്. They even see the അപ്പോൾ നമ്മുടെ എത്ര സ്റ്റെപ്പ് മറിഞ്ഞ് three ഇവർ ശിഷ്യന്മാരാന്ന് ഓർത്തോളം. their disciples. അവരുടെ മൈൻഡ് മാറിക്കഴിഞ്ഞപ്പോൾ യേശുവിനെ ഒരു മനുഷ്യൻ നടന്നു വരുന്ന പോലും ചിന്തിക്കാനത്തില്ല, Even they couldn't see the Jesus. ഭൂതം. They said, കാരണം അകത്ത് ഭൂതം കയറി. because they got the devil inside. അതിൻ്റെ റീസൺ ഒരിക്കലും ഒരു പാസ്റ്റർ പറഞ്ഞത്, One pastor told ഇവർ ഈ അപ്പമൊക്കെ മേടിച്ച് കൊടുത്തല്ലോ, they given this bread. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചില്ലേ? They were feed 5,000 people. 5000 അല്ല, സ്ത്രീകളും കുഞ്ഞുങ്ങളും വേറെ, The three girls are different, ladies are different, females are different, ചിൽഡ്രൻസ് ആൻഡ് ലേഡീസ്. children and ladies are different. പക്ഷേ ഇത് കഴിഞ്ഞപ്പം But യേശു ഇല്ലല്ലോ. there is no അപ്പം Jesus. അവരുടെ മനസ്സ് മാറി. വേര് Their root കൈ അങ്ങോട്ട് പോയി. went it there. അപ്പം പൗത്രോസ് പറയാ, The Peter, ഞാൻ ഈ കൈ കൊണ്ട് ഇത്രയും പേർ കൊടുത്തല്ലോ, I given with my own hand. അതായത് ഈ കൈ കൊണ്ട് ഇത്രയും പേർക്ക് വിളമ്പി കൊടുത്തു. With my own hand, അപ്പോൾ യാക്കോബ് അത് ശരിയാ പത്രോസ്, അപ്പോഴെൻ്റെ കൈ കൂടെ ഒരു ശക്തി, ഇലക്ട്രിക് ഷോക്ക് ഇങ്ങനെ വരുന്ന പോലെ കണ്ടെന്നാണ്. also said that I also feel that. അവരെല്ലാം സ്വയം പ്രശംസയായി. They got the boasting. ഞാൻ അപ്പടി ചെയ്ത് ഇപ്പടി ചെയ്ത്, I had done this, I had അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. done all these things. പിശാച് കയറി എല്ലാത്തിനും നിരങ്ങി. Satan entered. അപ്പോൾ ഭയവും കയറി. The fire. യേശുവിനെ ഇപ്പോൾ കാണുന്ന ഭൂതമായിട്ടാണ്. Because they see Jesus as a spirit. പക്ഷേ ഇത് ഞാൻ പോവാ. They are going to die. പക്ഷേ യേശു പടകിൽ കയറി. വായിച്ചേ, Jesus entered the ship. അവനവരോട് ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പേടിക്കണ്ട. ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ സഞ്ചരിക്കുന്നത് യേശുവിനോട് കൂടിയാണോ? If you are with Jesus, അതിൻ്റെ അർത്ഥം ദിവസവും വചനം വായിച്ച ശക്തി. യേശു എന്ന് പറഞ്ഞ വചനം, Jesus means it's the word of God. നിങ്ങൾ പ്രാപിച്ച ആത്മാവ്, The writing ഇത് രണ്ടും പുതുക്കി പോയില്ലെങ്കിൽ the renewing this every time. നിങ്ങൾ ഭയന്നു പോവും. You will get afraid. നാളെ ചിലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. Tomorrow some people ഇവിടെയും ചിലർ ആത്മഹത്യക്ക് ഒരുങ്ങുന്ന ആത്മാവിനെ ഞാൻ കണ്ടിട്ടുണ്ട് some people say, കേട്ടോ. ഈ സഭയിൽ തന്നെ ചിലർ ആത്മഹത്യക്ക് ഒരുങ്ങുന്ന ശക്തിയെ കണ്ടിട്ടുണ്ട്. in this church also some people say, ഞാൻ 1-2 പേരോട് വാൺ ചെയ്തു, വളരെ സൂക്ഷിക്കണം, ദൈവത്തോട് പറ്റി ജീവിച്ചോണം. get closer to God. പെട്ടെന്ന് മനസ്സ് മാറ്റിക്കളയും. Sometimes quickly അനേക മരണങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. many deaths are going to happen. പലയിടത്തും അത്യാഹിത മരണങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. Going to some deaths. പേടിച്ച് മരിക്കും മനുഷ്യൻ. The people are going to ഇതൊക്കെ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ happen. നിങ്ങളുടെ പടകിൽ യേശു ഉണ്ടാകണം. The Jesus to be in the ആ യേശുവിനെ പടകിൽ എപ്പോഴും വെച്ചോണം. You have to keep the Jesus. യേശു എന്ന് പറയുന്ന ആരാ? വചനം. It's a word of God. വചനവും വാഗ്ദത്തങ്ങളും വായിച്ച് പഠിച്ചോണം. If you keep promise, ആ വാഗ്ദത്ത പുസ്തകത്തിലെ വാഗ്ദത്തങ്ങളെല്ലാം ബൈഹാർട്ട് ആക്കിയോണം. you have to keep by heart. അത് ധ്യാനിക്കണം. You have to hide that. കാശുണ്ടാക്കാൻ മാത്രം പോകരുത്. Not only be പിള്ളേരെ പഠിപ്പിച്ച് ജർമ്മനിക്ക് വിടാന്ന് വിചാരിക്കരുത്. not only to teach. എല്ലാം തിരിച്ചു വരേണ്ട കാലം വരും. ഇല്ല, അവിടെ തന്നെ ചിലതൊക്കെ നശിക്കേണ്ട കാലം വരാൻ പോവുകയാണ്. Right there. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആ മക്കൾക്ക് നല്ല വചനം പറഞ്ഞുകൂടെ? Teach them the. നിങ്ങൾ ആ പുസ്തകത്തിലെ വാഗ്ദത്ത വചനങ്ങളെല്ലാം, പുസ്തകം ഇല്ലാത്തവർക്ക് ഞാൻ തരാം. I will give you that book. അല്ലെങ്കിൽ കലണ്ടറിലുണ്ട്, In the calendar also. കലണ്ടറെ വചനമുണ്ട്. ആ വചനങ്ങളെല്ലാം അകത്താക്കുക. അപ്പോൾ യേശു വരും. നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ആ വചനം നിങ്ങളെ റെസിസ്റ്റ് ചെയ്യും. That word. പത്രോസിന്റെ പരീക്ഷ വന്നപ്പോൾ When Peter has to. നിത്യജീവന്റെ വചനം അവനിൽ ഉണ്ടായിരുന്നുകൊണ്ട് The word is the. അവൻ പോയി കെട്ടിയാത്തില്ല. He didn't destroy. അവൻ യേശുവിൻ്റെ അടുത്ത് പോയി. He came to Jesus.
പക്ഷെ യൂദായിക്കകത്ത് വചനമില്ലായിരുന്നു. അവന്റെ ശുശ്രൂഷാ കാലത്തിൽ ദ്രവ്യാഗ്രഹ പിശാച് കയറി കാശടിച്ചു മാറ്റണം. സുവിശേഷ വേലക്കാരെ, നിങ്ങൾ ദ്രവ്യാഗ്രഹികളായി മാറിയാൽ അവസാനം യൂദായെ പോലെ കയറെ തൂങ്ങേണ്ടി വരും, ഇല്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഇതിനെല്ലാം ഉപേക്ഷിച്ച് കളയുക. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂല കാരണം. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് വചനം അകത്തുണ്ടെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നിലവിളിക്കേണ്ട ആവശ്യമില്ല. ആ വചനം നമുക്ക് പരിചയമായിട്ട് വരും. വിശ്വാസമെന്ന പരിച, ദൈവത്തിനെന്ന വാള്, അതാണ് യേശു എന്ന് പറയുന്നത്. യേശു എന്ന് പറഞ്ഞ് അകത്തിരിക്കുകയാണ്. ഈ വചനം അകത്താകുന്നവരും യേശു നമ്മൾ വന്നുകൊണ്ടിരിക്കും. പരീക്ഷ കൂടെ പോകുമ്പോൾ നമ്മൾ യേശുവിനെ പോലെ ആയിക്കൊണ്ടേയിരിക്കും. അവർക്കൊരു കാലത്തും ലജ്ജിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ യേശു പടകിൽ കയറി. വായിച്ചേ. അവൻ അവരോട് ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് നോക്കണം, ഉടനെ നിന്റെ ഗതി മാറും. ഈ കാലങ്ങളൊക്കെ നീ ലക്ഷ്യം തെറ്റി ജീവിച്ചെങ്കിൽ, പലവിധമായ അശുദ്ധാത്മാവ് നിന്നെ ഭരിച്ചുകൊണ്ടിരുന്നെങ്കിൽ, യേശുവിനെ പോലെ നിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, മറ്റുള്ള നല്ല മനുഷ്യരെ കാണുമ്പോൾ അവരെ അശുദ്ധരായി നീ കണ്ടെങ്കിൽ, മറ്റുള്ളവരെ തെറ്റായി നീ വ്യാഖ്യാനിച്ചെങ്കിൽ, അതിന്റെ കാരണം ഈ ശിഷ്യന്മാർക്കുള്ള പിശാച് കയറിയതുപോലെ നിന്നിൽ പിശാച് കയറിയതുകൊണ്ടാണ്. എന്നാൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ വീണ്ടും യേശുവിനെ നിലവിളിക്കേ. കർത്താവേ, എഴുന്നള്ളി വരണമേ, എൻ്റെ അകത്തേക്ക് വരണമേ. വചനം വായിക്കേ, വചനം പഠിക്കാൻ തുടങ്ങേ, പ്രാർത്ഥിക്കാൻ തുടങ്ങേ, ആത്മാവിൽ നിറയാൻ ആരംഭിക്കേ. യേശു നിന്റെ ഹൃദയത്തിലേക്ക് വീണ്ടും വരും. നിന്റെ പടകിലേക്ക് യേശു വരുമ്പോൾ നിന്റെ പ്രശ്നം തീർന്നു. യാക്കോബ് ചാടി എഴുന്നേറ്റ് പോലെ, യാക്കോബ് ഗോത്രപിതാവായ യാക്കോബ് ചാടി എഴുന്നേറ്റ് പോലെ, ഇന്നലെ വരെ ഞാൻ പാതാളത്തിലേക്ക് എൻ്റെ മരണം പോകുമെന്ന് പറഞ്ഞ യാക്കോബ് യോസേപ്പ് അയച്ച രഥങ്ങളെയും കുതിരകളെയും കണ്ടപ്പോൾ യാക്കോബിന്റെ ആത്മാവ് ഉയർപ്പിച്ചു. മതി, ഈ ലോകത്തിലെ പ്രതാപം മതി. മരണമേ, നിന്റെ ജയം എവിടെ? ഇതാ ഞാൻ ജോസഫിനെ കാണാൻ പോകുന്നു. നിന്റെ അകത്ത് വചനം ഉയർക്കുമ്പോൾ, ആ വചനം നിന്നെ ഉയർപ്പിക്കുമ്പോൾ നിന്റെ പിന്മാറ്റം മാറിപ്പോകും. നിന്റെ അലസത മാറും, നിന്റെ അന്ധകാരം മാറും. നീയും പറയും, എനിക്ക് എൻ്റെ യേശുവിനെ കാണാൻ മതി, എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി. നിമിഷങ്ങൾ കൊണ്ട് ശിഷ്യന്മാരുടെ അവസ്ഥ മാറ്റിയെങ്കിൽ നിന്റെ ജീവിതത്തിൽ മാറ്റാൻ യേശുവിന് കഴിയും. ഒരു നിമിഷം മുട്ടുമേലിരിക്കുക. അതുപോലെ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ അലഞ്ഞു തിരിഞ്ഞ പത്രോസിനെ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാഞ്ഞ പത്രോസിനെ അവന്റെ പടകിലേക്ക് യേശു വന്നതായിട്ട് 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പത്രോസിന്റെ പടകിലേക്ക് യേശു വന്നപ്പോൾ അവന്റെ നിരാശ മാറി. ആത്മീകം മാത്രമല്ല, അവന്റെ ഭൗമിക അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. നിന്റെ ജീവിതത്തിലേക്ക് യേശുവിനെ അനുവദിക്കുന്നെങ്കിൽ, യേശുവിനായി നിന്റെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ, യേശുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നെങ്കിൽ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ആത്മീകം മാത്രമല്ല, ഭൗമികമായ ഒരു സമൃദ്ധി നിനക്കുണ്ടാകും. നിന്റെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റും. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. ആ 2 അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. 2 അധ്യായം വായിച്ചു നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം മുതൽ, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം മുതലും, ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചിട്ട് ധ്യാനിച്ച് നിങ്ങൾ യേശുവിനായി ഹൃദയത്തെ തുറന്നു കൊടുക്കുക. ആ പടകിലേക്ക് യേശു വന്നപ്പോഴുണ്ടായ മാറ്റം, ആ യേശു പത്രോസിനുണ്ടായ മാറ്റം, പത്രോസിന്റെ കുടുംബത്തിനുണ്ടായ മാറ്റം ഇതാ നിനക്കും വരാൻ പോകുകയാണ്. യേശുവിനായി ഹൃദയം കൊടുക്കുക, തീരുമാനിക്കുക. മതി ലോകമേ, മതി നിരാശയെ, മതി പിന്മാറ്റമേ, മതി. എൻ്റെ യേശുവിനായി ഞാൻ എൻ്റെ ജീവിതം കൊടുക്കുകയാണ്. അതിനായി സമർപ്പിക്കാം. ഹല്ലേലൂയാ. നിത്യ ജീവമൊഴികൾ നിന്നിലുണ്ട്, നിന്നിലുണ്ട് പാരനെ. നിന്നെ വിട്ടിട്ടാടി അങ്ങ് പോയി വസിക്കും.